എല്ലാവരും വീഡിയോ ഓൺ ചെയ്തേ, വേഗം തന്നെ ആവട്ടെ, വേഗം തന്നെ വീഡിയോ ഓൺ ചെയ്തേ എല്ലാവരും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരുടെയും പഠിച്ചു കഴിഞ്ഞോടാ, പഠിച്ചു കഴിഞ്ഞു, കംപ്ലീറ്റ് ആയാ? അതിന് നടക്കൂലല്ലടാ. ഓക്കെ മക്കളെ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഓരോ ചാപ്റ്റേഴ്സ് നമ്മളിപ്പോൾ ബേസിക് പറയും. ഇപ്പോൾ ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ് നമ്മൾ ആ ഒരു കണ്ടന്റ് പറഞ്ഞിട്ട് അതിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞു പോവുക. അത് കഴിഞ്ഞിട്ട് അടുത്ത 3 ചാപ്റ്റേഴ്സ് അതിന് ഇമ്പോർട്ടൻറ്റ്, അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത് റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് വരുന്നത്. ഇതിലെ മെയിൻ കണ്ടന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവ്യൂ ഓഫ് C++ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ പഠിക്കാനുള്ളത് ടോക്കൺസ് എന്ന് പറഞ്ഞ ടൈമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് ടോക്കൺസ് എന്ന ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. എന്താണ് ടോക്കൺ എന്ന് പറഞ്ഞാൽ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് C++ പ്രോഗ്രാമിനാണ് നമ്മൾ എന്താ പറയുക ടോക്കൺ എന്ന് പറയുന്നത്. ടോക്കൺസിൽ നമ്മൾ മെയിൻ ആയിട്ട് വരുന്നത് കീവേഡ്സ് ഉണ്ട്, ഐഡന്റിഫയേഴ്സ് ഉണ്ട്, ലിറ്ററൽസ് ഉണ്ട്, പിന്നെന്തുണ്ട് കോൺസ്റ്റന്റ് പഞ്ച്വേറ്റേഴ്സ് ഉണ്ട്, ആൻഡ് പിന്നെ എന്തുണ്ട് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ലിറ്ററൽസിനെ പറയുന്ന വേറൊരു പേര് എന്ന് പറയുന്നത് ആരാണ്? കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ പേരും നമ്മളുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതിലെ കീവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കീവേഡ്? കീവേഡ് എന്ന് പറയുന്നത് ഓൾറെഡി യൂസ്ഡ് ആയിട്ടുള്ള, അതായത് C++ പ്രോഗ്രാമിൽ ഓൾറെഡി മീനിങ് ഉള്ള ഓൾറെഡി യൂസ്ഡ് ആയിട്ടുള്ള വേർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കീവേഡ്സ് എന്ന് പറയുന്നത്. അതായത് ഇന്റ്, ഫ്ലോട്ട്, ക്യാർ, പിന്നെ എന്ത് പറയാം ഫോള്, പിന്നെ വൈല്, ഡു വൈല്, ഇതൊക്കെ എന്താണ് കീവേഡ്സ് ആണ്. ആൻഡ് ഐഡന്റിഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഒരാൾക്ക് ഇപ്പോൾ ഒരു നെയിം കൊടുക്കുകയാണ്, ഒരു മെമ്മറി ലൊക്കേഷൻ ഒക്കെ നിങ്ങൾ നെയിം കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് നെയിം കൊടുക്കുകയാണ്. അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ ആ നെയിമിങ് കൊടുക്കുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഐഡന്റിഫയേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ലിറ്ററൽസ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. ലിറ്ററൽസ് എത്ര ടൈപ്പ് ഉണ്ടാ? എത്ര ടൈപ്സ് ഓഫ് ലിറ്ററൽസ് ഉണ്ട് മക്കളെ? എത്ര ടൈപ്സ് ഉണ്ട്? ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? എത്ര ടൈപ്സ് ആണ് ഉള്ളത്? 4 ടൈപ്സ് ആണ് ലിറ്ററൽസ് ഉള്ളത്. ഓക്കെ, ഇൻറ്റിജർ ലിറ്റർ ഉണ്ട്, ഫ്ലോട്ടിംഗ് ലിറ്ററൽ ഉണ്ട്, സ്ട്രിംഗ് ലിറ്ററൽ ഉണ്ട്, ക്യാരക്ടർ ലിറ്ററൽ ഉണ്ട്. ഇത്രയും ടൈപ്സ് ഓഫ് ലിറ്ററൽസ് നമുക്ക് ഉണ്ട്. ആൻഡ് പിന്നെ വരുന്നത് എന്താണ്? പങ്ക്ച്വേറ്റേഴ്സ് ആണ്. പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് കൊടുക്കുന്നതാണ്? സൈന് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അതായത് ഇൻപുട്ട്, ഔട്ട്പുട്ട്, പിന്നെ പ്ലസ് മൈനസ് വരില്ല, ഇങ്ങനെ ഇൻപുട്ട് ഔട്ട്പുട്ട് കൊടുക്കുന്നത്. പിന്നെ എന്തെങ്കിലും മീനിങ് കൊടുക്കുന്ന ഓപ്പറേറ്റേഴ്സ്, അതായത് സെമി കോളൻ, ഇങ്ങനെ കൊടുക്കുന്ന ഇതാ കേളി ബ്രാക്കറ്റ്സ്, പിന്നെ എന്തുവരെയാണ് സെമി കോളൻസ്, സിംഗിൾ കോളൻ, പിന്നെ ഇൻവേർട്ടർ കോമാസ്, ഇതെല്ലാമാണ് എന്ത് പറയുന്നത് പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത്. സ്പെഷ്യൽ സിമ്പിൾസിനെയാണ് നമ്മൾ എന്ത് പറയാ പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറയാ. പിന്നെ വരുന്നത് ഓപ്പറേറ്റേഴ്സ് ആണ്. ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? പ്ലസ്, മൈനസ്, അങ്ങനെയുള്ള അരിത്തമെറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഉണ്ട്. പിന്നെ എന്തുണ്ട്? സ്ട്രിംഗ് ഓപ്പറേറ്റർ ആയിട്ട് വേണമെങ്കിൽ പ്ലസ് പറയാം. ഇങ്ങനെ നമുക്ക് എന്തുണ്ട്? ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. പിന്നെ റിലേഷൻ ഓപ്പറേറ്റർ ഉണ്ട്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ഇവരൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ടോക്കൺസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ടോക്കൺസ് ഏതൊക്കെയാണെന്ന് ഒന്ന് അറിഞ്ഞിരിക്കുക. നമ്മൾ പ്ലസ് 1 പഠിച്ചതാണ്, അതിന്റെ ഒന്ന് റിവൈസ് ചെയ്യുന്നതാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ജസ്റ്റ് അതൊന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി. പിന്നെയുള്ളത് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണ്. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ആരൊക്കെയുണ്ട്? അഡീഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ആൻഡ് മോഡ് ഉണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള അരിത്തമെറ്റിക് ഓപ്പറേഷൻ. അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത്. പിന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ളത് എന്താണ്? റൂൾസ് ഫോർ കൺസ്ട്രക്ടിങ് ഐഡന്റിഫയേഴ്സ് ഇൻ C++. C++ൽ ഒരു ഐഡന്റിഫയർ ക്രിയേറ്റ് ചെയ്യാനുള്ള റൂൾസ്. ഇതിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എങ്ങനെയാണ്? റൂൾസ് ചോദിക്കുന്ന രീതിയിലല്ല ക്വസ്റ്റ്യൻ വരാം. നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു ഐഡന്റിഫയറോ കാര്യങ്ങളോ തരും. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നിട്ടുണ്ടാവും, കുറച്ച് ഐഡന്റിഫയേഴ്സ് തന്നിട്ടുണ്ടാവും. AB ഹാഷ് എന്ന് പറഞ്ഞിട്ടൊരു ഐഡന്റിഫയർ തന്നിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ AB എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞിട്ട് AB എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ എന്താണ്? AB1 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ റോങ് ആയിട്ടുള്ള ഐഡന്റിഫയേഴ്സ് ഏതൊക്കെയാണെന്ന് ചൂസ് ചെയ്യാൻ പറയും. ഇതിൽ ഏതൊക്കെയാണ് റോങ് ആയിട്ടുള്ള ഐഡന്റിഫയേഴ്സ്? 1, 2, 3, 4 കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഏതൊക്കെയാണ് റോങ് ആയിട്ടുള്ള ഐഡന്റിഫയേഴ്സ് എന്ന് പറയുന്നത് മക്കളെ? ഏതാടാ? 1 റോങ് ആണോ ഗൈസ്? 1 റോങ് ആണോ ഐഡന്റിഫയർ? ഓക്കെ, ഐഡന്റിഫയേഴ്സിന്റെ എന്താണ് ഫസ്റ്റ് ക്യാരക്ടർ എന്താണ് പറഞ്ഞേക്കണേ? ഇവിടെ നമുക്കൊരു സാധനം ഉണ്ട്. മസ്റ്റ് കണ്ടെയ്ൻ ഓൺലി ആൽഫബറ്റ്സ്, ഡിജിറ്റ്സ് ഓർ അണ്ടർസ്കോർ. ഇത് 3 മാത്രമേ പറ്റുള്ളൂ. ഏതൊക്കെ പറ്റും? ആൽഫബറ്റ്, ഡിജിറ്റ്സ്, അണ്ടർസ്കോർ. ഈ സ്പെഷ്യൽ സിമ്പിൾസ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പൊ ഇതെന്താണ്? തെറ്റാണ്. നെക്സ്റ്റ് വൺ, സെക്കൻഡ് വൺ നോക്കി കഴിഞ്ഞാൽ ഇതെന്താണ്? നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡന്റിഫയർ ആണ്. ഇത് നോക്കി കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ നമ്പർ വന്നേക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ എന്ത് പറയാൻ പറ്റില്ല? നമ്പർ പറയാൻ പറ്റില്ല. ഫസ്റ്റ് ക്യാരക്ടർ മസ്റ്റ് ബി ആൽഫബറ്റ് ഓർ അണ്ടർസ്കോർ ആണ്. ആൽഫബറ്റ് ആവാം അല്ലെങ്കിൽ അണ്ടർസ്കോർ ആവാം. 2 കാര്യങ്ങളിൽ ഏതെങ്കിലും വരാൻ പറ്റുള്ളൂ, ഇത് വരാൻ പറ്റില്ല. അപ്പൊ ഇതെന്താണ്? തെറ്റാണ്. ആൻഡ് ലാസ്റ്റ് വൺ ഇതെന്ന് പറയുന്നത് AB1. ഇതെന്താണ്? കറക്റ്റ് ആണ്. ഇനി നെക്സ്റ്റ് വൺ വരെയാണ് ഞാൻ എടുത്തു കൊടുക്കുകയാണ്. AB കൊടുത്തിട്ട് ഒരു സ്പേസ് ഇട്ട് 1 വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. കാരണം എന്താണ്? സ്പേസ് നമുക്ക് എന്താണ് ഇവിടെ അലൗഡ് അല്ല. വൈറ്റ് സ്പേസ്
ആർ നോട്ട് അലൗഡ്. ഇനി എന്താണ്, കീവേഡ്സ് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഇങ്ങനെ തന്നെയാണ് ഇൻറ്റ് 4. ഇതിലേതാണ് ഐഡന്റിഫയർ ആയിട്ട് എടുക്കാൻ പറ്റുക? ഇതിലേതെങ്കിലും ഐഡന്റിഫയേഴ്സ് ഉണ്ടോ? ഏതെങ്കിലും ഐഡന്റിഫയേഴ്സ് ഇതിലുണ്ടോ മക്കളെ? ഉണ്ടോ? ഇണ്ട് ഇല്ല. ഉണ്ടെന്നാണോ? ഉണ്ട്. ഇതിലേതാ വരാ? 1 ആയിരിക്കും, 2 ആയിരിക്കും, 3 ആയിരിക്കും? ഏതാ വരാ ഐഡന്റിഫയർ ആയിട്ട് വരാ? 1 ആണ് നമുക്ക് ഐഡന്റിഫയർ ആയിട്ട് വരാം. കാരണം ഇന്റ് എന്ന് പറയുന്നത് നമുക്ക് എന്തറിയാം, അതൊരു കീവേഡ് ആണ്. നമുക്ക് എന്താണ് കീവേഡ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? സ്മോൾ ലെറ്റേഴ്സിലായിരിക്കും വരാം. ഇവിടുത്തെ ക്യാപിറ്റൽ ലെറ്റർ ആയിരുന്നു. സോ ഇതെന്തായിട്ട് നമുക്ക് എടുക്കാം? ഐഡന്റിഫയർ ആയിട്ട് എടുക്കാം, കുഴപ്പമില്ല. സ്മോൾ ലെറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കാം. എങ്ങനെയാണ് ഒരു ഐഡന്റിഫയർ എടുക്കുന്നത് എന്നുള്ളതാണ് പിന്നെ നമുക്ക് ശ്രദ്ധിച്ചു വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടു സർ. പിന്നെ വരുന്നത് എന്താണ്? കോൺസ്റ്റന്റ്സ് ഓർ ലിറ്ററൽസ് ആണ്. കോൺസ്റ്റന്റ് ഓർ ലിറ്ററൽ എന്ന് പറയുന്നത് എന്താണ്? ഫിക്സഡ് വാല്യൂസ് ദാറ്റ് ഡു നോട്ട് ചേഞ്ച് ഡ്യൂറിംഗ് ദ എക്സിക്യൂഷൻ. എക്സിക്യൂഷൻ ടൈമിൽ വാല്യൂ ചേഞ്ച് ആവാത്ത ആളുകളെയാണ് നമ്മൾ എന്താ പറയാ? കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ലിറ്ററൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ആരൊക്കെ ഉണ്ട്? ഇന്റിജർ ഉണ്ട്, ഫ്ലോട്ടിംഗ് ഉണ്ട്, പിന്നെ സ്ട്രിങ് ഉണ്ട്, ക്യാർ ഉണ്ട്. ഇത്രയും ലിറ്ററൽസ് ആണ് നമുക്കുള്ളത്. ഇന്റിജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റിജർ പോയിന്റ് ആയിട്ട് വരുന്നത്, അതായത് ഇന്റിജേഴ്സിൽ വരുന്ന ലിറ്ററൽസ് ഇന്റിജർ ലിറ്ററൽസ് ആണ്. ഫ്ലോട്ടിംഗ് ആയിട്ട് വരുന്നത്, അതായത് പോയിന്റ് ഉള്ള നമ്പേഴ്സ് കോൺസ്റ്റന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽ ആണ്. സിംഗുലർ എന്ന് പറഞ്ഞാൽ സിംഗിൾ കോട്സിന്റെ ഉള്ളിൽ വരുന്ന ലിറ്ററൽസ് എല്ലാവരും കോൺസ്റ്റന്റ്സ് എല്ലാവരും നമുക്ക് സിംഗുലർ ലിറ്ററൽസ് എന്ന് പറയാം. ആൻഡ് ഡബിൾ കോട്സിന്റെ ഉള്ളിൽ വരുന്ന കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ? അത് സ്ട്രിംഗ് ലിറ്ററൽ എന്ന് പറയാം. അതാണ് നമുക്ക് പിന്നെ ഉള്ളത്. നെക്സ്റ്റ് കേട്ടോ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഇംപ്ലിസിറ്റ് ടൈപ്പ് ആൻഡ് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. ഓക്കെ, എന്താണ് മക്കളെ? ഇംപ്ലിസിറ്റ് ടൈപ്പ് ആൻഡ് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ അല്ലെങ്കിൽ ടൈപ്പ് പ്രൊമോഷൻ, ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുന്ന 2 പേരുകളിൽ നമ്മൾ ഇതിനെ പറയും. ഓക്കെ, ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൺവേർഷൻ ഡൺ ബൈ ദ കമ്പൈലർ ആണ്. അതായത് ഒരു കൺവേർഷൻ നടത്തുന്നത് ആരാണ് മക്കളെ? കമ്പൈലർ ആണ് അവിടെ കൺവേർട്ട് ചെയ്യുന്നത്. ഈ കൺവേർഷനിൽ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ഒരു ഇന്റിജർ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ കമ്പൈലർ തരുന്ന ഔട്ട്പുട്ട് എപ്പോഴും എന്തായിരിക്കും? ഇന്റിജർ ആയിരിക്കും. ആൻഡ് ഒരു ഫ്ലോട്ടിംഗ് നമ്പറിനെ ഫ്ലോട്ട് വെച്ച് ഡിവൈഡ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കുക, ഫ്ലോട്ടിനെ ഫ്ലോട്ട് വെച്ച് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, ഔട്ട്പുട്ട് എന്തായിരിക്കണം മക്കളെ? ഫ്ലോട്ട് തന്നെയായിരിക്കും വരാം. ഓക്കെ, പിന്നെ ഉള്ളത് ഒരു ഇന്റിജറിനെ ഫ്ലോട്ട് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്ന് അറിയോ? ഒരു ഇന്റിജറിനെ ഫ്ലോട്ട് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഫ്ലോട്ട് ആയിരിക്കും. ആൻഡ് ഒരു ഫ്ലോട്ടിനെ ഇന്റിജർ വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലും ഔട്ട്പുട്ട് എന്ത് തന്നെയായിരിക്കും? ഫ്ലോട്ട് ആയിരിക്കും. ഓക്കെ, ഇതിനെയാണ് എന്ത് പറയാ? ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയാം. അതായത് ഇന്റിജറും തമ്മിലുള്ള ഇതാണെങ്കിൽ ഔട്ട്പുട്ട് ഇന്റിജർ ആയിരിക്കും. ഫ്ലോട്ടും തമ്മിലുള്ള കാൽക്കുലേഷൻ ആണെങ്കിൽ ഔട്ട്പുട്ട് ഫ്ലോട്ട് ആയിരിക്കും. ഇൻറ്റും ഫ്ലോട്ടും തമ്മിലുള്ള കാൽക്കുലേഷൻ ആണെങ്കിൽ ഔട്ട്പുട്ട് ഫ്ലോട്ട് ആയിരിക്കും. ഫ്ലോട്ടും ഇൻറ്റും തമ്മിലുള്ള കാൽക്കുലേഷൻ ആണെങ്കിൽ അതിലും ഔട്ട്പുട്ട് എന്തായിരിക്കും? ഫ്ലോട്ട് ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയാം. അവിടെ അറേഞ്ച് ചെയ്യുന്നത് കൺവേർഷൻ ചെയ്യുന്നത് കമ്പൈലർ ആണ്. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ, ഇനി ടൈപ്പ് കാസ്റ്റിംഗ് അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ടു സർ. ഇംപ്ലിസിറ്റ് ടൈപ്പിനെ പറയുന്ന വേറെ പേരാണ് ടൈപ്പ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഇംപ്ലിസിറ്റ് ടൈപ്പിനെ പറയുന്ന പേരാണ് ടൈപ്പ് പ്രൊമോഷൻ എന്ന് പറയും. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടൈപ്പ് കാസ്റ്റിംഗ് ആണ്. ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഡാറ്റ അതിനെ കൺവേർട്ട് ചെയ്യുന്നത് ആരാണ്? നമ്മളാണ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മളാണ് കൺവേർഷൻ നടത്തുന്നത്. ഇപ്പോ 5 ഡിവൈഡഡ് ബൈ 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് എന്താണ്? 1 എന്നാണ് ഔട്ട്പുട്ട് കിട്ടുക. കമ്പൈലർ ആണ് ചെയ്യുന്നതെങ്കിൽ 1 എന്നായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. അതേ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? ഞാൻ ഇവിടെ അതിന്റെ മുന്നിലായിട്ട് ഫ്ലോട്ട് എന്ന് കൊടുത്തു. ഫ്ലോട്ട് 5 ഡിവൈഡ് ബൈ 5 എന്ന് കൊടുത്തു. ഇപ്പൊ ഔട്ട്പുട്ട് എന്താവും? 1.0 എന്നായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. എന്തായിരിക്കും കിട്ടുക ഔട്ട്പുട്ട്? 1.0 എന്നായിരിക്കും നമ്മൾ ഔട്ട്പുട്ട് കിട്ടുക. അപ്പൊ നമ്മൾ എന്താ ചെയ്തേ? ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ടിനെ ഫ്ലോട്ടിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതായത് നമുക്ക് ഫ്ലോട്ടിങ് വേണമായിരുന്നു, ഫ്ലോട്ടിലോട്ട് കൺവേർട്ട് ചെയ്തു. ഇനി ചിലപ്പോൾ 5 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? 2 എന്നായിരിക്കും നമുക്ക് കിട്ടാം. ഓക്കെ, ശരിക്കും വാല്യൂ എന്താണ്? 2.5 ആണ് കിട്ടുന്നത്. പക്ഷെ എന്താണ് ഇന്റിജർ ബൈ ഇന്റ അതിന്റെ പേരിൽ നമുക്ക് എന്താണ്? ഇന്റിജറെ ഔട്ട്പുട്ട് തന്നുള്ളൂ. അപ്പോൾ ഇതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുത്തു? ഇവിടെ ഫ്ലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2.5 കിട്ടും. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഡാറ്റ ടൈപ്പിനെ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെന്ത് പറയും? ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയും. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ? ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് C++ന്റെ സ്ട്രക്ചർ ആണ്. നെക്സ്റ്റ് C++ന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം യൂസിങ് നെയിംസ് std ഇന്റ് മെയിൻ. പിന്നെന്താണ്? അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഡാറ്റ ടൈപ്പ് ഏതാണോ അത് നമ്മൾ കൊടുക്കും. പിന്നെന്താണ്? ആ ഒരു കേസസ് കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, പിന്നുള്ളത് നമുക്ക് എന്താണ്? കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റെപ്സിൽ എന്തെങ്കിലും കാര്യങ്ങൾ നോർമൽ ഫ്ലോ, അതായത് പ്രോഗ്രാമിന്റെ ലൈൻ എങ്ങനെ പോവാ? ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ, തേർഡ് ലൈൻ, ഫോർത്ത് ലൈൻ, ഫിഫ്ത്ത് ലൈൻ, ഈ രീതിയിലാണ് എന്ത് ചെയ്യുക? പ്രോഗ്രാമിംഗ് പോവാ. അതിന് പകരമായിട്ട് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ആ ഒരു നോർമൽ ഫ്ലോയിനെ മാറ്റിയിട്ട് നമുക്കൊരു സ്പെഷ്യൽ രീതിയിൽ ഫ്ലോ ചെയ്യണം എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക?
കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. അവിടെ നമുക്ക് 3 കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ആണ് വരുന്നത്. ഡിസിഷൻ മേക്കിംഗ് ഉണ്ട്, ഐട്രേഷൻ ഉണ്ട്, ജമ്പ് ഉണ്ട്. 3 ആളുകളാണ് വരുന്നത്. നമുക്ക് എന്താണ് ജമ്പ് സ്റ്റേറ്റ്മെന്റ്സ് +1 വരുന്നുണ്ടായാലും നമുക്ക് ഡിസിഷനും ഐട്രേഷനും ആയിരുന്നു നമുക്ക് വന്നുകൊണ്ടിരുന്നത്. ഇവിടെ ജമ്പും കൂടി നമുക്ക് വരുന്നുണ്ട്. ഡിസിഷൻ മേക്കിംഗ് വരുന്ന സമയത്ത് ആരൊക്കെ വരുന്നുണ്ട്? ഇഫ് വരുന്നുണ്ട്, ഇഫ് എൽസ് വരുന്നുണ്ട്, പിന്നെ ആരുണ്ട്? എൽസീഫ്, ലാഡർ ഉണ്ട്, പിന്നെ സ്വിച്ച് ഉണ്ട്, നെസ്റ്റഡ് ഇഫ് ഉണ്ട്. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് വരുന്നത് ഡിസിഷൻ മേക്കിങ്ങിൽ വരുന്നത്. ഓക്കെ, ഡിസിഷൻ മേക്കിങ്ങിൽ വരുന്ന ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് എന്ത് പറയും? ഇഫിന്റെ സ്ട്രക്ചർ എഴുതാൻ പറയും, അല്ലെങ്കിൽ ഇഫ് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രോഗ്രാം തന്നിട്ട് അതിലെന്തെങ്കിലും കറക്ഷൻ ഉണ്ടാകും, അത് മാറ്റാൻ പറയും. ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെ ആയിരിക്കും. ഒരു ഇഫ് തന്നു, ഇഫിൽ ഞാൻ എന്ത് ചെയ്തൊക്കെയാണ്, എം എന്ന് പറയുന്ന മാർക്കാണ് >80 ആണെങ്കിൽ എന്ത് ചെയ്തു? സി ഔട്ടിൽ പാസ്ഡ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി എൽസിൽ ഞാൻ എന്ത് കൊടുത്തു? സി ഔട്ട് ഫെയിൽഡ് എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ കൊടുത്തു എന്ന് വിചാരിക്കുക. സി ഔട്ട് ഫെയിൽഡ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു വെച്ചേക്കാണ്. ഓക്കെ, നിങ്ങളോട് ഇത് പറയും ഈ ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്സിനെ കണ്ടീഷണൽ ഓപ്പറേറ്റർ വെച്ച് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇതേ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യണോടാ? കണ്ടീഷണൽ ഓപ്പറേറ്റർ വെച്ച് ചേഞ്ച് ചെയ്യാൻ പറയും. കണ്ടീഷണൽ ഓപ്പറേറ്റർ ഏതെന്ന് അറിയില്ല എല്ലാവർക്കും? അറിയോടാ കണ്ടീഷണൽ ഓപ്പറേറ്റർ എങ്ങനെ എടുക്കുക? ഇതാണ് നമ്മളുടെ കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. കണ്ടീഷണൽ ഓപ്പറേറ്ററിലോട്ട് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷണൽ ഓപ്പറേറ്റർ എങ്ങനെ വർക്ക് ചെയ്യുക? ഇവിടെ നമ്മൾ ട്രൂ ഓർ ഫാൾസ് കേസാണ് കൊടുക്കുക, അതായത് കണ്ടീഷനാണ് കൊടുക്കുക. കണ്ടീഷൻ കൊടുക്കുന്നതാണ് ഫസ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് നമ്മൾ എന്ത് കൊടുക്കും? ട്രൂ കേസ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഇത് കോളൻ ഇട്ടിട്ട് എന്ത് ചെയ്യും? ഫാൾസ് കേസ് കൊടുക്കും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്ത ഒരു പ്രോഗ്രാമിങ്ങിന്റെ കേസിൽ നമ്മൾ എഴുതാം. അപ്പൊ ഇങ്ങനത്തെ ഈ ഒരു ക്വസ്റ്റ്യനിലാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? മാർക്ക് >18 ആണെങ്കിൽ എന്ത് ചെയ്യും? സി ഔട്ട് എന്ത് കൊടുക്കുക? പാസ്ഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ആൻഡ് നെക്സ്റ്റ് ഫാൾസിൽ എന്ത് കൊടുക്കും? സി ഔട്ട് ഫെയിൽഡ് എന്ന് പറഞ്ഞു കൊടുക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കണ്ടീഷനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറയാം. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഈ ഇഫിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടാക്കുക, കറക്ഷൻ ക്ലിയർ ചെയ്യാൻ പറയും. അല്ലെങ്കിൽ ഒരു എൽസീഫ് ലാഡറിനെ സ്വിച്ചിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറയും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് ഇവിടെ ചോദിക്കും. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ, പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇവര് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതായത് സ്വിച്ചും ഇഫ് എൽസും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അറിഞ്ഞിരിക്കുക, കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കുക. സ്വിച്ചും ഇഫ് എൽസും തമ്മിലുള്ള കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ എന്താണ്? ഓൺലി ഇക്വാലിറ്റി കണ്ടീഷൻസ് ആർ ചെക്ക്ഡ്. അതായത് സ്വിച്ചിന്റെ കേസിൽ നമുക്കറിയാം, കേസ് കോൺസ്റ്റന്റ് നമ്മൾ എന്താണ്? സ്വിച്ചിന്റെ ഉള്ളിൽ നമ്മൾ ഇക്വാലിറ്റി ഓപ്പറേറ്റർ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഈക്വൽ ആണോ നോട്ട് ഈക്വൽ ആണോ ആ ഒരു കേസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതേ സമയത്ത് ഇവിടെ എന്താണ്? എനി റിലേഷൻ ഓർ എക്സ്പ്രഷൻ ക്യാൻ ബി യൂസ്ഡ്. എനി റിലേഷൻ എക്സ്പ്രഷൻ ക്യാൻ ബി യൂസ്ഡ് ഫോർ ദിസ് കണ്ടീഷൻ. ഇവിടെ എന്ത് റിലേഷൻ എക്സ്പ്രഷൻസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇവിടെ ഇക്വാലിറ്റി ഓപ്പറേറ്റേഴ്സ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി പ്രോഗ്രാം കൺട്രോൾ ഗോസ് ഔട്ട് ദ ബ്ലോക്ക് ഓൺലി ഇഫ് ബ്രേക്ക് ഈസ് യൂസ്ഡ്. അതായത് സ്വിച്ചിലെ ഓരോ സ്ഥലത്തും ബ്രേക്ക് യൂസ് ചെയ്താലേ ഔട്ട് പുറത്തു പോകുള്ളൂ. ഇവിടെ എന്താണ്? ഇവിടെ നമുക്ക് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റിന്റെ ആവശ്യമില്ല. ഇനി ഇവിടെ എന്താണ്? ഡിഫോൾട്ട് കേസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ എക്സിക്യൂഷൻ വെയർ ഓൾ ദ കണ്ടീഷൻ ആർ ഫെയിൽസ്. ഇവിടെ ആരെ നമ്മൾ യൂസ് ചെയ്യുക? എൽസിനെയാണ് യൂസ് ചെയ്യുക. ആ ഒരു കമ്പാരിസൺ ഒന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഐട്രേഷൻ ആണ്. ഐട്രേഷൻ വരുന്ന സമയത്ത് 3 ആളുകളാണ് വരാം. ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ. 3ന്റെ സിൻടാക്സ് പഠിച്ചു വെച്ചേക്കണം. അതുപോലെ തന്നെ ഇതിൽ ആവശ്യമുള്ള ആളുകൾ ലൂപ്പിൽ നമുക്ക് ആരൊക്കെ ആവശ്യമുണ്ടാ? ഇനീഷ്യലൈസേഷൻ ആവശ്യമുണ്ട്. ഓക്കെ, പിന്നെന്താ ആവശ്യമുണ്ട്? അപ്ഡേഷൻ ആവശ്യമുണ്ട്. പിന്നെന്താ ആവശ്യമുണ്ട്? അപ്ഡേഷനും ഇനീഷ്യലൈസേഷനും കൂടാതെ പിന്നെ ആരുണ്ട്? കണ്ടീഷൻ ആവശ്യമുണ്ട്. പിന്നെ ആരാവശ്യമുണ്ട്? ബോഡി ഓഫ് ലൂപ്പ് ആവശ്യമുണ്ട്. ഇത്രയും കേസസ് ആണ് നമുക്ക് എന്ത് വരാം? ഒരു ലൂപ്പ് സ്റ്റേറ്റ്മെന്റിന്റെ ഉള്ളിലായിട്ട് വരാം. ഓക്കെ, ലൂപ്പിന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടാവും? ഇനീഷ്യലൈസേഷൻ ഉണ്ടാവും, അപ്ഡേഷൻ ഉണ്ടാവും, കണ്ടീഷൻ ഉണ്ടാവും, ബോഡി ഓഫ് ലൂപ്പ് ഉണ്ടാവും. 4 ആളുകളാണ് ഒരു ലൂപ്പ് സ്റ്റേറ്റ്മെന്റിന്റെ ഉള്ളിലായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഫോർ ലൂപ്പിന്റെ ഒക്കെ എങ്ങനെയാണ് എഴുതുന്നതെന്ന് പഠിച്ചു വെച്ചേക്കാം. ഫോർ ലൂപ്പിന്റെ എങ്ങനെയാണ് വരാ? ഫോർ ലൂപ്പ് എഴുതും, അത് കഴിഞ്ഞിട്ട് ഇനീഷ്യലൈസേഷൻ ഉണ്ടാവും, പിന്നെന്തുണ്ടാവും? ടെസ്റ്റ് എക്സ്പ്രഷൻ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരാ? അപ്ഡേഷൻ വരാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് വരാ? ഫോർ ലൂപ്പിന്റെ കേസസ് വരാം. അതേ സമയത്ത് നിങ്ങളുടെ എന്താണ്? വൈലാണെങ്കിൽ എങ്ങനെയാണ് വരാ? വൈലാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? ടെസ്റ്റ് എക്സ്പ്രഷൻ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് എന്തുണ്ടാവും? നമുക്ക് ബോഡി ഓഫ് ലൂപ്പ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് വരാ? അപ്ഡേഷൻ വരാം. ഇനീഷ്യലൈസേഷൻ എവിടെയാണ്? ഇവിടെ ആയിരിക്കും നമ്മൾ എന്ത് വരാ? ഇനീഷ്യലൈസേഷൻ എഴുതാം. ഓക്കെ, ഇതേ കേസ് തന്നെ ഡു വൈലാണെങ്കിൽ എന്താണ് വരാ? ഡു വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെഴുതും? ബോഡി ഓഫ് ലൂപ്പ് എഴുതും. ബോഡി ഓഫ് ലൂപ്പ് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും?
അപ്ഡേഷൻ വരും. അപ്ഡേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് എഴുതും? വൈലിന്റെ ഉള്ളിലായിട്ട് എന്ത് കൊടുക്കും? ടെസ്റ്റ് എക്സ്പ്രഷൻ കൊടുക്കും. ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് ആയിട്ടായിരിക്കും വരാം. ഇനി ഇവിടെ എന്തുണ്ടാവും? ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഡു എഴുതും, ബോഡി ഓഫ് ലൂപ്പ് എഴുതും, അപ്ഡേഷൻ എഴുതും, ലാസ്റ്റ് ആണ് എന്ത് വരാ? ടെസ്റ്റ് എക്സ്പ്രഷൻ നമ്മൾ കൊടുക്കുന്നത്. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ആരാണ്? ജംപ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ജംപ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് വരാ? ഗോ ടു ഉണ്ട്, പിന്നെ ആരാണ്? കണ്ടിന്യൂ ഉണ്ട്, ബ്രേക്ക് ഉണ്ട്. ഗോ ടു സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, കണ്ടിന്യൂ ഉണ്ട്, ബ്രേക്ക് ഉണ്ട്. എന്തിനു വേണ്ടി ജംപ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്? ഒരു പോർഷനിൽ നിന്ന് മറ്റൊരു പോർഷനിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജംപ് സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ജംപ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഗോ ടു ആണ്. സോ നെക്സ്റ്റ് കേട്ടോ, ഗോ ടു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ദ ഗോ ടു സ്റ്റേറ്റ്മെന്റ് ക്യാൻ ബി ട്രാൻസ്ഫർ ദ പ്രോഗ്രാം കൺട്രോൾ ടു എനിവെയർ ഇൻ ദ ഫംഗ്ഷൻ. ഫംഗ്ഷന്റെ ഏതൊരു ഭാഗത്തോട്ടും പോകാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഗോ ടു യൂസ് ചെയ്യാം. ഇവിടെ എന്താണ്? ഇവിടുത്തെ ഈ കേസിൽ എന്താണ്? ഗോ ടു എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈൻ എന്ത് ചെയ്യും? എൻഡിലോട്ട് പാസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഏത് ലൈനിലോട്ടാണോ പോകേണ്ടത് അതിലോട്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഗോ ടു സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ളതാണ്. അതായത് എവിടെ വെച്ചിട്ടാണോ അവിടെ നിന്ന് പ്രോഗ്രാമിന്റെ ഇതിൽ നിന്ന് എക്സിറ്റ് ആയി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യുക. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, വൈൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 c in num if num equal to 0 ബ്രേക്ക്. അതായത് നമ്മിലുള്ള വാല്യൂ 0 ആവുന്ന സമയത്ത് എന്താവണോടാ? ബ്രേക്ക് ചെയ്യണം. അതായത് എവിടെ വെച്ചിട്ടാണോ നം എന്ന് പറയുന്ന വേരിയബിളിന്റെ ഉള്ളിലുള്ള വാല്യൂ 0 ഇക്വേറ്റ് ആവുന്ന അവിടെ വെച്ചിട്ട് എന്താവും മക്കളെ? പ്രോഗ്രാം എന്താവും. അത് കഴിഞ്ഞ താഴത്തോട്ടുള്ള വരികളൊന്നും എന്ത് ചെയ്യില്ല? വർക്ക് ചെയ്യില്ല. അല്ല നമ്മിന്റെ വാല്യൂ ഒക്കെ 1, 2 അങ്ങനെയൊക്കെയാണ് പോകുന്നതെങ്കിൽ എന്ത് ചെയ്യും? ബ്രേക്ക് വർക്ക് ആവില്ല. നേരെ എന്ത് ചെയ്യും? ബാക്കിയുള്ള പ്രോഗ്രാം കാര്യങ്ങൾ എന്ത് ചെയ്തു? വർക്ക് ചെയ്ത് പോവും. എവിടെ വെച്ച് നമ്പർ 0 ആവുന്നോ ആ സമയത്ത് ബ്രേക്ക് വെച്ചിട്ട് എന്ത് ചെയ്യും? താഴത്തോട്ട് പിന്നെ ഒന്നും പോവില്ല. അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും? ആ പ്രോഗ്രാം എക്സിറ്റ് ആയി പോകും. ഇതിനെയാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രോഗ്രാമിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനാണ് നമ്മൾ ആര് യൂസ് ചെയ്യുന്നത്? ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കണ്ടിന്യൂ ആണ്. കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ആ ഒരു കണ്ടിന്യൂ എവിടെയാണോ വന്നെങ്ങനെ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യൂടാ? സ്കിപ്പ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇത് എന്തിനുള്ള പ്രോഗ്രാമാണ്? ഫോർ i is equal to 1 i less than or equal to 10 plus plus i. അതായത് എന്താണ്? ഐല 1 തുടങ്ങിയിട്ട് 10 വരെ പ്രിന്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. 1 to 10 വരെ പ്രിന്റ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ് കൊടുത്തേക്കുന്നത്. അതിൽ ഞാൻ എന്ത് കൊടുത്തിട്ടുണ്ട്? ഇഫ് i equal to 6 ആണെങ്കിൽ കണ്ടിന്യൂ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്ത് സംഭവിക്കും? 1 പ്രിന്റ് ആവും, 2 പ്രിന്റ് ആവും, 3 പ്രിന്റ് ആവും, 4 പ്രിന്റ് ആവും, 5 പ്രിന്റ് ആവും. i equal to 6 വരുന്ന സമയത്ത് കണ്ടിന്യൂ ആണ്. സോ ആ ഒരു 6 എന്ന് പറയുന്നത് സ്കിപ്പ് ചെയ്യും. 7, 8, 9, 10 ഇത്രയും വരെ പ്രിന്റ് ആവും. 6 എന്ന് പറഞ്ഞാൽ i മാത്രം എന്ത് ചെയ്യും? സ്കിപ്പ് ചെയ്ത് കളയും. അങ്ങനെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ അല്ലേടാ? ഓക്കെ, ഇനി ഇതിന്റെ എന്തുണ്ട്? ഡിഫറൻസ് ഉണ്ട്. ഈഫും കണ്ടിന്യൂവും തമ്മിലുള്ള ബ്രേക്കും കണ്ടിന്യൂവും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ നോക്കി വെച്ചേക്കണം. ബ്രേക്കും കണ്ടിന്യൂ തമ്മിലുള്ള ഡിഫറൻസ് എന്താ? യൂസ്ഡ് വിത്ത് സ്വിച്ച് ആൻഡ് ലൂപ്പ്. സ്വിച്ചിന്റെ ലൂപ്പിന്റെ കേസിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഇവിടെ എന്താണ്? യൂസ്ഡ് ഓൺലി ഇൻ ദ ലൂപ്സ്. ലൂപ്സിന്റെ ഉള്ളിൽ മാത്രമേ ഇത് യൂസ് ചെയ്യുള്ളൂ. ടേക്ക് ദ കൺട്രോൾ ഔട്ട്സൈഡ് ദ ലൂപ്പ് ബൈ സ്കിപ്പിംഗ് ദ റിമൈനിങ് പാർട്ട് ഓഫ് ദ ബോഡി. അതാണ്, അതായത് റിമൈനിങ് പാർട്ട് മൊത്തം സ്കിപ്പ് ചെയ്യും. ഇവിടെ എന്താണ്? ടേക്സ് ദ കൺട്രോൾ ടു ദ ബിഗിനിങ് ഓഫ് ദ ലൂപ്പ് ബൈ സ്കിപ്പിംഗ് ദ റിമൈനിങ് പാർട്ട് ഓഫ് ദ ബോഡി. ആ സ്കിപ്പ് എവിടെ കണ്ടിന്യൂ ആണോ കൊടുക്കുന്നത് ആ ഒരു പോർഷൻ ഉള്ളത് സ്കിപ്പ് ചെയ്ത് കളയും. പ്രോഗ്രാം കൺട്രോൾ ഗോസ് ഔട്ട്സൈഡ് ദ ലൂപ്പ്. ഇവിടെ എന്താണ്? പ്രോഗ്രാം കൺട്രോൾ ഗോസ് ഔട്ട്സൈഡ് ദ ലൂപ്പ് വെൻ ദ ടെസ്റ്റ് എക്സ്പ്രഷൻ ഓഫ് ദ ലൂപ്പ് റിട്ടേൺ ഫാൾസ്. അതായത് കണ്ടീഷൻ അവിടെ കൊടുത്തേക്കുന്ന കണ്ടീഷൻ ഫാൾസ് ആവുന്നതിൽ മാത്രമേ പ്രോഗ്രാമിന്റെ എക്സിറ്റ് ആവുള്ളൂ. ഇവിടെ എന്താണ്? ബ്രേക്ക് അവിടെ ഉണ്ട്, അവിടെ വെച്ചിട്ട് എന്താണ്? പ്രോഗ്രാം സ്റ്റോപ്പ് ആയി പോകും. ഇങ്ങനെയാണ് നമ്മളുടെ ബ്രേക്കും കണ്ടിന്യൂ തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. ഇതൊന്നും എന്ത് ചെയ്യുക? നോക്കി വെച്ചേക്കാം കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ പ്രോഗ്രാം തന്നിട്ടുണ്ടാവും. ആ പ്രോഗ്രാമിലുള്ള എന്ത് കണ്ടുപിടിക്കാനടാ? എറേഴ്സ് കണ്ടുപിടിക്കാൻ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളോട് വരാം. കൂടുതലും ചോദിക്കുന്നത് പ്രോഗ്രാം തന്നിട്ടുണ്ടാവും, അതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടാവും, ആ മിസ്റ്റേക്ക് ഫൈൻഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിന് മെയിൻ ആയിട്ട് നമ്മളോട് ചോദിക്കുന്നത്. നെക്സ്റ്റ് ഒന്ന് കേട്ടോ. നെക്സ്റ്റ് ഓക്കെ, പിന്നുള്ളത് അറയാണ്. അറയിൽ നമുക്ക് പഠിച്ചിരിക്കേണ്ട കേസ് എന്ന് പറയുന്നത് എന്താണ് അറേ എന്നുള്ളത് പഠിക്കാം. അറേ എന്ന് പറയുന്നത് എന്താണ്? അറേ ഈസ് എ കളക്ഷൻ ഓഫ് എലിമെന്റ് ഓഫ് സെയിം ഡാറ്റ ടൈപ്പ്. അതായത് ഒരേ ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂസിനെ കണ്ടീജിയസ് മെമ്മറി ലൊക്കേഷനിൽ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? അറേ യൂസ് ചെയ്യുന്നത്. അറേനെ എങ്ങനെ കൊടുക്കുക? ഡാറ്റ ടൈപ്പ് കൊടുക്കും, അറേ നെയിം കൊടുക്കും, സൈസ് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പൊ എനിക്ക് എന്താണ്? ഒരു ഇന്റിജർ ടൈപ്പ് ഉള്ള അറേ ക്രിയേറ്റ് ചെയ്യണം. അതിന്റെ സൈസ് 10 ആണ്. അതായത് 10 നമ്പേഴ്സ് എനിക്ക് കയറ്റണം. അപ്പൊ ഞാൻ എന്ത് കൊടുക്കും?
ഇൻറ്റു കൊടുക്കും, ഒരു അറേ നെയിം ഞാൻ വേറെ എനിക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കും, അതിന്റെ സൈസ് എത്രയാണ് എനിക്ക് കൊടുക്കേണ്ടത് ആ സൈസ് കൊടുക്കും. ഇങ്ങനെയാണ് ഒരു അറേനെ ഡിക്ലെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇനി അറേനെ ഡിക്ലെയർ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാവണം. അതുപോലെ തന്നെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കേസ് എന്ന് പറയുന്നത് ഇതിന്റെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിക്കണോടാ, മെമ്മറി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഈ കേസിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഒരു അറയിലോട്ട് ഇനീഷ്യലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ജസ്റ്റ് ഇൻറ്റ് സ്കോർ 5 എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, കേളി ബ്രാക്കറ്റിനുള്ള വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വാല്യൂസ് എന്ത് ചെയ്യും, അസൈൻ ചെയ്ത് കൊടുക്കും. ഇവിടെ എന്താണ്, അറയിനെ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക കാണുന്നത്, ഈ ഒരു ഓർഡറിലാണ് നമ്മൾ അറയിനെ കാണാം. ഈ ആളുകൾ, അതായത് ഈ താഴത്ത് കാണുന്ന ആളുകൾ നമ്മൾ പറയുന്ന പേരാണ് ഇൻഡെക്സ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയും. ഓക്കെ, ഈ രണ്ടിന്റെ ഈ പേര് പഠിച്ചു വെച്ചേക്കാം. ഇതിന്റെ പേരെന്താ, ഇൻഡെക്സ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയും. ഇപ്പൊ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ വരെയാണ്, ഞാൻ എന്ത് ചെയ്യാണ്, ഇൻറ്റ് AR6 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ അറയുടെ സബ്സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഇൻഡെക്സ് എത്രയെന്ന് ചോദിച്ചാൽ എത്ര എന്ന് പറയൂടാ, ഈ ഒരു അറയുടെ ഇൻഡെക്സ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് എത്ര ആയിരിക്കും മക്കളെ, ഇൻഡെക്സ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് എന്തായിരിക്കും, എത്രയായിരിക്കും വരാം, 5 ആയിരിക്കും നമുക്ക് വരുന്നത്. 6 ആണെങ്കിൽ 1 കുറയ്ക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, 5 ആയിരിക്കും. ഏതാണ് നമ്പർ അതിന്റെ എന്ത് ചെയ്താൽ മതി, 1 കുറച്ച് പറഞ്ഞാൽ മതി. അതായത് അറേ സ്റ്റാർട്ട് ചെയ്യുന്നവരെ 0th പൊസിഷൻ ആണ് സ്റ്റാർട്ട് ചെയ്യുക, 0th പൊസിഷൻ, ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, അങ്ങനെയായിരിക്കും അറേ പോവുക. അപ്പോൾ അറേ സൈസിന്റെ നേരെ 1 കുറഞ്ഞു കഴിഞ്ഞാൽ, 1 കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്തായി, ഇൻഡെക്സ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ആ ഒരു കേസ് നോക്കി വെച്ചേക്കാം. അതുപോലെ തന്നെ ഈ ഒരു അറയുടെ ഞാൻ എന്ത് ചോദിച്ചു, സൈസ് ചോദിക്കണം മക്കളെ. അറയുടെ സൈസ് എത്ര ആയിരിക്കും, ഈ ഒരു അറയുടെ സൈസ് എത്ര ആയിരിക്കും, അറയുടെ സൈസ് 6 ആണോ സൈസ് വരാ, സൈസ് അറയുടെ സൈസ് 6 ആണോ, സൈസ് ഓഫ് ആൻ അറേ ആണോ മക്കളെ, സൈസ് ഓഫ് ആൻ അറേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണോ മക്കളെ, ഡാറ്റ ടൈപ്പ് നോക്കാം. ഏതാണ് ഡാറ്റ ടൈപ്പ്, ഇൻറ്റിജർ ആണ്. അതിന്റെ സൈസ് എത്ര നോക്കാം, ഇൻറ്റിജർ ആണെങ്കിൽ സൈസ് എത്രടാ, 4 ആണ്. ഇൻറ്റു എത്ര ഉണ്ടോടാ ഇവിടെ അറയുടെ നമ്മൾ എത്ര ഇത് കൊടുത്തിട്ടുണ്ട്, 6 സൈസ് കൊടുത്തിട്ടുണ്ട്. ഇത് ഇൻറ്റു 6, 4 ഇൻറ്റു 6 ചെയ്തു, എത്ര കിട്ടും, 24. ഇതാണ് നമ്മളുടെ എന്ത് പറയുന്നത്, അറേ സൈസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ മക്കളെ, ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ അറേയുടെ സൈസ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് നോക്കാം, ഡാറ്റ ടൈപ്പ് നോക്കാം. ഇൻറ്റിജർ ആണെങ്കിൽ 4, ഫ്ലോട്ട് ആണെങ്കിൽ 4, അതുപോലെ തന്നെ ക്യാരക്ടർ ആണെങ്കിൽ 1 ആണ്, ആൻഡ് ഡബിൾ ആണെങ്കിൽ എന്താണ് വരാ, 8 ആണ് വരാ. അതനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, സൈസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രാവേഴ്സൽ അല്ലെങ്കിൽ ആക്സസിങ് എലമെന്റ് ഓഫ് ആൻ അറേ ആണ്. ഒരു അറയിലെ എലമെന്റിനെ എങ്ങനെ ആക്സസ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഒരു എലമെന്റിലെ എങ്ങനെയാണ് ഒരു എലമെന്റിലോട്ട് അറയിലോട്ട് എലമെന്റിനെ ആക്സസ് ചെയ്യാം, എന്ത് കൊടുക്കുക, സ്കോർ കൊടുത്ത്, ഇപ്പൊ 0 കൊടുത്തു, 95 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താ ചെയ്യാ, സ്കോർ എന്ന് പറയുന്ന ഒരു അറേ ഉണ്ടെങ്കിൽ ആ അറയുടെ എന്ത് ചെയ്യാണ്, 0th പൊസിഷനിലോട്ട് എന്ത് വരികയാണ്, 0th പൊസിഷനിലോട്ട് 95 ആഡ് ആവും. ഇനി അടുത്ത് നോക്കാം, സ്കോർ 1 അസൈൻ സ്കോർ 0 -11. സ്കോർ 1 അസൈൻ എന്ത് പറഞ്ഞേക്കുന്നത്, സ്കോർ 0 -11 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക, സ്കോർ 0യിൽ ഇരിക്കുന്ന വാല്യൂ ഏതാണോ 95, അതിൽ നിന്ന് 11 മൈനസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, 1ലോട്ട് അസൈൻ ചെയ്തു, അതായത് ഫസ്റ്റ് പൊസിഷനിലോട്ട് എന്ത് ചെയ്യും, അസൈൻ ചെയ്ത് കൊടുക്കും. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്കോർ 3 = 79 കൊടുത്തിട്ടുണ്ട്. ആൻഡ് സി ഔട്ട് സ്കോർ 2, അതെന്ത് ചെയ്യും, സ്കോർ 2നുള്ള വാല്യൂ എത്രയാണോ, സെക്കൻഡ് പൊസിഷനിൽ ഇരിക്കുന്ന വാല്യൂ എത്രയാണോ അത് ഉണ്ടാവും. ആൻഡ് സം ഓഫ് സ്കോർ 0 + സ്കോർ 1 + സ്കോർ 2 + സ്കോർ 3 + സ്കോർ 4. അപ്പൊ എന്താണ്, 0th പൊസിഷനിലിരിക്കുന്ന വാല്യൂ, ഫസ്റ്റ് പൊസിഷനിലിരിക്കുന്ന വാല്യൂ, സെക്കൻഡ് പൊസിഷനിലിരിക്കുന്ന വാല്യൂ, തേർഡ് പൊസിഷനിലിരിക്കുന്ന വാല്യൂ, ഫോർത്ത് പൊസിഷനിലിരിക്കുന്ന വാല്യൂ, ഇതിനെല്ലാം കൂടി എന്ത് ചെയ്യും, ആഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, സം എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് സേവ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് ഒരു അറേ വർക്ക് ചെയ്യുക. ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന എലമെന്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു വേർഡ് കൊണ്ട്, ഈ സ്കോർ 0 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 0th പൊസിഷനിലിരിക്കുന്ന വാല്യൂ, ആ രീതിയിലാണ് ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് കേട്ടോ. അടുത്തത് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി വെച്ചേക്കാണ്, ഇൻപുട്ട് ദ സ്കോർ ഓഫ് 5 സ്റ്റുഡൻസ് ആൻഡ് ഡിസ്പ്ലേ ദം ഇൻ റിവേഴ്സ് ഓർഡർ. ഒരു 5 സ്റ്റുഡൻസിന്റെ എന്ത് വാങ്ങിക്കണം, സ്കോർ വാങ്ങിച്ചിട്ട് അതിനെ റിവേഴ്സ് ഓർഡറിൽ എന്ത് ചെയ്യുക, പ്രിന്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ ട്രാവേഴ്സൽ, ഈ 2 ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് കാണാറുണ്ട്. ട്രാവേഴ്സലിന്റെ ഒരു എക്സാമ്പിൾ, എന്താണ് ട്രാവേഴ്സൽ, അതിന് ട്രാവേഴ്സലിന്റെ എക്സാമ്പിൾ ചെയ്ത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുണ്ട്. അപ്പൊ നമ്മളുടെ അടുത്ത് എന്ത് ചെയ്യണം, ഇവിടെ 5 സ്റ്റുഡൻസിന്റെ ഡാറ്റ നിങ്ങൾ എന്ത് ചെയ്യണം, യൂസറുടെ നിന്ന് വാങ്ങണം. എന്നിട്ട് എന്ത് ചെയ്യണം, അതിനെ റിവേഴ്സ് ഓർഡറിൽ പ്രിന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ വേണ്ടത് ഒരൊറ്റ ആളെ നിങ്ങൾ യൂസ് ചെയ്താൽ മതി, ഫോർ ലൂപ്പിന് യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഫോർ ലൂപ്പിന് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ്, 5 സ്റ്റുഡന്റ് ആണ് വേണ്ടത്. അപ്പൊ എത്ര സ്റ്റുഡന്റ് വേണമെങ്കിലും ആയിക്കോട്ടെ, ഫോർ ലൂപ്പ് 2 രീതിയിൽ എഴുതിയാൽ മതി. നിങ്ങൾക്ക് യൂസറുടെ നിന്ന് വാല്യൂ വാങ്ങണം. ഓക്കെ, യൂസറുടെ നിന്ന് എന്ത് ചെയ്യണോടാ, വാല്യൂവിനെ വാങ്ങണം. അങ്ങനെയാണെങ്കിൽ യൂസ് ചെയ്യുന്ന ഫോർ ലൂപ്പ് എന്ന് പറയുന്നത് ഇവിടെ എത്ര എന്നുണ്ട്, 5 സ്റ്റുഡൻസ് എന്നുണ്ട്. ഈ ഒരു ഇത് ആലോചിച്ച് നോക്കിയാൽ, i അസൈൻ 0 കൊടുക്കുക, i <= 5 കൊടുക്കുക, i++ കൊടുക്കുക. യൂസറുടെ നിന്ന് വാല്യൂ വാങ്ങാനായിട്ട് യൂസ് ചെയ്യേണ്ട ലൂപ്പാണിത്. ഇവിടെ ഏത് നമ്പർ ആണോ നമുക്ക് ക്വസ്റ്റ്യൻ തരുന്നത് ആ നമ്പർ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി ഇതിനെ റിവേഴ്സ് ഓർഡറിൽ പ്രിന്റ് ചെയ്യണമെന്ന്. റിവേഴ്സ് ഓർഡറിൽ പ്രിന്റ് ചെയ്യാൻ പറയുന്ന സമയത്ത് മക്കൾ എന്ത് ചെയ്യാളാ,
നേരെ തിരിക്കുന്നതിനാ. ഫോർ ഐ അസൈൻ ഇവിടെ കൊടുത്തേക്കുന്ന നമ്പർ ഇല്ലടാ. ഇവിടെ 5 ആണെങ്കിൽ ഒന്ന് കുറച്ച് 4 എഴുതാം, 10 ആണെങ്കിൽ ഒന്ന് കുറച്ച് 9 എഴുതാം. ഇവിടെ യൂസ് ചെയ്യേണ്ട കാര്യത്തിലാണ് ഐ അസൈൻ എന്താണോ ഇവിടെ കൊടുത്തേക്കുന്ന നമ്പർ അതിനെ കുറച്ച് എഴുതാം. അപ്പൊ നമ്മൾ എന്ത് എഴുതും? ഐ അസൈൻ 4 കൊടുക്കുക, ഐ മൈനസ് സോറി കണ്ടീഷൻ കൊടുത്തത് എന്താണ്? ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് കൊടുക്കുക. ആൻഡ് എന്ത് കൊടുക്കുക? ഐ മൈനസ് മൈനസ് എന്ന് കൊടുക്കുക. ഇവിടെ എന്ത് കൊടുക്കുക? ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 4 കൊടുക്കുക, ഐ മൈനസ് മൈനസ് കൊടുക്കുക. ഇവിടെ നമുക്ക് ലെസ് ദാൻ 5 മതി. ഓക്കെ, ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? ഇവിടെ സോറി 0 ആണ് മക്കളെ. ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണ് എല്ലായിടത്തും. എന്താണ്? ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണ് വരാം. റിവേഴ്സ് ഓർഡറിലാണെങ്കിൽ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആയിരിക്കും വരാം. ഈ ഒരു കേസ് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം, 4 സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ 10 ആണെങ്കിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം, 9 സ്റ്റാർട്ട് ചെയ്യണം. ഈ ഒരു ഓർഡർ പഠിച്ചു വെച്ചേക്കാം. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ ആണോടാ? ഓക്കെ, അപ്പൊ ഇത് എങ്ങനെ വർക്ക് ചെയ്യണമെന്നൊന്ന് ഓടിച്ച് പറഞ്ഞു തരാം. ഇവിടെ എങ്ങനെ വർക്ക് ചെയ്യാം? നമ്മൾ എന്ത് ചെയ്തു? ഇന്റ് സ്കോർ 5 എന്ന് പറഞ്ഞ് നമ്മൾ സൈസ് സൈസ് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണം? എലമെന്റ് വാങ്ങണം. അതിനായിട്ട് എന്ത് ചെയ്യാം? 4 കൊടുത്തു, ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ 5, ഐ പ്ലസ് പ്ലസ്. അപ്പൊ എന്താണ്? 0th പൊസിഷൻ. ഈ 0 എന്ന് പറയുന്നത് നമ്മുടെ 0th പൊസിഷൻ ആണ്. ഒരു ഇൻഡെക്സ് പൊസിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. അതായത് നമ്മൾ എന്താണ്? യൂസറുടെ എടുത്തിട്ട് എന്ത് ചെയ്യാണ്? സി ഔട്ട് എൻട്രേ സ്കോർ. അപ്പൊ സിന്റെ സ്കോർ ഐ എന്ന് പറയുമ്പോൾ എന്താണ്? 0th പൊസിഷനിലോട്ട് ഒരു വാല്യൂ കയറും, ഫസ്റ്റ് പൊസിഷനിലോട്ട് കയറും, സെക്കൻഡ് പൊസിഷനിലോട്ട് കയറും, തേർഡ് പൊസിഷനിലോട്ട് കയറും, ഫോർത്ത് പൊസിഷനിലോട്ട്. അറയുടെ സൈസ് 5 ആയി. അറയുടെ സൈസ് 5 പറഞ്ഞേക്കുന്ന അറയിലോട്ട് എന്ത് ചെയ്യും? ഈ ഒരു ഓർഡറിൽ നമുക്ക് കയറും. ഇപ്പൊ നമുക്ക് 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് ഓരോ എലമെന്റ് കയറും. ഇനി ഈ എലമെന്റ് റിവേഴ്സ് ഓർഡറിൽ പ്രിന്റ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ എന്ത് കൊടുത്ത്? ഐ ഈക്വൽ ടു 4 കൊടുത്തു. ഐയുടെ അസൈൻ ചെയ്തേക്കുന്ന 4ൽ അസൈൻ ചെയ്തു. ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഐ മൈനസ് മൈനസ് വന്നു. അപ്പൊ സ്കോർ ഐ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഫോർത്ത് സി ഔട്ട് സ്കോർ ഐ എന്ന് പറയുന്നത് 4th പൊസിഷനുള്ള വാല്യൂ വരും. ആദ്യം ആര് വരും? 5 വരും. അത് കഴിഞ്ഞിട്ട് ഒരു വാല്യൂ കുറയും, 3 വരും. 3യുടെ പൊസിഷനിലിരിക്കുന്ന വാല്യൂ ആരാ? 4 ആണ്. പിന്നെ എന്ത് ചെയ്യും? ഒരാൾ കുറയും. ആരാണ്? സെക്കൻഡ് പൊസിഷനിലിരിക്കുന്നത്. ആര് വരും? 3 വരും. പിന്നെയും ഒരാൾ കുറയും, 1 വരും. ഇപ്പൊ നമുക്ക് 2 വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരാൾ കുറയും, പിന്നെ എന്താണ്? 0 വരും. പിന്നെയും ഒരാൾ കുറയും. പക്ഷെ ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്? 0നും ഗ്രേറ്റർ ആയിരിക്കണം എന്നാണ്. അപ്പൊ ഇവിടെ വെച്ചിട്ട് എന്താവും? സ്റ്റോപ്പ് ആവും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിവേഴ്സ് ഓർഡറിൽ പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് വെച്ചേക്കാം. നമുക്ക് തന്നേക്കുന്ന ഏതാണോ സൈസ് ആ സൈസിനെ ഇവിടെ കൊടുക്കാം. ഓക്കെ, ഏത് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന സൈസ് ഏതാണോ ആ സൈസ് എന്ത് ചെയ്യുക? ഇവിടെ നേരെ കൊടുക്കുക, ലെസ് നേരെ കൊടുക്കുക. ആൻഡ് ഇവിടെ കൊടുക്കുന്ന സമയത്ത് ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ്? ഐയുടെ വാല്യൂ ഇവിടെ കൊടുത്തിരിക്കുന്ന സൈസിനേക്കാൾ 1 കുറച്ച് എഴുതുക. അതുപോലെ തന്നെ ഇവിടുത്തെ സൈസ് എന്ത് ചെയ്യുക? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള രീതി കൊടുക്കുക. ഇത്രയും കാര്യം മാത്രം ചെയ്യാൻ ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ പ്ലസ് പ്ലസ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കണം? മൈനസ് മൈനസ് ആയിരിക്കണം. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേടാ? ഓക്കെ, ഫോർ ലൂപ്പ് തന്നെ യൂസ് ചെയ്താൽ മതി, വേറെ ലൂപ്പുകളോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യണ്ട. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രാവേഴ്സലാണ്. ട്രാവേഴ്സൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ട്രാവേഴ്സൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കും. ട്രാവേഴ്സൽ എന്ന് പറഞ്ഞാൽ എന്താ? ആക്സസിങ് ഈച്ച് എലമെന്റ് ഓഫ് ആൻ അറേ. ഓക്കെ, ട്രാവേഴ്സലിനെ എന്താ ഡിഫൈൻ ചെയ്യുന്നത്? ആക്സസിങ് ഈച്ച് എലമെന്റ് ഓഫ് ആൻ അറേ. ഒരു അറയിലുള്ള എല്ലാ എലമെന്റ്സിനെയും എന്ത് ചെയ്യുക? ആക്സസ് ചെയ്യുക. അതിനെയാണ് എന്ത് പറയാ? ട്രാവേഴ്സൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒരു അറേ നമുക്ക് ആദ്യം ഇൻസേർട്ട് ചെയ്യണം, എന്നിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ? അതിൽ ഓരോ അറേനെ എന്ത് ചെയ്യാനായിട്ട്? ഓരോ എലമെന്റിനെ ആക്സസ് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? എൻ്റർ ദ എലമെന്റ് ഓഫ് അറേ കൊടുത്തു, ഫോർ ലൂപ്പ് കൊടുത്തിട്ട് വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുത്തു. ആൻഡ് എന്ത് ചെയ്യാണ്? ഇനി ഓരോ അറേസിനെയും എന്ത് ചെയ്യാനാണ്? ട്രാവേഴ്സൽ ചെയ്യണം. ഓരോ പോർഷനിലേക്ക് കൂടെ നമ്മൾ എടുത്തെടുത്ത് പോകണം. അതായത് 0th പൊസിഷൻ ചെല്ലണം, ഫസ്റ്റ് പൊസിഷൻ ചെല്ലണം, സെക്കൻഡ് പൊസിഷൻ ചെല്ലണം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഫോർ ഐ അസൈൻ 0, ഐ ലെസ് ദാൻ ഈക്വൽ ടു 5, ഐ പ്ലസ് പ്ലസ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? എ ഐ അസൈൻ എ ഐ പ്ലസ് 1. എന്താണ്? ഓരോന്നിനെയും കൂടെ ഒന്നൊന്നും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നൗ ദ വാല്യൂ ഓഫ് ദ എലമെന്റ് ഓഫ് അറേസ് ആർ. അതായത് ഓരോ പൊസിഷനിലുള്ള എലമെന്റിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്തു? 1 വെച്ച് ആഡ് ചെയ്തിട്ട് അവിടെ തന്നെ ഇറ്റേക്കാണ്. അതായത് 0th പൊസിഷനിലാണെങ്കിൽ 0th പൊസിഷനിലിരിക്കുന്ന വാല്യൂന്റെ കൂടെ 1 കൂട്ടിട്ട് അവിടെ തന്നെ വെച്ചു, 1 കൂട്ടിട്ട് അടുത്തവരുടെ കൂടെ 1 കൂട്ടിട്ട് അവിടെ തന്നെ വെച്ചു, അങ്ങനെ വെച്ച് പോയാണ്. അപ്പൊ എന്ത് ചെയ്യാണ്? നിങ്ങൾ ഓരോ എലമെന്റിനെ എന്ത് ചെയ്യുന്നുണ്ടാ? ആക്സസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി എന്താണ് വേറൊരു കേസ് എന്ന് പറയുന്നത്? ജസ്റ്റ് സി ഔട്ട് ആയി. ഇപ്പൊ നമ്മൾ എന്താണ്? ആ ലൂപ്പ് കൊടുത്തിട്ട് സി ഔട്ട് ആയി എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓരോ എലമെന്റിനെ നമുക്ക് എടുത്തെടുത്ത് കാണിച്ചു തരും. ഇത് രണ്ടും എന്ത് ചെയ്യാണ്? ട്രാവേഴ്സലാണ്. അതായത് ഒന്ന് എന്ത് ചെയ്യുന്നത്? ഓരോ എലമെന്റ് എടുത്തിട്ട് ഒന്ന് ആഡ് ചെയ്തു പോയാണ്. രണ്ടാമത്തെ കേസിൽ എന്താ ചെയ്യുന്നത്? ഓരോ എലമെന്റിനെ ജസ്റ്റ് എന്ത് ചെയ്യാണ്? പ്രിന്റ് ചെയ്യാണ്. ഇത് രണ്ടും എന്ത് തന്നെയാണ്? ട്രാവേഴ്സലാണ്. ട്രാവേഴ്സൽ പറഞ്ഞാൽ രണ്ടിന്റെയും ആവശ്യമില്ല, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. എക്സാമ്പിൾ ആയിട്ട് എഴുതുമ്പോൾ ഈ ഒരു കേസ് വേണമെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോ, ഇത് മാത്രം എഴുതിയാൽ മതി. അതായത് ഈ രണ്ടാമത്തെ ഫോർ ലൂപ്പ് വേണ്ട, തേർഡ് ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം ചെയ്താൽ മതി. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ? ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഇൻ അറേ ആണ്. സ്ട്രിങ്സിനെ എങ്ങനെയാണ് അറേയിൽ ഹാൻഡിൽ ചെയ്യുന്നതാണ്? എ സീക്വൻസ് ഓഫ് ക്യാരക്ടർ വിത്തിൻ എ പെയർ ഓഫ് ഡബിൾ കോഡ്സിനെയാണ് നമ്മൾ എന്താ പറയാ? സ്ട്രിങ്സ് എന്ന് പറയാ.
സ്ട്രിങ്സിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട്, അറയിൽ സ്ട്രിങ്സിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മൾ ഗെറ്റ്സ് ആൻഡ് പുട്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടുപേരാണ് യൂസ് ചെയ്യുന്നത്, ഗെറ്റ്സും പുട്സും ആണ് യൂസ് ചെയ്യുന്നത്. അതായത് സി ഇന്നും സി ഔട്ടും യൂസ് ചെയ്യില്ല. എന്തുകൊണ്ടാണ് സി ഇന്നും സി ഔട്ടും യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ കേസുള്ളൂ മക്കളെ. സി ഇന്നും സി ഔട്ടും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഞാനിപ്പോ ഐ ആം എന്ന് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ സീന് വെച്ചാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഐ ആഡ് ആവൂടാ, ആം ആഡ് ആവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ടാ, സ്പേസ് ഉണ്ട്. സ്പേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്താണ് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ ഇവിടെ എന്താണ് നമുക്ക് വാല്യൂ സൈസ് കൂടുതലാണ്, ഇതൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, സീന് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻപുട്ട് ചെയ്യാനായിട്ട് പറ്റില്ല ആ ഒരു അറയിലോട്ട്. അപ്പോൾ ആ ഒരു സമയത്തിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, രണ്ടാളുകൾ യൂസ് ചെയ്യുന്നുണ്ട്, ഗെറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്, പുട്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്താണ് ഗെറ്റ്സ് ക്യാരക്ടർ അറൈ നെയിം, അതായത് സിംഗിൾ ആണെങ്കിൽ നമുക്ക് എന്താണ് ക്യാരക്ടർ അറൈ നെയിംസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഗെറ്റ്സ് യൂസ് ചെയ്യും. ആൻഡ് പുട്സ് യൂസ് ചെയ്യുന്ന എപ്പോഴാണ്, സ്ട്രിംഗ് ടൈപ്പ് ആണെങ്കിൽ, ഡാറ്റ ടൈപ്പ് അവിടുത്തെ സ്ട്രിംഗ് ഡാറ്റ ആണ് അതിൻ്റെ ഉള്ളിൽ, ഡബിൾ കോട്സിന്റെ ഉള്ളിൽ ഇരിക്കുന്ന വാല്യൂ ആണെങ്കിൽ നമ്മൾ അവിടെ ആര് യൂസ് ചെയ്യും, പുട്സ് യൂസ് ചെയ്യും. നമ്മൾ ക്യാരക്ടർ ടൈപ്പ് ആണെങ്കിൽ നമ്മൾ അവിടെ ആര് യൂസ് ചെയ്യും, ഗെറ്റ്സ് യൂസ് ചെയ്യും. ക്ലിയർ അല്ലേടാ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി ഇതിൽ നിങ്ങളോട് ചോദിക്കാൻ പോണ വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഞാനിപ്പോ ഒരു സ്ട്രിംഗ് അറേ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു വിചാരിക്കാം. ഓക്കെ, ഇവിടെ ഞാനൊരു സ്ട്രിംഗ് ടൈപ്പ് അറേയാണ് ഡിക്ലെയർ ചെയ്തേക്കുന്നത്. ഇതിന്റെ സൈസ് എന്ന് പറയാൻ പറ്റുമോ നമ്മളെ? ഈ അറേയുടെ സൈസ് എന്ന് പറയോ? ഇപ്പതേ ഹെലോ എന്ന് പറഞ്ഞു പോട്ടെ, ഈ ഒരു അറേ ഹെലോ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ സൈസ് എത്രയായിരിക്കും മകളെ? ഹെലോ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രിംഗ് ആണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ ഇതിന്റെ സൈസ് എങ്ങനെയായിരിക്കും വരാം? അതായത് എത്രത്തോളം ഇത് യൂസ് ചെയ്യും? ഈ ഹെലോ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ലാസ്റ്റ് സബ്സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഇൻഡെക്സ് എന്തായിരിക്കും? ലാസ്റ്റ് സബ്സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഇൻഡെക്സ് എന്തായിരിക്കും പറയാൻ പറ്റുമോ? ഹെലോ കമന്റ് ഇട്ടോ. 6 ആണോ? ആണോ ആണോ മക്കളെ? ആണോ ലാസ്റ്റ് സബ്സ്ക്രിപ്റ്റ് 6 ആണോടാ? ആണോ അതോ 5 ആണോ? 6 or 5 ആണോ? ഇവിടെ നോക്കാം. 0 പൊസിഷൻ, 1 പൊസിഷൻ, 2nd പൊസിഷൻ, 3rd പൊസിഷൻ, 4th പൊസിഷൻ. ഓക്കെ, പൊസിഷൻ സബ്സ്ക്രിപ്റ്റ് 0, 1, 2, 3, 4 4 ലെവലുള്ളൂ അല്ലേ? അല്ലേ മക്കളെ? 4 ലെവലുള്ളൂ. എന്തുണ്ടാ, അറേ ആണെങ്കിൽ ഏത് സ്ട്രിംഗ് ആണെങ്കിലും അതിന്റെ കൂടെ എന്തുണ്ടാവും, ഒരു നൾ ക്യാരക്ടർ ഉണ്ടാവും. നൾ ക്യാരക്ടർ എല്ലാത്തിന്റെയും കൂടെയും ഏത് സ്ട്രിങ്ങിന്റെയും കൂടെ എന്ത് ആഡ് ആയിട്ടുണ്ടാവും, നൾ ക്യാരക്ടർ ആഡ് ആയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇവിടെ വരുമ്പോ എന്തായിരിക്കും വരാ, 5 ആയിരിക്കും വരാ. ക്ലിയർ അല്ലാടാ? ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ, ഏത് സ്ട്രിംഗ് ആണെങ്കിലും അതിന്റെ അവസാനം എന്തുണ്ടാവും മക്കളെ, നൾ ക്യാരക്ടർ ഉണ്ടാവും. ഓക്കെ, ആ കേസ് ഒന്ന് ആലോചിച്ച് വെച്ചേക്കാം. നെക്സ്റ്റ് കേട്ടോ സാർ, അടുത്തെന്ന് പറയുന്നത് മെമ്മറി അലോക്കേഷൻ ഓഫ് ഡാറ്റ ടൈപ്പ് ആണ്. എങ്ങനെ നമ്മൾ പറയാം, സൈസ് ഓഫ് അറേ ഇൻറ്റു സൈസ് ഓഫ് അറേ, സൈസ് ഓഫ് ഡാറ്റ ടൈപ്പ് ഇൻറ്റു സൈസ് ഓഫ് അറേ ആണ് നമ്മൾ കൊടുക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇത്രയും കാര്യമാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാം. അടുത്ത എന്താണ്, ഫങ്ഷൻസ് ആണ്. ഫങ്ഷൻസ് ഇത് നിങ്ങളുടെ അടുത്ത് മെയിൻ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, റിപ്പീറ്റഡ് ആയിട്ട് പലതവണ ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, എന്താണ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്നുള്ളൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്, എന്താണ് മോഡുലാർ പ്രോഗ്രാമിംഗ്, അതിന്റെ എന്താണ് അഡ്വാൻറ്റേജസ് എന്താണെന്ന് റിപ്പീറ്റഡ് ആയിട്ട് പലതവണ ചോദിച്ചിട്ടുണ്ട്. മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താടാ, ഒരു പ്രോഗ്രാമിനെ ചെറിയ ചെറിയ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, മോഡുലാർ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ മോഡുലറൈസേഷൻ എന്ന് പറയും. ഒരു പ്രോഗ്രാമിനെ ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതിനാണ് മോഡുലറൈസേഷൻ എന്ന് പറയാ. അതിന്റെ മെറിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റെഡ്യൂസ് ദ സൈസ് ഓഫ് പ്രോഗ്രാം, പ്രോഗ്രാമിന്റെ സൈസ് എന്ത് ചെയ്യണം മക്കളെ, റെഡ്യൂസ് ചെയ്യും. പിന്നെ എന്താണ്, ലെസ് ചാൻസ് ഓഫ് എറർ ഒക്കറൻസ്, പിന്നെ എന്താണ്, റെഡ്യൂസ് പ്രോഗ്രാമിംഗ് കോംപ്ലക്സിറ്റി, ഇംപ്രൂവ് റീയൂസബിലിറ്റി. പിന്നെ എന്താണ്, ആ ഒരു പ്രോഗ്രാമിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ മോഡുലറൈസ് ചെയ്യുന്നതിന് ഒരു മെത്തേഡാണ് എന്ത് പറയുന്നത്, ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ C++ൽ ഫങ്ഷൻസ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തുണ്ട്, 2 ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ആണുള്ളത്. യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഉണ്ട്. ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് എന്തായാലും പഠിക്കണം. അതിന്റെ എന്തും പഠിക്കണം നിങ്ങൾ, ഹെഡർ ഫയലും പഠിക്കണം. ഓക്കെ, എന്തും പഠിക്കണം, ഹെഡർ ഫയലും പഠിക്കണം. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ പഠിക്കണം, അതിന്റെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ടാവണം, അതിന്റെ ഹെഡർ ഫയൽ ഏതാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് ഹാഷിംഗിലൂടെ IO സ്ട്രീം കഴിഞ്ഞാൽ നെക്സ്റ്റ് ലൈനായിട്ട് നമ്മൾ ഹെഡർ ഫയൽ കൊടുക്കണം. നിങ്ങൾ ഏത് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ ഹെഡർ ഫയൽ നമ്മൾ അവിടെ യൂസ് ചെയ്യും. അപ്പോൾ ഹെഡർ ഫയലുകൾ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം, പഠിച്ചിട്ടുണ്ടാവണം. അപ്പോൾ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ടൈപ്പ് ഉണ്ട്, ബിൽറ്റ് ഇൻ ഉണ്ട് ആൻഡ് യൂസർ ഡിഫൈൻ ഉണ്ട്. ബിൽറ്റ് ഇൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓൾറെഡി C++ൽ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഫംഗ്ഷൻസിനെയാണ് എന്ത് പറയാ, ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ വേറൊരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് പാരാമീറ്റർ, എന്താണ് ആർഗ്യുമെന്റ് എന്ന് ചോദിക്കും. ഓക്കെ, എന്താണ് പാരാമീറ്റർ, എന്താണ് ആർഗ്യുമെന്റ്സ് എന്ന് ചോദിക്കും. ഓക്കെ, പാരാമീറ്ററും ആർഗ്യുമെന്റ്സും എന്താണ്, നമുക്കൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് 2 ആളുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഫംഗ്ഷൻ ഡിഫൈൻ ഉണ്ട്, ഫംഗ്ഷൻ കോളിംഗ് ഉണ്ട്. അപ്പോൾ അതിന്റെ ബ്രാക്കറ്റ്സിന്റെ ഉള്ളിലായിട്ട് നമ്മൾ കൊടുക്കുന്ന ആളുകളെയാണ് നമ്മൾ എന്താ പറയാ,
പാരാമീറ്റേഴ്സ് ആൻഡ് ആർഗ്യുമെന്റ്സ് എന്ന് പറയും. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സമയത്തോ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്തോ അതിന്റെ ബ്രാക്കറ്റ്സിന്റെ ഉള്ളിലായിട്ട് നമ്മൾ കൊടുക്കുന്ന ആളുകളെയാണ് എന്ത് പറയാ നമ്മള് എന്ത് പാരാമീറ്റർ ആർ ആർഗ്യുമെന്റ്സ് എന്ന് നമ്മൾ പറയുന്ന കേസ്. ഓക്കെ, അപ്പോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസും അതുപോലെ തന്നെ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻസ് ആണ്. സാർ കേട്ടോ, നെക്സ്റ്റ് കേട്ടോ, ഫസ്റ്റ് വൺ നമുക്ക് വരുന്നത് കൺസോൾ ഫംഗ്ഷൻ ആണ്. കൺസോൾ ഫംഗ്ഷൻ വരുന്നത് കൺസോൾ ഫംഗ്ഷനിൽ വരുന്ന ആളുകൾ എന്ന് പറയുന്നത് ഗെറ്റ് കാർ ഉണ്ട് ആൻഡ് CH ഗെറ്റ് കാർ. ഈ രണ്ട് ആളുകളാണ്. അപ്പോൾ ഗെറ്റ് കാറും പുട്ട് കാറും ആണ് നമ്മൾ കൺസോൾ ഫംഗ്ഷനിൽ യൂസ് ചെയ്യുന്നത്. അതിന്റെ ഹെഡർ ഫയൽ എന്ന് പറയുന്നത് നോക്കിക്കോളാം, CS Studio ആൻഡ് stdio.h രണ്ടുപേരുണ്ട്. CS Studio ഉണ്ട്, stdio.h. ഈ ഹെഡർ ഫയൽ പഠിച്ചു വെക്കണം കേട്ടോ. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ആയിരിക്കും വരാം, കൺസോൾ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന ഹെഡർ ഫയൽ ഏതാന്ന് ചോദിക്കും. ഓക്കെ, അതിന്റെ ഹെഡർ ഫയൽ നമുക്ക് അറിഞ്ഞിരിക്കണം. ഹെഡർ ഫയൽ എന്ന് പറയുന്നത് CS Studio അല്ലെങ്കിൽ stdio.h. ഗെറ്റ് കാർ യൂസ് ചെയ്യുന്നതാണ് ടു ഇൻപുട്ട് ക്യാരക്ടർ ആണ്. ഇനി പുട്ട് കാർ എന്താണ് ടു ഡിസ്പ്ലേ ദ ക്യാരക്ടർ ആണ്. ഈ ക്യാരക്ടറിന് ഇൻപുട്ട് കൊടുക്കാനും അതുപോലെ തന്നെ ഒരു ക്യാരക്ടറെ ഡിസ്പ്ലേ ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഗെറ്റ് കാർ ആൻഡ് പുട്ട് കാർ എന്നുള്ളത്. ഗെറ്റ് കാർ ഇൻപുട്ട് കൊടുക്കാൻ, പുട്ട് കാർ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ട്രീം ഫംഗ്ഷൻ ആണ്. റിപ്പീറ്റഡ് ആയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത് ആരുടെ നിന്നാണ്? സ്ട്രീം ഫംഗ്ഷൻസിൽ നിന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത്. അപ്പോൾ സ്ട്രീം ഫംഗ്ഷന്റെ ഹെഡർ ഫയൽ ഓർത്തിരിക്കുക. എന്താണ് സ്ട്രീം ഫംഗ്ഷൻ എന്ന് പറയുന്ന ഹെഡർ ഫയൽ? IO സ്ട്രീം ആണ്. എന്താണ് സ്ട്രീം ഫംഗ്ഷന്റെ ഹെഡർ ഫയൽ എന്ന് പറയുന്നത്? IO സ്ട്രീം ആണ്. ഇതില് നമുക്കുള്ള സ്ട്രീം ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ആരൊക്കെ ഉണ്ട്? ഗെറ്റ് ഉണ്ട്, ഗെറ്റ് ലൈൻ ഉണ്ട് ആൻഡ് റൈറ്റ് ഉണ്ട്. ഓക്കെ, ആരൊക്കെ ഉണ്ട്? ഗെറ്റ് ഉണ്ട്, ഗെറ്റ് ലൈൻ ഉണ്ട്, റൈറ്റ് ഉണ്ട്. ഗെറ്റും പുട്ടും റൈറ്റും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങളോട് ചോദിക്കും. ഓക്കെ, ഗെറ്റും പുട്ടും റൈറ്റും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കും. പുട്ട് ആൻഡ് റൈറ്റ് തമ്മിലുള്ള ഡിഫറൻസ്. പുട്ട് എന്ന് പറയുന്നത് ടു ഡിസ്പ്ലേ എ ക്യാരക്ടർ, ഒരു സിംഗിൾ കോട്സിലുള്ള ഒരു ക്യാരക്ടറിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുക? പുട്ട് യൂസ് ചെയ്യുക. റൈറ്റ് എന്ന് പറയുന്നത് ടു ഡിസ്പ്ലേ എ സ്ട്രിംഗ് ഓഫ് മാക്സിമം 10 ക്യാരക്ടേഴ്സ്, മാക്സിമം 10 ക്യാരക്ടേഴ്സ് എങ്കിലും ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുക? റൈറ്റ് യൂസ് ചെയ്യുക. രണ്ടിന്റെയും ഡിഫറൻസ് ഓർത്ത് വെച്ചേക്കാം. ആൻഡ് നെക്സ്റ്റ് പറയുന്നത് ഗെറ്റും ഗെറ്റ് ലൈൻ ആണ്. ഗെറ്റ് എന്ന് പറയുന്നത് ടു ഇൻപുട്ട് എ ക്യാരക്ടർ അല്ലെങ്കിൽ ടു ഇൻപുട്ട് എ സ്ട്രിംഗ് ഓഫ് മാക്സിമം 10 ക്യാരക്ടർ, അതിനാണ് ഗെറ്റ് യൂസ് ചെയ്യുക. ആൻഡ് ഗെറ്റ് ലൈൻ എന്ന് പറയുന്നത് ടു ഇൻപുട്ട് എ സ്ട്രിംഗ് ഓഫ് മാക്സിമം 10 ക്യാരക്ടേഴ്സ്. ഓക്കെ, ഇവിടെ ഒരു ക്യാരക്ടറിനെയോ 10 ക്യാരക്ടറിനോ ആഡ് ചെയ്യാൻ ഗെറ്റ് യൂസ് ചെയ്യാൻ. ഗെറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ എന്താണ്? മാക്സിമം 10 ക്യാരക്ടേഴ്സിനെ ആഡ് ഓൺ ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇനി നിങ്ങളോട് ചോദിക്കുന്നത് പിന്നെ ക്വസ്റ്റ്യൻസ് വരുന്നത് എങ്ങനെയായിരിക്കും? കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് തരും, കുറച്ച് ആളുകൾ നിങ്ങൾക്ക് തരും. ഇതൊക്കെ ഏത് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ യൂസ് ചെയ്ത് ചെയ്യാം എന്നുള്ള രീതിയിൽ ചോദിക്കും. ഓക്കെ, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ടു ഡിഫൈൻ ദ ലെങ്ത് ഓഫ് എ സ്ട്രിംഗ്, അതിന് ഏത് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ യൂസ് ചെയ്യും? ടു കോപ്പി വൺ സ്ട്രിംഗ് ടു അനദർ, അതിന് ഏത് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ യൂസ് ചെയ്യും? അങ്ങനെ ചോദിക്കുക. അല്ലാതെ സ്ട്രിംഗിന്റെ പേര് തരാണ്ട് ഒരു ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് തരും, അതിന് യൂസ് ചെയ്യുന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എഴുതാൻ പറയും. ഓക്കെ, അതിന് വരുന്ന ഫംഗ്ഷൻസ് ആണ് സ്ട്രിംഗ് ഫംഗ്ഷൻ. സ്ട്രിംഗ് ഫംഗ്ഷൻസിന് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? CS string അല്ലെങ്കിൽ string.h എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഹെഡർ ഫയൽ യൂസ് ചെയ്യുന്നത്. ആരൊക്കെ ഉണ്ട്? strlen ഉണ്ട്, strcpy ഉണ്ട്, strcat ഉണ്ട്, strcmp ഉണ്ട്, strcmpi ഉണ്ട്. ഇവരുടെയൊക്കെ യൂസ് പഠിച്ചേക്കണം. എന്തിനാ? ലെങ്ത് ഫൈൻഡ് ചെയ്യാൻ strlen, ഒരു സ്ട്രിങ്ങിനെ മറ്റൊന്നിനോട് കോപ്പി ചെയ്യാൻ strcpy, ആൻഡ് strcat എന്ന് പറയുന്നതാണ് അപ്പൻഡ് ചെയ്യാനായിട്ട്, കോൺകാറ്റിനേറ്റ് രണ്ടിനെയും തമ്മിൽ എന്ത് ചെയ്യുക? അപ്പൻഡ് ചെയ്യുക, രണ്ട് സ്ട്രിങ്ങുകളെ തമ്മിൽ കണക്ട് ചെയ്യുക. അതാണ് strcat. ആൻഡ് strcmp എന്ന് പറയുന്നതാണ് രണ്ട് സ്ട്രിങ്ങുകളെ തമ്മിൽ എന്ത് ചെയ്യാനായിട്ടാണ്? കമ്പയർ ചെയ്യാനാണ് strcmp. ആൻഡ് strcmpi എന്ന് പറയുന്നതാണ് എക്സ്പെക്ട് ദ കേസ് ഓഫ് ദി ടു സ്ട്രിങ് ആർ ഇഗ്നോർഡ്. അതായത് എന്ത് ചെയ്യും? രണ്ട് സ്ട്രിങ്ങുകളെ കമ്പയർ ചെയ്യും, അതിനെ കറക്റ്റ് അല്ലെങ്കിൽ കമ്പയർ ചെയ്യുമ്പോൾ കറക്റ്റ് അല്ലെങ്കിൽ ആ ഒരു കേസിന് ഇഗ്നോർ ചെയ്ത് വിടാം. അതാണ് strcmpi എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ആണ്, അല്ലെങ്കിൽ മാത്ത് ഫംഗ്ഷൻസ് എന്ന് പറയും. അതിന്റെ ഹെഡർ ഫയൽ എന്ന് പറയുന്നത് cmathഉം math.h രണ്ടിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യുക. cmath യൂസ് ചെയ്യുക അല്ലെങ്കിൽ math.h യൂസ് ചെയ്യുക. നമ്മൾ യൂസ് ചെയ്യുന്നത് കോമൺ ആയിട്ട് cmath ആണ്. അതിൽ വരുന്ന ആളുകൾ ആരൊക്കെയാണ്? ABS ഉണ്ട്, FABS ഉണ്ട്, SQRT ഉണ്ട്, POW ഉണ്ട്. ABS എന്ന് പറയുന്നതാണ് ആബ്സലൂട്ട് വാല്യൂ ഫൈൻഡ് ചെയ്യാണ് ABS. FABS എന്ന് പറയുന്നതാണ് ഫ്ലോട്ടിംഗ് ആയിട്ടുള്ളതിന്റെ ആബ്സലൂട്ട് വാല്യൂ ഫൈൻഡ് ചെയ്യാണ് FABS. ആൻഡ് SQRT എന്ന് പറയുന്നത് ഒരു നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കൊടുക്കുക. ഇപ്പൊ നിങ്ങൾ SQRT 100 എന്ന് കൊടുത്തു, SQRT 100 എന്ന് പറഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് എന്തായിരിക്കും? 10 ആയിരിക്കും. അതായത് ഒരു നമ്പറിന്റെ എന്ത് ചെയ്യാനായിട്ടാണ്? സ്ക്വയർ റൂട്ട് ഫൈൻഡ് ചെയ്യാനാണ്. ആൻഡ് POW എന്ന് പറയുന്നത് പവർ കണ്ടുപിടിക്കാനാണ് POW യൂസ് ചെയ്യുന്നത്, അതിന്റെ പവർ ഫൈൻഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അതായത് ഇത്രയും കേസുകളാണ് നമുക്ക് മാത്തമാറ്റിക്കൽ ഫംഗ്ഷനിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ക്യാരക്ടർ ഫംഗ്ഷൻസ് ആണ്. ക്യാരക്ടർ ഫംഗ്ഷൻസ് വരുന്ന ആരൊക്കെയുണ്ട്? ഈ സപ്പർ നമ്മൾ കൊടുക്കുന്ന ക്യാരക്ടർ അപ്പർ ലെറ്ററിലാണോ എന്ന് ചെക്ക് ചെയ്യാൻ. ഈ സ്ലോവർ നമ്മൾ കൊടുക്കുന്നത് എന്താണ്? ലോവർ ലെറ്ററിലാണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട്. ഈ ആൽഫ എന്താണ്? കൊടുക്കുന്ന ഡാറ്റ ആൽഫ ന്യൂമറിക് ആണോ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ചെക്ക് ചെയ്തിട്ടാണെങ്കിൽ ട്രൂ തരും അല്ലെങ്കിൽ ഫാൾസ് തരും, അത്രേ ഉള്ളൂ.
ഇനി നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് ഈസ് ഡിജിറ്റ് എന്ന് പറയുന്നത് നമുക്ക് കൊടുക്കുന്നത് ഡിജിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഈസ് ആൽഫ ന്യൂമറിക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. ആൻഡ് ടു അപ്പർ എന്ന് പറയുമ്പോൾ അപ്പറിലോട്ട് കൺവേർട്ട് ചെയ്യുക, അപ്പർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യുക. ടു ലോവർ എന്ന് പറഞ്ഞാൽ ലോവർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഇത്രയും ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ആണ് നമുക്കുള്ളത്. ഇത്രയും ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടാവണം. നമുക്ക് പല രീതിയിൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും. അപ്പൊ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ടെക്സ്റ്റിലുള്ള ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാം നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടാവണം. അതുപോലെ തന്നെ റൈറ്റും പുട്ടും തമ്മിലുള്ള ഡിഫറൻസും എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചേക്കാം. നെക്സ്റ്റ് കേട്ടോ, ഇനിയുള്ളത് യൂസർ ഡിഫൈൻ ഫംഗ്ഷൻസ് ആണ്. യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ എന്താ പറയാ, യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ. ഇവിടെ നമ്മളാണ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ വരുമ്പോൾ അതിനെങ്ങനെ ഡിക്ലെയർ ചെയ്യാം? ഡാറ്റ ടൈപ്പ് കൊടുക്കും, ഫംഗ്ഷൻ നെയിം കൊടുക്കും, ആൻഡ് ആർഗ്യുമെന്റ് ലിസ്റ്റ് കൊടുക്കും. ഓക്കെ, ഡാറ്റ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ആർഗ്യുമെന്റ് ലിസ്റ്റ്. ഈ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു യൂസർ ഡിഫൈൻ ഫംഗ്ഷനിൽ രണ്ട് ആളുകളാണ് ഉണ്ടാവുക. ഒന്ന് ഫംഗ്ഷൻ ഡെഫിനിഷൻ ഉണ്ടാവും, പിന്നെ ഒന്ന് ഫംഗ്ഷൻ കോളിംഗ് ഉണ്ടാവും. ഇതെന്താണ് മക്കളെ? ഫംഗ്ഷൻ ഡെഫിനിഷൻ ആണ്. ഓക്കെ, ഇതിനെന്താ പറയാ? ഫംഗ്ഷൻ ഡെഫിനിഷൻ ആണ്. ആൻഡ് ഫംഗ്ഷൻ കോൾ വരുന്ന സമയത്ത് നമുക്ക് ഡാറ്റ ടൈപ്പോ കാര്യങ്ങളൊന്നും വേണ്ട. എന്ത് മാത്രം മതി? ഫംഗ്ഷൻ നെയിമും അതിന്റെ ആർഗ്യുമെന്റ് ലിസ്റ്റും മാത്രം നമുക്ക് യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വേണമെന്ന് ഒരു യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ ആണ്. എന്താണ്? യൂസർ വോയിഡ് സേ വെൽക്കം എന്ന് കൊടുത്തിട്ട് സി ഔട്ട് വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഫംഗ്ഷൻ. ഇവിടെ എന്താണ്? സേ വെൽക്കം എന്നുള്ള വേർഡ് ഞാൻ എവിടെയൊക്കെ യൂസ് ചെയ്താൽ അവിടെയൊക്കെ എന്ത് ചെയ്യും? ഈ ഒരു കേസ് നമുക്ക് ഇങ്ങനെ പ്രിന്റ് ചെയ്ത് കാണിക്കും. നമ്മൾ എന്താണ്? സി ഔട്ട് വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യേണ്ട കേസില്ല. ഇതൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തേക്കാണ്. ആൻഡ് എവിടെയൊക്കെ ഞാൻ സേവ് എന്ന് പറഞ്ഞ് റിപ്പീറ്റ് ആയിട്ട് യൂസ് ചെയ്താലും അതെന്ത് ചെയ്യും? നമുക്കത് കാണിച്ചു തന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇനിയുള്ള ഒരു കേസ് എന്ന് പറയുന്നതാണ് ആർഗ്യുമെന്റിൽ രണ്ട് ടൈപ്പ് ഓഫ് ആർഗ്യുമെന്റ്സ് ഉണ്ട്. ഫോർമലും ഉണ്ട്, ആക്ച്വലും ഉണ്ട്. എന്താണ് ഫോർമൽ ആർഗ്യുമെന്റ്, എന്താണ് ആക്ച്വൽ ആർഗ്യുമെന്റ് എന്ന് കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഫോർമലും ആക്ച്വലും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ദ വേരിയബിൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ, നിങ്ങളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന ആളാണ് എന്ത്? ഫോർമൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ആക്ച്വൽ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫംഗ്ഷൻ നിങ്ങൾ കോൾ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ആളെയാണ് എന്ത് പറയാ? ആക്ച്വൽ ആർഗ്യുമെന്റ് എന്ന് പറയാം. ഓക്കെ, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോഴാണെങ്കിൽ ഫോർമൽ ആർഗ്യുമെന്റ്, ആൻഡ് ഫംഗ്ഷൻ കോളിംഗ് ആണെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്നതാണ് ആക്ച്വൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് നമുക്ക് രണ്ട് ടൈപ്പിൽ നമുക്ക് ഫംഗ്ഷൻസിനെ കോൾ ചെയ്യാൻ പറ്റും. അത് കോൾ ബൈ വാല്യൂ മെത്തേഡും കോൾ ബൈ റെഫറൻസ് മെത്തേഡും. ഈ രണ്ട് കാര്യം നേരത്തെ പറഞ്ഞ കേസും ഈ കേസും എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിട്ടുണ്ടാവണം. കോൾ ബൈ വാല്യൂ മെത്തേഡും കോൾ ബൈ റെഫറൻസ് മെത്തേഡും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കേസ് നോക്കളെ? ഞാൻ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്തു? രണ്ട് ആർഗ്യുമെന്റ്സിനെ കൊടുത്തു. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ രണ്ട് ആർഗ്യുമെന്റ്സിനെ കൊടുത്തു. കോൾ ബൈ വാല്യൂ മെത്തേഡ് ആണെങ്കിൽ ഈ 4 പേർക്കും എന്തുണ്ടാവും? 4 മെമ്മറി ലൊക്കേഷൻസ് ഉണ്ടാവും. ഓക്കെ, 4 പേർക്ക് എന്തുണ്ടാവും? 4 മെമ്മറി ലൊക്കേഷൻസ് ഉണ്ടാവും. അതായത് ഇവിടെ നിന്നുള്ള വാല്യൂനെ എയിലോട്ട് പാസ് ചെയ്യും. ഇവിടെ ഉള്ള വാല്യൂന് എന്താണ്? ഫംഗ്ഷൻ ഡെഫിനിഷൻ ആണ്. ഇവിടെ ഡെഫൈൻ ചെയ്തതാണ്, ഇവിടെ കോൾ ചെയ്തതാണ്. കോൾ ചെയ്യുമ്പോൾ അവിടെ കൊടുക്കുന്ന വാല്യൂസിന് എന്ത് ചെയ്യും? ഇതിന്റെ ഉള്ളിലോട്ട് എക്കും ബിയിലോട്ട് എന്ത് ചെയ്യും? പാസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അവിടെ 4 പേർക്കും 4 മെമ്മറി ലൊക്കേഷൻസ് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഓരോരുത്തർക്കും ഓരോ മെമ്മറി ലൊക്കേഷൻസ് ഉണ്ടാവും. ഓക്കെ, ഇനി ഫംഗ്ഷൻ എന്താണ്? കോൾ ബൈ റെഫറൻസ് മെത്തേഡിലാണ് വരുന്നതെങ്കിൽ ഇവിടെ നമുക്ക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു മെമ്മറി കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ്? മെമ്മറി കൊടുക്കണമെന്ന് വിചാരിക്കുക. പക്ഷെ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഫംഗ്ഷൻ റെഫറൻസിൽ ഇങ്ങനെയാണ്, ആംപർസൻഡ് സിമ്പിൾ ഇട്ടിട്ടാണ് എഴുതാം. അപ്പോൾ ഇവിടുത്തെ കേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എയും ബിയും ഇരിക്കുന്നത്, അതായത് ഈ എ ഇരിക്കുന്നതും ഫംഗ്ഷൻ കോൾ ചെയ്തപ്പോൾ ആംപർസൻഡ് ബി ഇരിക്കുന്നതും ഒരേ മെമ്മറിയില്ല. രണ്ടുപേരും എന്ത് ചെയ്യും? മെമ്മറി ഷെയർ ചെയ്യും. ഇവിടെയും എന്ത് ചെയ്യും? രണ്ടുപേരും ഒരേ മെമ്മറി ഷെയർ ചെയ്യും. ഓക്കെ, ഇതിനെയാണ് കോൾ ബൈ റെഫറൻസ് എന്നത്. ഇവിടെ എന്താണ്? രണ്ടുപേരും മെമ്മറി ഷെയർ ചെയ്യും. ഇവിടെ എന്താണ്? രണ്ടുപേരും മെമ്മറി ഷെയർ ചെയ്യില്ല. ഓരോരുത്തർക്കും ഓരോ മെമ്മറീസ് ഉണ്ടാവും. ഇവിടെ എന്താണ്? ഫസ്റ്റ് കേസിലിരിക്കുന്ന ആളുകളെല്ലാം ഒരു മെമ്മറി ഷെയർ ചെയ്യും. സെക്കൻഡ് കേസിലിരിക്കുന്ന ആളുകളെല്ലാം ഒരു മെമ്മറി ഷെയർ ചെയ്യും. അതിനെയാണ് കോൾ ബൈ റെഫറൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോടാ? ഓക്കെ, ഇപ്പൊ ഇവിടെ എന്താണ്? ഓർഡിനറി വേരിയബിൾസ് ആർ യൂസ്ഡ് ആസ് എ ഫോർമൽ ആർഗ്യുമെന്റ് പാരാമീറ്റേഴ്സ്. ഇവിടെ എന്താണ്? റെഫറൻസ് വേരിയബിൾസ് ആർ യൂസ്ഡ് ആസ് എ ഫോർമൽ പാരാമീറ്റർ. റെഫറൻസ് വേരിയബിൾ, അതായത് ഇങ്ങനെയുള്ള വേരിയബിൾസിനാണ് നമ്മൾ റെഫറൻസ് വേരിയബിൾ, അതാണ് നമ്മൾ അങ്ങോട്ട് പാസ് ചെയ്യുക. ആക്ച്വൽ പാരാമീറ്റർ മേ ബി കോൺസ്റ്റന്റ് വേരിയബിൾ ഓർ എക്സ്പ്രഷൻസ്. ഇവിടെ എന്താണ്? ആക്ച്വൽ പാരാമീറ്റർ ബി വേരിയബിൾ ഓൺലി. പാരാമീറ്റേഴ്സ് എന്നാൽ ആക്ച്വൽ എന്താണ്? വേരിയബിൾ മാത്രമേ പറ്റുള്ളൂ. ദ ചേഞ്ച് മെയ്ഡ് ഇൻ ദ ഫോർമൽ ആർഗ്യുമെന്റ് ഡു നോട്ട് റിഫ്ലക്ട് ഇൻ ദ ആക്ച്വൽ ആർഗ്യുമെന്റ്. ഇവിടെ എന്താണ്? ഒരു ഫോർമൽ ആർഗ്യുമെന്റിൽ നിങ്ങൾ എന്തെങ്കിലും ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ആക്ച്വൽ ആർഗ്യുമെന്റ് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. പക്ഷേ ഇവിടെ എന്താണ്? ദ ചേഞ്ച് മെയ്ഡ് ഇൻ ഫോർമൽ ആർഗ്യുമെന്റ് ഡു റിഫ്ലക്ട് ഇൻ ദ ആക്ച്വൽ ആർഗ്യുമെന്റ്. ഇവിടെ ഫോർമലിന്റെ ഉള്ളിൽ നിങ്ങൾ എന്തെങ്കിലും ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ അത് ആക്ച്വലിലും എന്ത് വരും? വ്യത്യാസം വരുത്തും. കാരണം എന്താ?
ഇവിടെ ഇവരെന്താണ് ഒരേ മെമ്മറിയാണ് ഷെയർ ചെയ്യുന്നത്, അതിന്റെ വലിയ ഡിഫറൻസ് ഉണ്ടാവും. അവിടെ പല മെമ്മറി ഷെയർ ചെയ്ത് പലർക്കും പല മെമ്മറി ഉള്ളതിന്റെ പേരിൽ അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. എക്സ്ക്ലൂസീവ് മെമ്മറി അലോക്കേഷൻ ഇസ് റിക്വയർഡ്. ഇവിടെ എന്താണ് മെമ്മറി അലോക്കേഷൻ മെമ്മറി ഓഫ് ആക്ച്വൽ ആർഗ്യുമെന്റ് ഇസ് ഷെയർഡ് ബൈ ദ ഫോർമൽ ആർഗ്യുമെന്റ്. ആക്ച്വൽ ആർഗ്യുമെന്റ് മെമ്മറി എന്താണ് ഫോർമൽ ആർഗ്യുമെന്റ് മെമ്മറി എന്ത് ചെയ്യും ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ഈ ഡിഫറൻസ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലോക്കൽ വേരിയബിൾ ആൻഡ് ഗ്ലോബൽ വേരിയബിൾ ആൻഡ് ലോക്കൽ ഫംഗ്ഷൻ ഓർ ഗ്ലോബൽ ഫംഗ്ഷൻ ആണ്. എന്താണ് ലോക്കൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്താണ് ഗ്ലോബൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്താണ് ലോക്കൽ വേരിയബിൾ എന്താണ് ഗ്ലോബൽ വേരിയബിൾ എന്നാണ് എന്ത് നോക്കുന്നത്. അപ്പോ ലോക്കലും ഗ്ലോബലും നോക്കി കഴിഞ്ഞാൽ വേരിയബിൾസിൽ എന്താണ് ഇത് ചോദിക്കൂടാ. ലോക്കൽ വേരിയബിളും ഗ്ലോബൽ വേരിയബിളും റിപ്പീറ്റ് ലോക്കൽ ഫംഗ്ഷൻ ഗ്ലോബൽ ഫംഗ്ഷൻ കണ്ടിട്ടില്ല, പക്ഷെ ലോക്കൽ വേരിയബിൾ എന്താണ് ഗ്ലോബൽ വേരിയബിൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ലോക്കൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ ഞാൻ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിന്റെ ഉള്ളിലായിട്ട് ഞാനൊരു വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ ലോക്കലാ. ആ ഫംഗ്ഷൻ ഡിഫൈനേഷന്റെ ഉള്ളിൽ മാത്രമേ ആ ഫംഗ്ഷൻ ഡെഫിനേഷന്റെ ഉള്ളിൽ മാത്രമേ ആ ഒരു വേരിയബിൾ ഉള്ളൂ. ആ വേരിയബിളിൽ ഞാൻ ഫംഗ്ഷന്റെ പുറത്ത് എവിടെയെങ്കിലും വെച്ച് യൂസ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നടക്കില്ല. ആ ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ. ഗ്ലോബൽ ആണെങ്കിൽ ആ വേരിയബിൾ ഗ്ലോബൽ വേരിയബിൾ ആണ് ഡിക്ലെയർ ചെയ്തേക്കുന്നത്. അതിനെന്താണ് ത്രൂ ഔട്ട് ദ പ്രോഗ്രാം എവിടെ വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതിനാണ് ഗ്ലോബൽ വേരിയബിൾ എന്ന് പറയുന്നത്. ലോക്കൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ പോർഷനിൽ മാത്രം ആക്സസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ലോക്കൽ ഫംഗ്ഷൻ. ത്രൂ ഔട്ട് പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അതിനെന്ത് പറയാം നമുക്ക് ഗ്ലോബൽ ഫംഗ്ഷൻ എന്ന് പറയാം. ക്ലിയർ അല്ലാതെ ഈ 3 ചാപ്റ്റർ? ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ ഒരു 10 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തോ, എന്നിട്ട് എന്ത് ചെയ്യാം ഈ 3 ചാപ്റ്റേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ചെയ്യാം. തിരിച്ചൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ മക്കളെല്ലാവരും തിരിച്ചോടാ. നമുക്ക് പയ്യ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടാ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഇൻസേർഷൻ ഓപ്പറേറ്റർ ഇൻ C++ ഈസ്. ഇതിൽ ഏതാ ഇൻസേർഷൻ ഓപ്പറേറ്റർ? ഏതാ? 3 or 4? 3 ആണോ 4 ആണോ? 4 ആണ്. അപ്പൊ ഈ 3യോ ഇൻസേർഷൻ ആണ്. ഇങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ? 1 ആണോ 2 ആണോ ഇൻസേർഷൻ? സി ഇൻഡ് കൊടുക്കുമ്പോ ഇതിൽ ഏതാ വരാ? ഇതാണോ വരാ? 2 അല്ലേ വരാ? സി ഇൻഡ് വരുമ്പോ ഏതാണോ യൂസ് ചെയ്യാ? ഇതാണ് യൂസ് ചെയ്യുക. സി ഔട്ട് വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇത് യൂസ് ചെയ്യുക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേടാ? ഓക്കെ, നെക്സ്റ്റ് ഇട്ടോ. അടുത്തത് ദ ലാസ്റ്റ് സബ്സ്ക്രിപ്റ്റ് ഇൻ ആൻ അറേ A5 ഈസ്. A5 എന്ന് പറഞ്ഞ അറേയുടെ ലാസ്റ്റ് സബ്സ്ക്രിപ്റ്റ് എന്തായിരിക്കും? A5 എന്ന് പറയുന്ന ഒരു അറേയുടെ ലാസ്റ്റ് സബ്സ്ക്രിപ്റ്റ് എന്തായിരിക്കും? 4 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിന്റെ എന്തായിരിക്കും നമുക്ക് കിട്ടുക? വാല്യൂ 4 എന്നായിരിക്കും നമുക്ക് കിട്ടുക. അടുത്ത പോയിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വേരിയബിൾ ഇൻ ഫങ്ഷൻസ് ആർ കോൾഡ് ഡാഷ് പാരാമീറ്റേഴ്സ്. ഒരു ഫങ്ഷൻസിലുള്ള വേരിയബിൾസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡാഷ് പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ആക്ച്വൽ ആണോ ഫോർമൽ ആണോ അതോ ഡമ്മി ആണോ? ഫംഗ്ഷൻ കോൾ ആണ് കേട്ടോ മക്കളെ. വേരിയബിൾ ഇൻ ഫംഗ്ഷൻ കോൾ ഏതാ വരാ? 1 or 2, 3 ഏതാ വരാ? ഫംഗ്ഷൻ കോൾ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും വരാ? നമുക്ക് ആക്ച്വൽ ആയിരിക്കും വരാ. ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്നായിരുന്നെങ്കിൽ നമുക്ക് എന്തായിരുന്നു വരാ? ഫോർമൽ എന്നായിരിക്കും വരാം. ഓക്കെ, ഇവിടെ ഫംഗ്ഷൻ കോൾ എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതാ വരാ? ആക്ച്വൽ എന്നായിരിക്കും നമുക്ക് വരാം. നെക്സ്റ്റ് വേണമെന്ന് ചോദിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിനോട്ട്സ് ദ കണ്ടീഷൻ ഓപ്പറേറ്റർ ഇൻ C++? C++ലെ കണ്ടീഷൻ ഓപ്പറേറ്റർ ഡിനോട്ട് ചെയ്യുന്നത് ആരാണ്? ആരാ ഇതില്? ഇത് ലോജിക്കൽ ഓപ്പറേറ്റർ ആണ് വരാ. ലോജിക്കൽ ആൻഡ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതെന്താണ്? ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ആണ്. ഇവിടെ എന്താണ്? ഇത് ജസ്റ്റ് ആ ഒരു സിമ്പിൾ നമുക്ക് യൂസ് ചെയ്യേണ്ടതില്ല. കണ്ടീഷണൽ ഓപ്പറേറ്ററിന്റെ ഏതാ വരാ? ഈ ഒരു സിമ്പിളാണ് നമ്മളുടെ കണ്ടീഷണൽ ഓപ്പറേറ്റർ. രണ്ടാമത്തെ ആണ് നമ്മളുടെ കണ്ടീഷണൽ ഓപ്പറേറ്ററിന്റെ സിമ്പിൾ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നതാണ് വിച്ച് അമോങ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഫോർ അറേ ട്രാവേഴ്സൽ. അറേ ട്രാവേഴ്സലിൽ എക്സാമ്പിൾ അല്ലാത്തത് ഇതിൽ ഏതാന്ന് ചോദിച്ചേക്കുന്നത്? നോട്ട് ആൻ എക്സാമ്പിൾ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഫൈൻഡിങ് ദ സം ഓഫ് ഓൾ എലമെന്റ്സ്, ഡിസ്പ്ലേ ദ ഫസ്റ്റ് എലമെന്റ്, ആക്സസിങ് ഓൾ എലമെന്റ്സ്. ആക്സസിങ് ഓൾ എലമെന്റ്സ് ഏതാ വരാ? ഏതാടാ വരാ? ഏതാണ്? 1, 2, 3 എക്സാമ്പിൾ അല്ലാത്തത്. ഇവിടെ നമുക്ക് വരുമ്പോ ഫൈൻഡിങ് സം ഓഫ് ഓൾ എലമെന്റ്സ്. ഫൈൻഡിങ് സം ഓഫ് ഓൾ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാ? അറയിലുള്ള എല്ലാ എലമെന്റ്സിനെയും കൂടിയാണ് സം ചെയ്യുന്നത്. അപ്പൊ എല്ലാ എലമെന്റ്സിനെയും നിങ്ങൾ ആക്സസ് ചെയ്യുന്നുണ്ട്.
ആൻഡ് ആക്സെപ്റ്റിംഗ് ഓൾ എലമെന്റ്സ്. ആക്സെപ്റ്റിംഗ് ഓൾ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, എല്ലാ എലമെന്റ്സിനെ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ എല്ലാത്തിനെയും ആക്സസ് ചെയ്യുന്നുണ്ട്. ആൻഡ് സെക്കൻഡ് വൺ ഡിസ്പ്ലേ ദ ഫസ്റ്റ് എലമെന്റ്. ഒരു എലമെന്റ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്പ്ലേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിൽ ട്രാവേഴ്സിന് എക്സാമ്പിൾ അല്ലാത്തത് എന്ന് പറയുമ്പോൾ ഏത് നമുക്ക് വരുള്ളൂ, ഒരു എലമെന്റ് ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രാവേഴ്സിലാവോ? ട്രാവേഴ്സ് എന്ന് പറയുന്നത് ആക്സസിങ് ഈച്ച് എലമെന്റ് ഓഫ് എന്ന് അറിയണം. ഓരോ എലമെന്റ് നമ്മൾ ആക്സസ് ചെയ്യണം. ഇവിടെ ഒരെണ്ണത്തിന് മാത്രമേ. അപ്പൊ എന്താണ് വരാം, ഓപ്ഷൻ ബി ആണ് നമുക്ക് വരാം. ക്ലിയർ അല്ലാടാ? ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് പോവാം. അടുത്ത് വാട്ട് വുഡ് ബി ദ അപ്രോപ്രിയേറ്റ് ഡാറ്റ ടൈപ്പ് ടു സ്റ്റോർ ദ ഫോളോയിങ്. അതായത് ഇതിൽ ഓരോന്നിനും സ്റ്റോർ ചെയ്യേണ്ട കറക്റ്റ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്സുകൾ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് പറഞ്ഞത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് റൂം. ഒരു ക്ലാസ് റൂമിലെ സ്റ്റുഡൻസിന്റെ നമ്പർ അത് എപ്പോഴും എന്തായിരിക്കുള്ളൂ, ഇന്റിജർ ടൈപ്പ് ആയിരിക്കുള്ളൂ. അപ്പൊ ഇതിനാരായിരിക്കും യൂസ് ചെയ്യുക, ഇന്റ് ആയിരിക്കും യൂസ് ചെയ്യുക. ആൻഡ് ഏജ് ഓഫ് എ സ്റ്റുഡന്റ്, ഒരു സ്റ്റുഡന്റിന്റെ ഏജ് അത് എപ്പോഴും എന്തായിരിക്കുള്ളൂ, ഇന്റിജർ ആയിരിക്കും. അപ്പൊ ഇത് എന്ത് തന്നെയായിരിക്കും, ഇന്റ് ആയിരിക്കും യൂസ് ചെയ്യുക. ആൻഡ് ആവറേജ് മാർക്ക് ഓഫ് എ സ്റ്റുഡന്റ്, ഒരു സ്റ്റുഡന്റിന്റെ ആവറേജ് മാർക്ക് എടുക്കുമ്പോൾ അവിടെ പോയിന്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ആരെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ഫ്ലോട്ടേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ദ ലെറ്റർ എം സിംഗിൾ കോട്ട്സിലാണ്. സിംഗിൾ കോട്ട്സിലാണെങ്കിൽ നമ്മൾ ആരെ യൂസ് ചെയ്യുക, ക്യാരനാണ് യൂസ് ചെയ്യുക. ക്ലിയർ അല്ലാടാ? ഓക്കെ അല്ലേ? ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് അടുത്തിട്ടോ എന്താണ്, ഫൈൻഡ് ദ മെമ്മറി അലോക്കേഷൻ ഫോർ ദ ഫോളോയിങ്. ഓരോന്നിന്റെ മെമ്മറി അലോക്കേഷൻ എത്രയെന്ന് ചോദിച്ചേക്കുന്നത്. ഇവിടെ എന്ന് പറയുന്നത് ഡബിള് ലിസ്റ്റ് 8, ഒരു അറയാണ് തന്നേക്കുന്നത്, ഡബിൾ ആണ് തന്നേക്കുന്നത്. അപ്പൊ അറയുടെ സൈസ് 8 ആണ്. ആൻഡ് ലിസ്റ്റിന്റെ സൈസ് നമ്മൾ അറേ സൈസ് കൊടുക്കുന്നത് 8 ആണ്. മെമ്മറി സൈസും അറയുടെ സൈസും നോക്കി 8 × 8 എത്ര ആയിട്ടാ നമുക്ക് 64 വരും. ഇവിടെ എന്താണ്, ഇൻറ്റു സ്കോർ 5 എന്നാണ് കൊടുത്തത്. അപ്പൊ ഇന്ത്യ എന്ന് പറയുമ്പോൾ 4 bytes, സ്കോർ 5, അതായത് സൈസ് കൊടുത്തത് 5 ആണ്. 4 × 5 എന്ന് പറയുന്നത് നമുക്ക് 20 കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സൈസ് കൊടുക്കുക. ക്ലിയർ അല്ലാതെ മക്കളെ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് കേട്ടോ, അടുത്ത് ലിസ്റ്റ് ടൈപ്പ് ഓഫ് മോഡിഫയേഴ്സ് ഇൻ C++. C++ലെ മോഡിഫയേഴ്സ് പലതവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 4 മോഡിഫയേഴ്സ് ആണ് ഉള്ളത്. ആരൊക്കെയാണ്? സൈൻഡ്, അൺസൈൻഡ്, ലോങ്, ഷോർട്ട്. ഇത്രയാണ് നമ്മളുടെ ടൈപ്സ് ഓഫ് മോഡിഫയേഴ്സ് വരുന്നത്. ഓർത്ത് വെച്ചേക്കണം, ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. സൈൻഡ്, അൺസൈൻഡ്, ലോങ്, ഷോർട്ട്, ഇത് മൂന്നും കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കാം. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അടുത്ത് കേട്ടോ, ഗിവ് ഇൻറ്റ് ബി ഈക്വൽ ടു 10, 20, 15, 30. ഓക്കെ, നമുക്ക് എന്ത് പറയുന്നുണ്ട്, ജസ്റ്റ് ഒരു അറയിലോട്ട് എന്ത് ചെയ്യാണ്, വാല്യൂസിനെ ആക്സെപ്റ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോ വാല്യൂസിനായിട്ട് ഒരു അറയിലോട്ട് നമ്മൾ ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗിവ് ദ ഔട്ട്പുട്ട് ഫോർ സി ഔട്ട് ബി 0. ഓക്കെ, സൈസ് 0. അപ്പൊ 0th സി ഔട്ട് ബി 0 എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്ന് ചോദിച്ചത്. സി ഔട്ട് ബി 0 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക, ഔട്ട്പുട്ട് 10 എന്നായിരിക്കും കിട്ടുക. 0th പൊസിഷനിൽ 10 ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സി ഔട്ട് ബി 0 പ്ലസ് ബി 2. ബി 0 എന്ന് പറഞ്ഞാൽ 0th പൊസിഷനിലുള്ളത്. ആ ബി 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് പൊസിഷനിലുള്ളത്. സെക്കൻഡ് പൊസിഷനിലുള്ളത് ആരാണ്, 15 ആണ്. 0th പൊസിഷനിൽ 10 ആണ്. അപ്പോൾ 10 + 15 ആയിരിക്കും നമുക്ക് എന്ത് വരാം, ഔട്ട്പുട്ടിലോട്ട് വരാം. 10 + 15 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 25 കിട്ടും. ആൻഡ് നെക്സ്റ്റ് വൺ പറയുന്നത് സി ഔട്ട് B1 + 3. B1 + 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പൊസിഷനിലുള്ള ആൾ. ആരുടെ ഫസ്റ്റ് പൊസിഷനിൽ ഇരിക്കുക, 20 ആണ്. അതിന്റെ കൂടെ 3 ആഡ് ചെയ്യുക. അപ്പൊ എത്ര കിട്ടും നമുക്ക് ഔട്ട്പുട്ട്, 23. ഇങ്ങനെയായിരിക്കും നമ്മളുടെ ഔട്ട്പുട്ട്സ് കിട്ടുക. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് കിട്ടും. അടുത്തെന്താണ്, റീറൈറ്റ് ദ ഫോളോയിങ് കോഡ് യൂസിങ് വൈൽ ലൂപ്പ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ച് കാണാറ് ഈ ഫോർ ലൂപ്പും വൈൽ ലൂപ്പിലൊക്കെ. എന്താ പറയുന്നത്, ഒരു ഫോർ ലൂപ്പ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതിനെ എന്തിലോട്ട് മാറ്റണോ മക്കളെ, ഏതിലോട്ട് മാറ്റണം, വൈൽ ലൂപ്പിലോട്ട് മാറ്റണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനീഷ്യലൈസേഷൻ എടുത്ത് പുറത്തിടുക. i = 1 എന്ന് എടുത്ത് സ്റ്റാർട്ടിങ്ങിൽ എഴുതാം. എന്നിട്ട് എന്ത് കൊടുക്കുക, 4ന് പകരം ആരെ കൊടുക്കുക, വൈൽ കൊടുക്കുക. വൈലിന്റെ ബ്രാക്കറ്റിൽ എന്ത് ചെയ്യുക, i ≤ 5 കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്താ, സി ഔട്ട് /n കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, i കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക, ++i. ആ രീതിയിൽ വേണം എഴുതാനായിട്ട്. നെക്സ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സർ. അതാ ഇങ്ങനെ ഇരിക്കും. നമുക്ക് ISI 1 കൊടുക്കും. വൈൽ i ≤ 5 വരും. എന്നിട്ട് എന്താണ്, ബോഡി ഓഫ് ലൂപ്പ് എഴുതി സി ഔട്ട് /n i കൊടുത്തു. അതിന്റെ ++i എന്ന് പറഞ്ഞു കൊടുത്തു. ക്ലിയർ ആണോടാ? ഓക്കെ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, അടുത്തിട്ടു ഡിഫൈൻ മോഡുലാർ പ്രോഗ്രാമിംഗ്. റൈറ്റ് എനി 2 അഡ്വാൻറ്റേജസ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ്. എന്താണ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് എഴുതാ. അതിന്റെ ഏതെങ്കിലും 2 അഡ്വാൻറ്റേജസ് എഴുതാനാണ് നമ്മളോട് പറയുന്നത്. എന്താണ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ, മോഡുലാർ പ്രോഗ്രാമിംഗ് ഈസ് ദ പ്രോസസിംഗ് ഓഫ് ബ്രേക്കിംഗ് എ ലാർജ് പ്രോഗ്രാം ഇൻടു സ്മോൾ സബ് പ്രോഗ്രാംസ്. ഓക്കെ, നെക്സ്റ്റ് ഒന്നിട്ട് സർ. മോഡുലാർ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ പ്രോസസിംഗ് ഓഫ് ബ്രേക്കിംഗ് ഓഫ് ലാർജ് പ്രോഗ്രാം ഇൻടു സ്മോളർ സബ് പ്രോഗ്രാം. സർ ഇൻറ്റു i എന്ന് വേണ്ടേ? ഓക്കെ, ഇൻറ്റു i എന്ന് പറഞ്ഞു. ഓക്കെ, നേരത്തെ ക്വസ്റ്റ്യൻ ആണോ? നേരത്തെ ഒന്നുണ്ട് സർ മക്കളെ, നേരത്തെ അല്ല, തൊട്ടുമ്പോ
ഇവിടുത്തെ കേസിലുണ്ടല്ല ഇന്റ് ഐ എന്ന് പറഞ്ഞ് നമ്മൾ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഈ ഒരു പ്രോഗ്രാമിനെ നേരെ എന്തിലോട്ട് മാറ്റാനാ പറഞ്ഞേക്കുന്നത്, ഇതിലോട്ട് വൈലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് പറയുന്നത്. ഇനീഷ്യലൈസേഷൻ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇൻഡിജർ റെപ്രസെന്റ് ചെയ്യണമെന്നില്ല. ഓക്കെ, സെറ്റ് അല്ലേ? നമ്മൾ അല്ലെങ്കിൽ ഐ ഒക്കെ ഇന്ത്യ, ഇവിടെയും എന്ത് വേണം, ഇന്ത്യ ഐ എന്ന് വേണം. കാരണം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നേരത്തെ ഐനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പ്രോഗ്രാമിന്റെ ഒരു ചെറിയ പോർഷൻ മാത്രമേ തന്നിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കൊടുത്തേക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പിന്നെ അതിന്റെ അഡ്വാൻറ്റേജ് ആണ് റെഡ്യൂസ് ദ സൈസ് ഓഫ് ദ പ്രോഗ്രാം, റെഡ്യൂസ് ദ പ്രോഗ്രാം കോംപ്ലക്സിറ്റി, ലെസ് ചാൻസ് ഓഫ് എറർ, റീയൂസബിലിറ്റി. ഇത്രയുമാണ് നമ്മളുടെ എന്ത് വരാം അഡ്വാൻറ്റേജ് വരാം. ഇതിൽ ഏതെങ്കിലും 2 എഴുതാൻ മതി, 2 എഴുതിയാൽ മതി, എല്ലാം എഴുതുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് എ C++ പ്രോഗ്രാം ടു ഇൻപുട്ട് 2 numbers ആൻഡ് ഫൈൻഡ് ദെയർ നമ്പർ. എന്താണ് സിമ്പിൾ ആയിട്ട് പ്രോഗ്രാം ചോദിച്ചേക്കെ? എന്ത് എഴുതാ, ഒരു C++ പ്രോഗ്രാം എഴുതാ. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? 2 numbers ഇൻപുട്ട് ചെയ്യണം, അതിന്റെ സമ്മ കണ്ടുപിടിക്കണം. എന്താ ചെയ്യുക, ഇന്റ് നമ്മൾ കൊടുക്കുക, ഏതെങ്കിലും 3 വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ 2 വേരിയബിളിനെ തമ്മിൽ യൂസറിന്റെ 2 വേരിയബിൾ വാങ്ങിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, 2 വേരിയബിളോട്ട് അസൈൻ ചെയ്യുക. അതിന്റെ 2നെ സമ്മ കണ്ടുപിടിച്ച് 3ാമത്തെ വേരിയബിളോട്ട് കൊടുക്കുക. സി ഔട്ട് ആ സമ്മ കൊടുത്ത് ആ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അടുത്തൊന്ന് കാണിച്ച് എങ്ങനെ വരാം, #= യൂസ്ട്രീം യൂസിംഗ് നെയിംസ് std ഇന്ത്യ മെയിൻ കൊടുത്തു. 3 വേരിയബിളെ ഡിക്ലെയർ ചെയ്തു. 2 വേരിയബിൾ അടിക്കാൻ യൂസറുടെ അടുത്ത് പറഞ്ഞു. ആ വേരിയബിളിനെ നമ്മൾ സീന്ന് വെച്ചിട്ട് 2 വേരിയബിളിലോട്ട് ആഡ് ഓൺ ചെയ്തു. ആ 2 വേരിയബിളിലെ സമ്മ് കണ്ടുപിടിച്ചിട്ട് എസ് എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, സി ഔട്ട് സം എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇതിലോട്ട് വാല്യൂനെ സമ്മ് ചെയ്ത് കാണിക്കാം. ബേസിക് ആണ്, ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ അത് കിട്ടുന്നുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ C++ ബിൽറ്റർ ഫംഗ്ഷൻസ് ഫോർ ഈച്ച് ഓഫ് ദ ഫോളോയിങ്. ഓരോന്നിന്റെയും C++ ബിൽറ്റർ ഫംഗ്ഷൻസ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താ, ടു കൺവേർട്ട് ബി ടു ബി. ഇവിടെ എന്ത് ചെയ്തേക്കുന്നത്, സ്മോളസ്റ്റ് ബിനെ ക്യാപിറ്റൽ ലെറ്റർ ബിയിലോട്ട് മാറ്റി. അതിന് ഏത് ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ് യൂസ് ചെയ്യുക, സ്മോൾ ലെറ്ററിനെ ക്യാപിറ്റലിലോട്ട് ആകറ്റാനായിട്ട് ടു അപ്പർ. ഏതാ യൂസ് ചെയ്യാടാ, ടു അപ്പർ ആണ് നമ്മൾ യൂസ് ചെയ്യുക. അടുത്ത എന്താണ് ചോദിച്ചത്, ടു ഫൈൻഡ് ദ നമ്പർ ഓഫ് ക്യാരക്ടർ ഇൻ സ്ട്രിംഗ്. ഒരു സ്ട്രിംഗിലെ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് കണ്ടുപിടിക്കാൻ ഏതാണ് നമ്മൾ യൂസ് ചെയ്യുക, ലെങ്ത് ഓഫ് സ്ട്രിംഗ് ആണ്. അപ്പൊ എന്താണ്, str ആണ് നമ്മൾ യൂസ് ചെയ്യുക. അടുത്തത് ടു ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 25. സ്ക്വയർ റൂട്ട് ആണ്. സ്ക്വയർ റൂട്ട് ആണെങ്കിൽ നമ്മൾ ആരെ യൂസ് ചെയ്യുക, SQRT നെയാണ് യൂസ് ചെയ്യുക. ആരെ യൂസ് ചെയ്യുക, SQRT. അടുത്തത് വെച്ചാൽ ടു അപ്പെൻഡ് ഓർ കോൺകാറ്റിനേറ്റ് എ സ്ട്രിംഗ് ടു അനദർ. എന്താണ്, 2 സ്ട്രിംഗുകളെ തമ്മിൽ കമ്പൈൻ ചെയ്യാനായിട്ട് എന്താ യൂസ് ചെയ്യുക, strcat. അതാണ് നമ്മൾ യൂസ് ചെയ്യുക. ടു ചെക്ക് വെദർ ദ ഗിവൺ ക്യാരക്ടർ ഈസ് ആൽഫ ന്യൂമറിക് ഓർ നോട്ട്. ആൽഫ ന്യൂമറിക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ. ആരാണ്, ആൽഫ ന്യൂമറിക് ഈസ് ആൽനം. ആൽഫ ന്യൂമറിക് എന്ന് പറഞ്ഞാൽ ഈസ് ആൽനം ആണ്. ഇനി ടു കമ്പയർ 2 സ്ട്രിംഗ്സ്. 2 സ്ട്രിംഗുകളെ തമ്മിൽ കമ്പയർ ചെയ്യാൻ 2 പേരെ യൂസ് ചെയ്യും. ടു CMPയും strCMPയും strCMP ഐയും 2 പേരാണ് യൂസ് ചെയ്യുക, strCMP ആൻഡ് CMPI. ഓക്കെ, നെക്സ്റ്റ് ഒന്ന് കാണിച്ചു. അപ്പൊ നമുക്ക് ഏതൊക്കെ വരാം, കൺവേർട്ട് ചെയ്യാൻ 2 അപ്പർ. ഇനി 2 സ്ട്രിംഗുകളെ തമ്മിൽ ലെങ്ത് ഫൈൻഡ് ചെയ്യാൻ STRL ചെയ്യാൻ സ്ക്വയർ റൂട്ട് ആണ് SQRT, അപ്പെൻഡ് ചെയ്യാൻ strcat. ടു ചെക്ക് ചെയ്തത് ഗിവൺ നമ്പർ ഈസ് ആൽഫ ന്യൂമറിക് ഓർ നോട്ട് ആണെങ്കിൽ ഈസ് ആൽനം. കമ്പയർ ചെയ്യാനായിട്ട് ആര് യൂസ് ചെയ്യാം, CMP ഐയും CMP. 2 പേരെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, റൈറ്റ് ഷോർട്ട് വാട്ട് ഈസ് ടോക്കൺസ് ഇൻ C++. എന്താണ് C++ലെ ടോക്കൺ എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ടോക്കൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടോക്കൺ എന്ന് പറയുന്നത് ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഒക്കെ C++ പ്രോഗ്രാമിനെയാണ് നമ്മൾ എന്താ പറയാ, ടോക്കൺ എന്ന് പറയാ. 5 ടോക്കൺസ് ആണുള്ളത്. കീവേഡ്സ് ഉണ്ട്, ഐഡന്റിഫയർസ് ഉണ്ട്, ലിറ്ററൽസ് ഓർ കോൺസ്റ്റൻസ് ഉണ്ട്, പങ്ക്ച്വേറ്റേഴ്സ് ഉണ്ട്, ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഈ 5 പേരാണ് നമുക്ക് വരുന്നത്. ജസ്റ്റ് അതൊന്ന് എഴുതി കൊടുത്താൽ മാത്രം മതി. ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇത് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. പലതവണ റിപ്പീറ്റഡ് ആയിട്ട് ഒരു 3 ഇയറിൽ കൂടുതൽ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് എനി 2 റൂൾസ് ഫോർ ദ എൻഡ് ഇൻ ദ ഐഡന്റിഫയേഴ്സ് ഇൻ C++. ഏതെങ്കിലും ഐഡന്റിഫയർ എഴുതാനുള്ള ഏതെങ്കിലും 2 റൂൾസ് എഴുതാനാണ്. എന്താണ്, ഇറ്റ് ക്യാൻ ഹാവ് എ ലെറ്റേഴ്സ്, ഡിജിറ്റ്സ് ഓർ അണ്ടർസ്കോർസ്. ഫസ്റ്റ് ക്യാരക്ടർ മസ്റ്റ് ബി ലെറ്റർ ഓർ അണ്ടർസ്കോർസ്. പിന്നെ cannot be use a keyword, white space or special symbols are not allowed. ഇത്രയുമാണ് നമ്മളുടെ ഐഡന്റിഫയേഴ്സിന്റെ റൂൾസ്. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് അടുത്തെന്താ പറയുന്നത്, ഇൻ C++ ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്, എ എന്ന് പറയുന്നത് അടുത്ത് ഡബിൾ കോഡ്സിലെ കൊടുത്തിട്ടുണ്ട്, സിംഗിൾ കോഡ്സിലെ കൊടുത്തിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള ഡിഫറൻസിനെ ജസ്റ്റിഫൈ ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോ ഇതെന്താണ്, സിംഗിൾ കോഡ്സ്, ഡബിൾ കോഡ്സ്. സിംഗിൾ കോഡ്സിലാണെങ്കിൽ അത് എന്ത് ലിറ്ററലാ, ക്യാരക്ടർ ലിറ്ററൽ ആണ്. ഡബിൾ കോഡ്സിലാണെങ്കിൽ അതെന്താണ്, സ്ട്രിംഗ് ലിറ്ററൽ ആണ്. ആ ഒരു കാര്യം മാത്രം എഴുതിയാൽ മതി. ഓക്കെ, സിംഗിൾ കോഡ്സിലാണെങ്കിൽ അതെന്തായിരിക്കും, ക്യാരക്ടർ ലിറ്ററൽ ആയിരിക്കും. ആൻഡ് ഡബിൾ കോഡ്സിലാണെങ്കിൽ അതെന്തായിരിക്കും, സ്ട്രിംഗ് ആയിരിക്കും. ഡബിൾ കോഡ്സിൽ എന്ത് വന്നാലും സ്ട്രിംഗ്, സിംഗിൾ കോഡ്സിൽ വന്നാൽ ക്യാരക്ടർ. ഓക്കെ, നെക്സ്റ്റ് പോവാം. അടുത്തെന്ന് പറയുന്നത് ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ എനി 3 ടൈപ്സ് ഓഫ് സ്ട്രക്ചേഴ്സ് ഇൻ C++ ആണ്. സ്ട്രക്ചർ ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ C++ ആണ്. C++ലുള്ള
ഏതെങ്കിലും 3 ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെന്റ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ആൻഡ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഓക്കെ, ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു യൂസർ, ഒരു വേരിയബിളിലെ യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഇതിനെ ഡിക്ലെയർ ചെയ്തതിനാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻപുട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് വാല്യൂവിനെ ഇൻപുട്ട് ചെയ്യാനുണ്ട്. ഇൻപുട്ട് ഓപ്പറേറ്റർ ആണ് ഇത് കൊടുത്തത്, ഇൻസർഷൻ ഓപ്പറേറ്റർ ആണ്. ഓക്കെ, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് ഒരു വാല്യൂവിനെ ഔട്ട്പുട്ട് ചെയ്യാനായിട്ടാണ്. ഇൻസർഷൻ, എക്സ്ട്രാക്ഷൻ. ഇത് എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ ആണ്. ഇതെന്താണ്? ഇൻസർഷൻ ഓപ്പറേറ്റർ ആണ്. ആ പേര് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഇതിനെ പറയുന്ന പേരാണ് എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ, ആൻഡ് ഇതിനെ പറയുന്നതാണ് ഇൻസർഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ? ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. സ്വിച്ചും എൽസി ഫ്ലാറ്ററും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചത്. സ്വിച്ചും എൽസി ഫ്ലാറ്ററും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സ്വിച്ച് എന്ന് പറയുന്നത് പെർമിറ്റ്സ് മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് ആണ്. എൽസിഫ് എന്താണ്? പെർമിറ്റ് മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് ആണ്. എൽസിഫ് എന്ന് പറയുന്നത് ഇവാലുവേറ്റ് കണ്ടീഷൻ വിത്ത് ഈക്വാലിറ്റി ഓപ്പറേറ്റർ. ഇവിടെ എന്താണ്? ഏത് റിലേഷൻ ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേറ്റർ വേണമെങ്കിലും യൂസ് ചെയ്യാം. കേസ് കോൺസ്റ്റന്റ് മസ്റ്റ് ബി ഇൻഡിജർ ഓർ ക്യാരക്ടർ ആയിരിക്കണം. ഇവിടെ എന്ത് വേണമെങ്കിലും ആവും, നമുക്ക് ഇന്ന ആൾ അവിടെ നിന്ന് ഒരു നിർബന്ധമില്ല. വെൻ നോ മാച്ച് ഇസ് ഫൗണ്ട് ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യും. ഇവിടെ ആരും എന്ത് ചെയ്യുക? നോ മാച്ച് ഫൗണ്ട് ആണെങ്കിൽ എൽസിനെ ആയിരിക്കും യൂസ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് എടുത്തു. അടുത്തത് പറയുന്നത് വാട്ട് ആർ ദ മെയിൻ കമ്പോണൻസ് ഓഫ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റിന്റെ മെയിൻ കമ്പോണൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നടാ. ഏതൊക്കെയാണ്? ഇനീഷ്യലൈസേഷൻ ഉണ്ട്, ടെസ്റ്റ് ഉണ്ട്, ലൂപ്പ് ബോഡി ഉണ്ട്, ആൻഡ് അപ്ഡേറ്റ് ഉണ്ട്. ഇതാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത് ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സിന്റെ. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഡിഫൈൻ ദ ജംപ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് എക്സ്പ്ലെയിൻ അബൌട്ട് ടു. എന്ത് ചെയ്യുക? ജംപ് സ്റ്റേറ്റ്മെന്റ് എന്താന്ന് പറയാൻ ഇതിലും എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യുക. ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് വിട്ടാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു ഗോ ടു ഉണ്ട്, പിന്നെ ഏതുണ്ട്, ലേബൽ ഉണ്ട്, പിന്നെ കണ്ടിന്യൂ ഉണ്ട്, ബ്രേക്ക് ഉണ്ട്. ഇതിലേതെങ്കിലുമൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വിടാം. നെക്സ്റ്റ് കേട്ടോ, ഇനി എന്താണ്? ഡാഷ് ക്യാരക്ടർ ഈസ് സ്റ്റോർഡ് ടു അറ്റ് ദ എൻഡ് ഓഫ് എ സ്ട്രിങ്. അതായത് ഏതൊരു സ്ട്രിങ്ങിന്റെ എൻഡില് ഡാഷ് ക്യാരക്ടർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റോർ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. ഏതാണ് ക്യാരക്ടർ? നൾ ക്യാരക്ടർ ആണ്. സ്ട്രിങ്ങിന്റെ കേസിൽ ഏത് സ്ട്രിങ് ആയിക്കോട്ടെ, ആ സ്ട്രിങ്ങിന് നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത് എല്ലായിടത്തും ഉണ്ടാവും, അവിടെ നൾ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ആ ഒരു കേസ് ഓർത്ത് വെച്ചേക്കാം. ഇതിനെ പറയുന്ന പേരാണ് നൾ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? അടുത്തിട്ടോ, റൈറ്റ് ദ മെറിറ്റ്സ് ഓഫ് യൂസിങ് ഗെറ്റ്സ് ഫംഗ്ഷൻ ഇൻ C++, which is necessary header file used to it. Okay, എന്താ ചോദിച്ചേക്കുന്നത്? റൈറ്റ് ദ മെറിറ്റ് ഓഫ് യൂസിങ് ഗെറ്റ് ഫംഗ്ഷൻ. ഗെറ്റ് യൂസ് ചെയ്യുന്നതിന്റെ മെറിറ്റ് എന്താണ്, അതിന് വേണ്ട ഹെഡർ ഫയൽ ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഏതാണ് നമ്മളെ മെറിറ്റ് എന്ന് പറയുന്നത്? സീൻ വിത്ത് ഓപ്പറേറ്റർ will not inserting a string which includes a space completely. സീൻ ആണെങ്കിൽ, സീൻ യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ് മക്കളെ യൂസ് ചെയ്യുക? സ്പേസ് ഉണ്ടെങ്കിൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യില്ല? ഇൻസേർട്ട് ചെയ്യില്ല. ഓൺലി ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ സ്ട്രിങ് വിൽ ബി ആക്സെപ്റ്റഡ്. ആ സ്ട്രിങ്ങിന്റെ ആദ്യത്തെ പാർട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതേ സമയത്ത് ഗെറ്റ് ആണെങ്കിൽ, ഗെറ്റ് ഫംഗ്ഷൻ ഇൻസ്റ്റഡ് ദ സ്ട്രിങ് വിച്ച് ഇൻക്ലൂഡ്സ് ദ സ്പേസ് ഇൻ ടു ദ ക്യാരക്ടർ അറേ. അതായത് ക്യാരക്ടർ അറയിലോട്ട് എന്തുണ്ട്? സ്പേസ് ഉണ്ടെങ്കിലും ആക്സെപ്റ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗെറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സീനാണെങ്കിൽ സ്പേസ് ഉള്ള ക്യാരക്ടർ ആണെങ്കിൽ, അതായത് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഹലോ കൊടുത്തു, ഹായ് കൊടുത്തു. ഇത് ഞാനൊരു സ്ട്രിങ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഹലോ സീന് യൂസ് ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റും, പക്ഷെ ഹായ് വരില്ല, സ്പേസ് ഉള്ളതിൽ. ഗെറ്റ്സ് ആണെങ്കിൽ എന്താണ്? ഈ ഹലോയും ഹായും രണ്ടുപേരും എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരൊറ്റ സ്ട്രിങ്ങിനെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അത്രേ ഉള്ളൂ. ഇതിന്റെ ഹെഡർ ഫയൽ എന്ന് പറയുന്നത് ആരാണ്? CS Studio ആണ് നമ്മളുടെ എന്ത് വരാ ഇത് വരുന്നത്. വാട്ട് ഹാപ്പൻ ഇഫ് വി യൂസ്ഡ് ഗെറ്റ്സ് ദെൻ സി ഔട്ട്. ഗെറ്റ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പുട്സ് യൂസ് ചെയ്യണം, സി ഔട്ട് ഉപയോഗിക്കരുത് കേട്ടോ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ മെറിറ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ്. മോഡുലാർ പ്രോഗ്രാമിംഗിന്റെ മെറിറ്റ്സ് ഏതൊക്കെയാണെന്ന് പറയുന്നത്? റെഡ്യൂസ് ദ സൈസ് ഓഫ് ദ പ്രോഗ്രാം, ഡിസ്റ്റൻസ് ഓഫ് എറർ ഒക്കറൻസ്, റെഡ്യൂസ് ദ പ്രോഗ്രാം കോംപ്ലക്സിറ്റി. ആ 3 പോയിന്റ്സ് എഴുതി വെച്ചാൽ മതി. അടുത്തെന്ന് പറയുന്നത് നെക്സ്റ്റ് ഇട്ടോ, എക്സ്പ്ലെയിൻ എനി 3 സ്ട്രീം ഫംഗ്ഷൻസ് ഫോർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ. ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ഉള്ള ഏതെങ്കിലും 3 സ്ട്രീം ഫംഗ്ഷൻസ് ചെയ്താണ് പറയുന്നത്. ഏതൊക്കെയുള്ളത്? നമുക്ക് ഗെറ്റ്സ് ഉണ്ട്, ഗെറ്റ് ലൈൻ ഉണ്ട്, ആൻഡ് റൈറ്റ് ഉണ്ട്. ഓക്കെ, ഇതിന് 3 ചോദിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് വിട്ടുപോയോ. ഓക്കെ, സ്ട്രീം ഫംഗ്ഷൻസ് ആണ് ചോദിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് ഇത് എന്ത് ചെയ്യാം? എഴുതി കൊടുക്കുക. എന്താണെന്നുള്ളതും കൂടി എന്ത് ചെയ്യാം? എഴുതിയേക്കാം. ആൻഡ് നെക്സ്റ്റ് വൺ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കമ്പയർ കോൾ ബൈ വാല്യൂ ഓർ കോൾ ബൈ റെഫറൻസ് ഫോർ കോളിംഗ് എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്തുള്ള കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ് തമ്മിലുള്ള എന്താണ് വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചേക്കുന്നത്. ഇവിടെ എന്താണ്? ഫോർമൽ പാരാമീറ്റേഴ്സ് ഓർഡിനറി വേരിയബിൾസും റെഫറൻസ് വേരിയബിളും യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ആക്ച്വൽ പാരാമീറ്റേഴ്സ് ആണെങ്കിൽ മേ ബി കോൺസ്റ്റന്റ് ഓർ വേരിയബിൾസ് ആർ എക്സ്പ്രഷൻസ്. ഇവിടെ വേരിയബിൾ ഓൺലി ആണ് വരാ. ചേഞ്ച് മെയ്ഡ് ഇൻ ദ ഫോർമൽ ആർഗ്യുമെന്റ്സ്. ഇവിടെ എന്താണ്? റിഫ്ലക്ട്,
ചെയ്യില്ല, ഇവിടെ എന്ത് ചെയ്യും, റിഫ്ലക്ട് ചെയ്യും. ഇനി ഇവിടെ മെമ്മറി ഫോർ നോർമൽ ആർഗ്യുമെന്റ് എക്സ്ക്ലൂസീവ് മെമ്മറി, ഓരോ സ്പെഷ്യൽ ആയിട്ട് മെമ്മറി ഉണ്ടാവും. ഇവിടെ എന്താണ് എക്സ്ക്ലൂസീവ് മെമ്മറി അല്ല, ഷെയർഡ് മെമ്മറി ആണ് വരുന്നത്. ആ ഒരു കേസ് പഠിച്ചു വയ്ക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു 3 ചാപ്റ്റേഴ്സിൽ നിന്നായിട്ട് ചോദിക്കുന്നത്. ഒരു മാക്സിമം 3 ചാപ്റ്ററിൽ നിന്നായിട്ട് 20 ലെസ് ആയിട്ട്, അതായത് 20 മാർക്കിന് താഴെ ക്വസ്റ്റ്യൻസ് മാത്രമേ ഈ 3 ചാപ്റ്ററിൽ നിന്ന് വരുള്ളൂ. ഒരു 15-16 മാർക്ക് വരെ റേഞ്ച് വരെ ഈ 3 ചാപ്റ്ററിൽ നിന്നായിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് വെബ് ടെക്നോളജി ആണ്. നമുക്ക് ഇനിയുള്ള വെബ് ടെക്നോളജി, വെബ് ഡിസൈനിങ്, SQL ഈ 3 ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ടോപ്പ് മാർക്ക് വരുന്നത്. ഓക്കെ, 3 ചാപ്റ്റേഴ്സ് അത്യാവശ്യം നല്ല രീതിയിൽ മാർക്ക് വരുന്നുണ്ട്. എല്ലാത്തിനും ഏകദേശം 8 to 10 വരെയുള്ള മാർക്ക് നമ്മൾ ക്യാരി ചെയ്യുന്നുണ്ട്. വെബ് ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്നുണ്ട്, വെബ് ഡിസൈനിങ് എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ആരാണ് SQL, ഇവർ 3 പേര് അത്യാവശ്യം നമ്മളുടെ സ്കോർ നോക്കുന്ന ആളുകളാണ്. അപ്പോൾ വെബ് ടെക്നോളജി നിങ്ങൾ നോക്കേണ്ട കേസുകൾ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ കമ്മ്യൂണിക്കേഷൻ ഓൺ വെബാണ്. ഒരു വെബിൽ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ സ്റ്റെപ്സ് ആണ് നമ്മൾ ചോദിക്കുന്നത്. സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ദ ബ്രൗസർ ഡിറ്റർമൈൻ ദ URL, അതായത് എന്ത് ചെയ്യും, ബ്രൗസർ URL നോക്കും. അത് കഴിഞ്ഞിട്ട് എന്താണ്, DNSനോട് ഈ ഒരു കറസ്പോണ്ടിങ് URLന്റെ IP അഡ്രസ് ചോദിക്കും. IP അഡ്രസ് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളെ DNS ഡൊമൈൻ നെയിം സിസ്റ്റം എന്ത് ചെയ്യും, ആ IP അഡ്രസ് നമുക്ക് റിട്ടേൺ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു TCP കണക്ഷൻ ക്രിയേറ്റ് ചെയ്യും. അതായത് TCP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് TCP എന്ന് പറയുന്നത്. എന്നിട്ട് എന്താണ്, സെർവർ സെൻഡ് റിക്വസ്റ്റ് ദ റിക്വയർഡ് സെർവറിലോട്ട് നമ്മൾ സെൻഡ് ചെയ്യും. പിന്നെ എന്താണ്, ആ സെർവർ എന്ത് ചെയ്യും, സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് വേണ്ട ഫയൽസ് നമുക്ക് തരും. എന്നിട്ട് എന്ത് ചെയ്യും, TCP കണക്ഷൻ റിലീസ് ചെയ്യും. ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരു വെബ് പേജിൽ ഒരു ഡാറ്റ നമ്മൾ കാണുന്നത്. ഇതിന്റെ സ്റ്റെപ്സ് പഠിച്ചു വെച്ചേക്കണം, വിട്ട് കളയരുത് കേട്ടോ. എങ്ങനെയാണ് ഒരു വെബ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ള സ്റ്റെപ്സ് പഠിച്ചു വെച്ചേക്കാം. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ പോർട്സ് ആണ്. ഈ സോഫ്റ്റ്വെയർ പോർട്സ് എന്ത് ചെയ്യണം മക്കളെ, ഒന്ന് നോക്കി വെച്ചേക്കാം. കൂടുതലും കണ്ടേക്കുന്ന ഒരു സോഫ്റ്റ്വെയർ പോർട്ട് എന്ന് പറയുന്നത് ആരാണ്, നമ്മളുടെ 80 എന്ന് പറയുന്നത് നമ്മൾ കൂടുതലും എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ പോർട്ടാണ്. ഓക്കെ, 80 എന്ന് പറയുന്നത് പലതവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 80 എന്ന് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, HTTP ട്രാൻസ്ഫർ പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത് ആരാണ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ആരാടാ, 80. ഈ ഒരു പോർട്ട് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കാം. എല്ലാ പോർട്ടും കറക്റ്റ് ആയിട്ട് നോക്കി വെച്ചേക്കാം. റിപ്പീറ്റഡ് ആയിട്ട് കണ്ടേക്കുന്നതാണ് 80 എന്ന് പറഞ്ഞതാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. പലതവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചേക്കുന്നതാണ്. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഏതാണെന്നുള്ളത് ചോദിക്കുമ്പോൾ 80 എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ വരാണ്ട്, അല്ലെങ്കിൽ കുറെ പോർട്ട് നമ്പേഴ്സ് നമുക്ക് തരും. എന്നിട്ട് HTTP ആണോ, HTTPF ആണോ, FTP ആണോ എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് തരും. അതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാനായിട്ടാണ് വരാം. അപ്പോൾ പോർട്ട് നമ്പേഴ്സ് എന്ത് ചെയ്യണം, നോക്കി വെച്ചേക്കാം. 20 and 21 എന്ന് പറയുന്നത് ഫയൽ ട്രാൻസ്ഫർ ആണ്. ആൻഡ് 22 എന്ന് പറയുന്നതാണ് SSH ആണ്, അതായത് സെർവർ സെക്യൂർ ഷെല്ലാണ്. സെക്യൂർ ഷെൽ എന്ന് പറഞ്ഞാൽ SSH കണക്ഷൻ എന്ന് പറയും, സെർവറായിട്ട് കണക്ട് ചെയ്യാനുള്ളതാണ്. ആൻഡ് 23 എന്ന് പറയുന്നത് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. 53 എന്ന് പറയുന്നത് ഡൊമൈൻ നെയിം സർവീസ് ആണ്. പിന്നെന്താണ്, 80 എന്ന് പറയുന്നത് HTTP ഹൈപ്പർ ടെക്സ്റ്റ് ആണ്. 110 എന്ന് പറയുന്നത് പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ ആണ്. ആൻഡ് 414 എന്ന് പറയുന്നത് HTTP സെക്യൂർ ഷെല്ലാണ്, സെക്യൂർ ആയിട്ടുള്ള കണക്ഷൻ വേണ്ടിയിട്ടുള്ള പ്രോട്ടോകോൾ ആണ്. ഇത്രയും പ്രോട്ടോകോൾസ് ഒന്ന് നോക്കി വെച്ചേക്കാം. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് വെബ് പേജ്. സ്റ്റാറ്റിക്കും ഡൈനാമിക്കും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് കണ്ടന്റ് ആൻഡ് ലേഔട്ട് ഓഫ് ദ വെബ് പേജ് ഈസ് ഫിക്സഡ്. ഇവിടെ എന്താണ്, കണ്ടന്റ് ആൻഡ് ലേഔട്ട് മേ ചേഞ്ച് ഡ്യൂറിംഗ് ദ റൺ ടൈം. ഇവിടെ എന്താണ്, സ്റ്റാറ്റിക് വെബ് പേജസ് നെവർ യൂസ് എ ഡാറ്റാബേസ്. ഇവിടെ എന്താണ്, ഡാറ്റാബേസ് യൂസ്ഡ് ഫോർ ദ സെപ്പറേറ്റ് ഡൈനാമിക് കമ്പോണൻസ്. ഇവിടെ എന്താണ്, സ്റ്റാറ്റിക് വെബ് പേജസ് ഡയറക്ട്ലി റൺ ഓൺ ദ ബ്രൗസർ. ഇവിടെ എന്ത് ആവശ്യമുണ്ട്, നമുക്ക് ക്ലയന്റ് സൈഡ് സെർവേഴ്സ് ആവശ്യമുണ്ട്. സ്റ്റാറ്റിക് വെബ് പേജസ് ആർ ഈസി ടു ഡെവലപ്പ് എന്നാണ്. ഇവിടെ എന്താണ്, ഡൈനാമിക് വെബ് പേജസ് ആർ റിക്വയർ മോർ പ്രോഗ്രാമിംഗ് സ്കില്ലാണ്. അതായത് എന്താണ്, സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗും കാര്യങ്ങളൊക്കെ വരും. ഇവിടെ അതിന്റെ ആവശ്യം വരുന്നില്ല. ഈ ഡിഫറൻസ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതിന്റെ കൂടെ തന്നെ വരുന്ന ഒരു കാര്യമാണ്, ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്താണ്, സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്താണ്. സ്റ്റാറ്റിക്കിന്റെ കേസിൽ വരുന്നതാണ് ക്ലയന്റ് സൈഡ്. ആൻഡ് അതിനെ ഡൈനാമിക്കിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് വരുന്നതാണ് എന്ത്, സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, സ്ക്രിപ്റ്റ് ഈസ് കോപ്പി ടു ദ ക്ലയന്റ് ബ്രൗസർ. ക്ലയന്റ് ബ്രൗസറിൽ എന്ത് ചെയ്യും, സ്ക്രിപ്റ്റ് കോപ്പി ആവും. നിങ്ങൾ യൂസ് ചെയ്യുന്ന ബ്രൗസറിലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സ്ക്രിപ്റ്റ് കാണാൻ പറ്റും. ഇവിടെ എന്താണ്, സ്ക്രിപ്റ്റ് റിമെയിൻ ഇൻ ദ വെബ് സെർവർ. നമുക്ക് ആ സ്ക്രിപ്റ്റ് കാണാനായിട്ട് പറ്റില്ല. സ്ക്രിപ്റ്റ് എക്സിക്യൂട്ടഡ് ഇൻ ദ ക്ലയന്റ് ബ്രൗസർ. ഇവിടെ എന്താണ്, എക്സിക്യൂട്ടഡ് ഇൻ ദ വെബ് സെർവർ. ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ആർ മെയിൻലി യൂസ്ഡ് ഫോർ ദ വാലിഡേഷൻ ഓഫ് ഡാറ്റ അറ്റ് ദി ക്ലയന്റ്. ഇവിടെ എന്താണ്, സെർവർ സ്ക്രിപ്റ്റ് യൂഷ്വലി യൂസ്ഡ് ടു കണക്ട് ദ ഡാറ്റാബേസ് ആൻഡ് റിട്ടേൺസ് ദ ഡാറ്റ ഫ്രം ദ വെബ് സെർവർ. അതായത് ഡാറ്റാബേസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് വെബ് സെർവറിലോട്ട് ഡാറ്റ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെർവർ സൈഡ് യൂസ് ചെയ്യുന്നത്. യൂസേഴ്സ് ക്യാൻ ബി ബ്ലോക്ക് ദ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റ്. ഇവിടെ എന്താണ്, സെർവർ സ്ക്രിപ്റ്റ് ക്യാനോട്ട് ബി ബ്ലോക്ക്ഡ് ബൈ എ യൂസർ. യൂസർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. ദീസ് ടൈപ്സ് ആർ വെർഷൻസ് ഓഫ് ദ വെബ് സെർവർ അഫക്ട് ദ വർക്കിംഗ് ഓഫ് ദ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ്. ഇങ്ങനത്തെ ഉള്ള യൂസ് ചെയ്ത് ഈ ഒരു ടൈപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ വരുത്തുന്ന ചേഞ്ചുകൾ, യൂസറിൽ വരുത്തുന്ന ചേഞ്ചുകളൊക്കെ ഇതിന് ഇഷ്യൂ ആയിട്ട് വരും. ഇവിടെ എന്തില്ല, അവിടെ അങ്ങനെ ഒരു ഇഷ്യൂ നമുക്ക് ഉണ്ടാവില്ല, കാരണം യൂസർ ആ ഒരു കാര്യം കാണുന്നില്ല.
പിന്നെ ഉള്ളതാണ് 2 ടൈപ്സ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഉണ്ട് മെയിൻ ആയിട്ട്. ഏതൊക്കെ ഉണ്ട്? ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റ് ഉണ്ട്, സെർവർ സൈഡ് സ്ക്രിപ്റ്റ് ഉണ്ട്. ക്ലയന്റ് സൈഡിൽ വരുന്ന ആരൊക്കെ? ജാവ സ്ക്രിപ്റ്റും VB സ്ക്രിപ്റ്റ് ഒക്കെ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ആണ്. ആൻഡ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗിൽ വരുന്നത് PHP, ASP, JSP ഈ 3 പേരാണ് വരുന്നത്. ഈ പേരുകൾ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഏതൊക്കെയാണ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിന് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് എഴുതാനായിട്ടാണ്. ജാവ സ്ക്രിപ്റ്റും VB സ്ക്രിപ്റ്റും ആണ് ക്ലയന്റ് സൈഡ്. സെർവർ സൈഡ് വരുമ്പോൾ PHP, ASP ആൻഡ് JSP ആണ് വരുന്നത്. ആ 3 പേരുകളും പഠിച്ചു വെച്ചേക്കാം. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇനിയാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ടാഗുകളാണ്. എല്ലാ ടാഗും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓൾമോസ്റ്റ് എല്ലാ ടാഗും നമ്മൾ ഇപ്പോൾ പറയുന്നുണ്ട്. ഈ എല്ലാ ടാഗുകളും കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആരാടാ? HTML ടാഗ് ആണ്. പിന്നെ സ്ട്രക്ചർ പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, ഒരു HTML സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് പഠിച്ചു വെച്ചേക്കാം. എങ്ങനെയാണ് സ്ട്രക്ചർ വരുന്നത്? ഹെഡ് ഓപ്പൺ, ടൈറ്റിൽ ക്ലോസ്, ഹെഡ് ക്ലോസ്, ബോഡി ഓപ്പൺ, ബോഡി ക്ലോസ്. ആ ഒരു സ്ട്രക്ചർ എന്ത് ചെയ്യാടാ? കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കാം. പിന്നെ നിങ്ങളോട് ചോദിക്കുന്നത് എന്താണ്? ഒരു HTML കോഡ് നിങ്ങൾക്ക് വരും. സാധാരണ നമുക്ക് HTML ഫുള്ള് നിങ്ങൾക്ക് പ്രോഗ്രാം എഴുതാൻ വരാറില്ല. HTML കോഡ് വരും. എന്നിട്ട് അതിന് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ പറയും. ആ ചേഞ്ചസ് നിങ്ങൾ വരുത്താം. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യാൻ പറയും. അത് ആഡ് ഓൺ ചെയ്യുക. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരാറ്. അപ്പോൾ ഇതിന്റെ ടാഗ്സ് വരുമ്പോൾ എന്താണ്? HTML ടാഗ് വന്ന് എന്താണ്? HTML ടാഗ് എന്ന് പറയുന്നത് എന്താണ്? ടു സ്റ്റാർട്ട് ആൻ HTML ഡോക്യുമെന്റ് ആണ്. അതിന്റെ ആട്രിബ്യൂട്ട്സ് ആരൊക്കെയാണ്? ഡിറും ലാങ്ങും ആണ്. ഡിറിന്റെ ഉള്ളിൽ വരുന്ന വാല്യൂസ് ആണ് LTR ആൻഡ് RTL എന്ന് പറയുന്നത്. ലാങ്ങിന്റെ ഉള്ളിലാണ് ENHI എന്ന് പറയുന്നത്. ലാങ്ങിന് വേണ്ടിയാണ്, ലാംഗ്വേജിന് വേണ്ടിയിട്ടാണ്. ഡിർ ഇതിന് ഡയറക്ഷൻ ഓഫ് ടെക്സ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് ലെഫ്റ്റ് ടു റൈറ്റ് ആണോ, റൈറ്റ് ടു ലെഫ്റ്റിലോട്ടാണോ, ഏത് രീതിയിലാണ് ടെക്സ്റ്റുകൾ ടൈപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് കൊടുക്കാനാണ് ഡിർ കൊടുക്കുന്നത്. പിന്നെ ഹെഡ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ടൈറ്റിൽ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്ത് കൊടുക്കാനാണ് ഹെഡ് വരുന്നത്. ടൈറ്റിൽ ടാഗ് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ആ ഒരു ടാഗ് പെയർ ഓരോന്നിന്റെയും ബ്രൗസറിന്റെ മുകളിലായിട്ട് ആ ഒരു പോർഷൻ എന്താണ് പറയുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൈറ്റിൽ കൊടുക്കുന്നത്. മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ബോഡി പാർട്ട് ആണ്. നെക്സ്റ്റ് ഒന്നുണ്ട് സാർ, ബോഡി പാർട്ടിൽ നമുക്ക് വരുന്നത് ഏതൊക്കെയുണ്ട്? BG കളർ ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട്, ടെക്സ്റ്റ്, ലിങ്ക്, ലെങ്ത്, ടോപ്പ് അലൈൻ. ഇത്രയും കേസസ് കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. ബോഡിയുടെ ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണ് വരുന്നത്? BG കളർ ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ടെക്സ്റ്റ് ഉണ്ട്, ലിങ്ക്, A ലിങ്ക്, B ലിങ്ക് ഉണ്ട്, ലെഫ്റ്റ് ഉണ്ട്, ടോപ്പ് മാർജിൻ ഉണ്ട്. ഇത്രയും കാര്യം ടോപ്പ് മാർജിൻ, ലെഫ്റ്റ് മാർജിൻ, ഇത്രയും കേസസ് എന്ത് ചെയ്യാടാ? പഠിച്ചു വെച്ചേക്കാം. BG കളർ എന്തിനു വേണ്ടിയിട്ടാണ്? ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാനാണ്. ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ് വേണ്ടിയ? ഇമേജ് ആഡ് ചെയ്യാനാണ്. ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഓരോ ടെക്സ്റ്റിന്റെ എങ്ങനെ വേണം എന്നുള്ളത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലിങ്ക്, A ലിങ്ക്, B ലിങ്ക് ഒക്കെ എന്താണ്? ലിങ്കുകൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് ലിങ്കിന് വേണ്ടിയിട്ട് ഒരു കളറ്, അതുപോലെ തന്നെ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏത് കളർ കാണിക്കണം, അത് യൂസ് ചെയ്യാത്ത ലിങ്ക് ആണെങ്കിൽ ഏത് കളർ കാണിക്കണം, അതിനൊക്കെ വേണ്ടിയിട്ടാണ് A ലിങ്ക്, B ലിങ്ക് യൂസ് ചെയ്യുന്നത്. മാർജിൻ സെറ്റ് ചെയ്യാനാണ് ലെഫ്റ്റ് മാർജിനും ടോപ്പ് മാർജിനും സെറ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കി വെച്ചേക്കാം. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ടാഗുകൾ പിന്നെ ഉള്ളത് ഇതിന്റെ സബായിട്ട് വരുന്നതാണ്. ബോഡിയുടെ പിന്നെ വരുന്നതാണ് എന്ത്? ഹെഡിങ്ങിന് വേണ്ടിയുള്ളതാണ് H1 ടാഗ്. ബ്രേക്ക് കൊടുക്കാനായിട്ട്, അതായത് ഒരു ലൈനിൽ നിന്ന് നെക്സ്റ്റ് ലൈനിലോട്ട് പോകാനായിട്ട് ബ്രേക്ക് ടാഗ് യൂസ് ചെയ്യുന്നു. പാരഗ്രാഫിന് വേണ്ടി P ടാഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഹെഡ്, ഹൊറിസോണ്ടൽ ലൈൻ അങ്ങനെയുള്ള കേസുകൾ വിത്ത് ഒക്കെ വേണ്ടിയിട്ട് എന്തുണ്ട്? HR ടാഗ് ഉണ്ട്. സെൻട്രലായിട്ട് അലൈൻ ചെയ്യാനായിട്ട് സെൻട്രൽ ടാഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഇതിനുള്ള ബോഡി ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ പാരഗ്രാഫും ടെക്സ്റ്റുകളൊക്കെ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഹെഡിങ് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗുകളാണ്. ഇതൊക്കെ നമുക്ക് എന്ത് വേണമെന്നില്ല, ആട്രിബ്യൂട്ട്സോ കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നുള്ളത് ടാഗുകൾ. പിന്നുള്ളത് B ടാഗ് ഉണ്ട്. ബോൾഡ്, സ്ട്രോങ്, ഇറ്റാലിക് അങ്ങനെയുള്ള കേസുകൾക്ക് വേണ്ടി അണ്ടർസ്കോർ കൊടുക്കാൻ വേണ്ടി, ഒരു ലൈനിന്റെ മുകളിൽ കൂടെ സ്ട്രൈക്ക് കൊടുക്കാൻ വേണ്ടി, വലുതാക്കാൻ, ചെറുതാക്കാൻ, സബ്സ്ക്രിപ്റ്റ് കൊടുക്കാൻ, ഇങ്ങനെയുള്ള കേസുകളാണ് നമ്മൾ എന്ത് വരുന്നത്? നമുക്ക് ടാഗുകളായിട്ട് വരുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അടുത്തോട്ടോ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാർക്ക് ടാഗ് കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാണ്. എന്താണ് മാർക്ക് ടാഗ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാണ്. ഇതിന് വേണ്ടിയിട്ടാണ് ടു സ്ക്രോള് ടെക്സ്റ്റ് ഓർ ഇമേജ് ഇൻ ദ ബ്രൗസർ. ബ്രൗസറിൽ ഒരു ഇമേജോ ടെക്സ്റ്റോ സ്ക്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർക്ക് ടാഗ് യൂസ് ചെയ്യുന്നത്. അതിന്റെ ആട്രിബ്യൂട്ട്സ് ആരൊക്കെയാണ്? ഹൈറ്റ് ഉണ്ട്, വിഡ്ത്ത് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്, ബിഹേവിയർ ഉണ്ട്, സ്ക്രോൾ ഡിലേ ഉണ്ട്, സ്ക്രോൾ എമൗണ്ട്, BG കളർ. ഇത്രയും കേസസ് ആണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് വരുന്നത്. പിന്നെ മാർക്ക് തന്നെ വേറെ 2 ടാഗുകളോട് ഉണ്ട്. ഡിവ് ഉണ്ട്, ഫോണ്ട് ഉണ്ട്. ഓക്കെ, ഡിവും ഫോണ്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഡിഫൈൻ ദ സെക്ഷൻ ഓഫ് ദ ഡോക്യുമെന്റ് വിത്ത് സെപ്പറേറ്റ് അലൈൻമെന്റ് സ്റ്റൈല്. ഫോണ്ട് എന്ന് പറയുന്നത് ചേഞ്ചിങ് ദ ഫോണ്ട്, അതായത് നിങ്ങൾക്ക് ആ ഫോണ്ടും കാര്യങ്ങളും ചേഞ്ച് ചെയ്യാനായിട്ട്. ഡിവ് വരുന്ന സമയത്ത് അലൈനും സ്റ്റൈലും ആണ്. ഫോണ്ട് വരുന്ന സമയത്ത് കളർ, ഫേസ്, സൈസ്, ഇത്രയും കേസുകളാണ് ഫോണ്ടിന്റെ ഉള്ളിലായിട്ട് വരുന്നത്. പിന്നെ വരുന്ന ഒരാളാരാണ്? ഇമേജ് ആണ്. ഇമേജ് ടാഗ് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഒരു ഇമേജിന് ഇൻസേർട്ട് ചെയ്യാം. വെബ് പേജിലോട്ട് ഇമേജസിന് ഇൻസേർട്ട് ചെയ്യാനാണ് ഇമേജ് ടാഗ് യൂസ് ചെയ്യുന്നത്. അതിൽ വരുന്ന ആട്രിബ്യൂട്ട്സ് ആരൊക്കെയാണ്? SRC ഉണ്ട്, ഹൈറ്റ്, വിഡ്ത്ത് ഉണ്ട്, ബോർഡർ ഉണ്ട്, അലൈൻ ഉണ്ട്, ആൻഡ് ഓൾട്ട് ഉണ്ട്. ഇത്രയും കേസുകളാണ് നമുക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലാടാ? ഓക്കെ അല്ലാടാ മക്കളെ?
ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫിഫ്ത്ത് ചാപ്റ്റർ ആണ്. ഫിഫ്ത്ത് ചാപ്റ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വെബ് ഡിസൈനിങ് യൂസിങ് HTML ആണ്. വെബ് ഡിസൈനിങ് യൂസിങ് HTML നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത് എന്തൊക്കെയാണ്? ഈ ചാപ്റ്ററിൽ നമ്മൾ കൂടുതൽ ചോദിച്ച ക്വസ്റ്റ്യൻ വരാം. എന്താണ് ലിസ്റ്റ്, എന്താണ് ടേബിള്, പിന്നെന്താണ് ഫോമുകൾ എന്താണ്. ഓക്കെ, 3 കാര്യമുള്ളത്. ലിസ്റ്റ് ഉണ്ട്, ടേബിൾ ഉണ്ട്, ഫോംസ് ഉണ്ട്. ഓക്കെ, പിന്നെ ടേബിളും ലിസ്റ്റും ഫോമും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ഒരാളും കൂടി ഉണ്ട്, നമ്മളുടെ ഫ്രെയിമും ഉണ്ട്, ഫ്രെയിം സെറ്റും ഉണ്ട്. ഇത്രയും കേസുകളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ലിസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് 3 ടൈപ്പ് ഓഫ് ലിസ്റ്റുകളാണ് ഉള്ളത്. ഓർഡേർഡ് ലിസ്റ്റ് ഉണ്ട്, അൺഓർഡേർഡ് ലിസ്റ്റ് ഉണ്ട്, ഡെഫിനിഷൻ ലിസ്റ്റ് ഉണ്ട്. ഓക്കെ, ഓർഡേർഡ് ലിസ്റ്റ് ഉണ്ട്, അൺഓർഡേർഡ് ലിസ്റ്റ് ഉണ്ട്, ഡെഫിനിഷൻ ലിസ്റ്റ് ഉണ്ട്. 3 ലിസ്റ്റുകളാണ് ഉള്ളത്. ഈ 3 ലിസ്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം? കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം. അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ്? സ്ക്വയറോ സർക്കിളോ ബുള്ളറ്റോ ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? അൺഓർഡേർഡ് ലിസ്റ്റ്. നമ്മൾ എന്തെങ്കിലും സാധനം ചെയ്യുമ്പോൾ ലിസ്റ്റ് എഴുതുമ്പോൾ ഇങ്ങനെ പോകാനായിട്ട്. ആൻഡ് ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ലെറ്റേഴ്സ് നമ്പേഴ്സ് ഇട്ട് കൊടുക്കാം. പിന്നെ എന്താണ്? ABCD സ്മോൾ ലെറ്റർ കൊടുക്കാം, ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കാം. പിന്നെന്ത് കൊടുക്കാം? റോമൻ ലെറ്റേഴ്സ് കൊടുക്കാം, റോമൻ ലെറ്റേഴ്സ് ക്യാപിറ്റൽ കൊടുക്കാം, അല്ലെങ്കിൽ സ്മോൾ കൊടുക്കാം. ഇങ്ങനെയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക? ഓർഡേർഡ് ലിസ്റ്റുകൾ യൂസ് ചെയ്യുന്നത്. ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡെഫിനിഷനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട്. അതായത് ഡെഫിനിഷൻസ് കാണുമ്പോൾ അത് കുറച്ചും കൂടി കറക്റ്റ് ആയിട്ട് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. DL ടാഗ് എന്ന് പറയുന്നത് 3 ടാഗാണ് നമുക്കുള്ളത്. നെക്സ്റ്റ് കേട്ടോ, UL ടാഗ് ഉണ്ട്, OL ടാഗ് ഉണ്ട്, ആൻഡ് DL ടാഗ് ഉണ്ട്. ഓക്കെ, UL എന്തിനു വേണ്ടാ? നമുക്ക് എന്തിനു വേണ്ടിയാണ്? ബുള്ളറ്റഡ് ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ്. അതിന്റെ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ടൈപ്പ് ആണ്. ടൈപ്പിന്റെ ഉള്ളിൽ 3 വാല്യൂസ് വരുന്നുണ്ട്. വാല്യൂസ് പഠിച്ചു വെക്കണം. ഡിസ്ക് ഉണ്ട്, സർക്കിൾ ഉണ്ട്, സ്ക്വയർ ഉണ്ട്. ഡിസ്ക് എന്ന് പറയുന്നത് എന്താടാ? നേരതാ ഇങ്ങനെ ഡാർക്കൻ ചെയ്തിട്ടുള്ള രീതിയിലുള്ള ബുള്ളറ്റ്സ് പോലെ വന്നു കഴിഞ്ഞാൽ ഡിസ്ക് ആണ്. സർക്കിൾ എന്ന് പറയുമ്പോൾ നേരെ റൗണ്ട് മാത്രം ഉണ്ടാവുള്ളൂ. സ്ക്വയർ എന്ന് പറയുമ്പോൾ സ്ക്വയർ ഷേപ്പ് ആയിട്ട് വരും. ഈ 3 കേസുകളാണ് നമുക്ക് എന്ത് വരുന്നത്? യൂസ് ചെയ്യുന്നത് DL ടാഗിന്റെ ഉള്ളിലുള്ള വാല്യൂസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഓർഡേർഡ് ലിസ്റ്റ് ആണ്. ഓർഡേർഡ് ലിസ്റ്റിൽ 2 കാര്യങ്ങളുണ്ട്. ടൈപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉണ്ട്, സ്റ്റാർട്ട് ഉണ്ട്. ടൈപ്പ് എന്ന് പറയുന്നത് മനസ്സിലായി. ഇപ്പൊ നമുക്ക് OL ടാഗിനുള്ള ടൈപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഒരു ആട്രിബ്യൂട്ട് ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് മെൻഷൻ ചെയ്യാം, അതായത് 1 2 3 4 എന്നുള്ള നമ്പേഴ്സ് വേണോ, അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ ABCD വേണോ. എനിക്ക് ടൈപ്പ് എന്താണ്? 1 കൊടുത്തു കഴിഞ്ഞാൽ 1 2 3 എന്നുള്ള നമ്പേഴ്സ് വരും. ഇനി ഈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു സ്മോൾ ലെറ്റർ ABCD വരും. ഇനി ക്യാപിറ്റൽ ലെറ്റർ റോമൻ ലെറ്റർ 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? റോമൻ ലെറ്റർ 1 ഉള്ള രീതിയിൽ വരും. അപ്പൊ ഏത് ഓർഡർ വേണമെങ്കിലും എനിക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അതായത് 1 2 എന്ന് പറഞ്ഞിട്ട് ഓരോ ലിസ്റ്റ് ഇങ്ങനെ ആഡ് ഓൺ ചെയ്ത് കൊടുക്കാം. അതിൽ തന്നെ ഈ ലിസ്റ്റിൽ വേറെ ആളും കൂടി ഉണ്ട്, സ്റ്റാർട്ട്. ഇപ്പൊ ഞാൻ ടൈപ്പ് 1 എന്ന് കൊടുത്തു. ടൈപ്പ് എന്നുള്ളത് 1 എന്ന് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണം? സ്റ്റാർട്ട് അറ്റ് എന്ത് കൊടുത്തു? 3 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 3rd പൊസിഷൻ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ ആരെ കൊടുക്കുക? നമ്മൾ പൊസിഷൻ ആണ്. ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ, ഫോർത്ത് പൊസിഷൻ. ഇവിടെ ഏത് പൊസിഷൻ ആണോ ആ പൊസിഷനുള്ള വാല്യൂ കൊടുക്കും. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇവിടെ ഞാൻ കൊടുത്ത് ടൈപ്പ് A എന്നാണ് കൊടുത്തത്, ലെറ്റേഴ്സ് ആണ് കൊടുത്തത്. പക്ഷെ സ്റ്റാർട്ട് അറ്റ് 3 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? സ്റ്റാർട്ട് അറ്റ് 3 എന്ന് പറഞ്ഞാൽ 3rd പൊസിഷനിലുള്ള ലെറ്റർ, അതായത് A കഴിഞ്ഞിട്ട് സിയിൽ എന്ത് ചെയ്യും? സ്റ്റാർട്ട് ചെയ്യും. അതായത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് നമ്മൾ കൊടുക്കുമ്പോൾ എപ്പോഴും നമ്പർ തന്നെയാണ് കൊടുക്കുക. വേറെ ലെറ്ററോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്പറാണ് കൊടുക്കുക. ഏത് ടൈപ്പാണ് കൊടുത്തു കഴിഞ്ഞാൽ, ടൈപ്പിൽ നിങ്ങൾ ഏത് കൊടുത്തു കഴിഞ്ഞാലും സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ എന്ത് തന്നെ കൊടുക്കുക? നമ്പർ തന്നെയാണ് കൊടുക്കുക. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ? ഓക്കെ, പിന്നുള്ളതാണ് LI ടാഗ് എന്ന് പറയുന്നത്. LI ടാഗ് എന്താണ്? UL ടാഗിന്റെ ഉള്ളിലും OL ടാഗിന്റെ ഉള്ളിലും നിങ്ങൾ ഓരോ പേര്, ഇപ്പൊ ഞാനിപ്പോ എന്റെ പേര് എഴുതുകയാണ് ഒരു ലിസ്റ്റിലായിട്ട്. അപ്പൊ നമ്മൾ എന്തായിരിക്കും? LI ടാഗിന്റെ ഉള്ളിലായിരിക്കും ആ ഒരു ലിസ്റ്റുകളെല്ലാം എഴുതി പോകുന്നത്. ഓക്കെ, ഏത് സാധനമാണെങ്കിലും LI ടാഗിന്റെ ഉള്ളിൽ തന്നെയാണ് എഴുതാം. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ആരാണ്? DL ടാഗ് ആണ്. DL ടാഗിന്റെ ഉള്ളിൽ 2 ആളുകളുണ്ട്, DT ഉണ്ട്, DD ഉണ്ട്. DT എന്ന് പറയുന്നത് ഡെഫിനിഷന് ടൈറ്റിൽ കൊടുക്കാനാണ്. ആൻഡ് DD എന്ന് പറയുന്നത് ആ ഒരു ഡെഫിനിഷൻ എഴുതാൻ വേണ്ട, ഓരോ ഡെഫിനിഷനെ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതായത് ഇപ്പോൾ ഒരു ഡെഫിനിഷൻ, ഇത് എന്തിന്റെ ഡെഫിനിഷനാണ് ഡിസ്ക്രൈബ് ചെയ്യുക, അങ്ങനെയൊക്കെ കൊടുക്കാനാണ് DD ടാഗ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ? ഓക്കെ, പിന്നുള്ള കേസ് എന്ന് പറയുന്നത് നെസ്റ്റഡ് ലിസ്റ്റ് ആണ്. നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ലിസ്റ്റിനുള്ളിൽ മറ്റൊരു ലിസ്റ്റ് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പിന്നെ ആഡ് ചെയ്യാനുള്ളത് HTML ലിങ്ക്സ് ആഡ് ചെയ്യുന്ന കേസാണ് നമുക്ക് നോക്കാനുള്ളത്. ലിങ്ക്സിന് HTML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു HTML ലിങ്ക് ആഡ് ചെയ്യാം. 2 ടൈപ്പ് ഓഫ് ലിങ്കുകളാണ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുക. എക്സ്റ്റേണൽ ലിങ്കിങ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? ഇന്റേണൽ ലിങ്കിങ് ഉണ്ട്. എക്സ്റ്റേണൽ ലിങ്കിങ് എന്ന് പറയുന്നതാണ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ വേറൊരു പേജിലോട്ട് ഓപ്പൺ ആയി പോകും. ഇന്റേണൽ ലിങ്കിങ് എന്ന് പറയുന്നതാണ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ വെബ് പേജിന്റെ തന്നെ വേറൊരു സെക്ഷനിലോട്ട് പോകും. അതേ സെയിം വെബ് പേജിൽ തന്നെ വേറൊരു സെക്ഷനിലോട്ട് പോകാനാണ് ഇന്റേണൽ ലിങ്ക് എന്ന് പറയുന്നത്. 2 ടൈപ്സ് ഓഫ് ലിങ്കിങ് ആണ് വരുന്നത്. ലിങ്കിങ്ങിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ടാഗാണ് HREF എന്ന് പറയുന്നത്. നെക്സ്റ്റ് വന്നിട്ടു സാർ. ഓക്കെ,
അപ്പോൾ നമുക്ക് ലിങ്കിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗുകൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് നെയിം എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ എന്താ യൂസ് ചെയ്യുന്നത്? HREF ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഹാഷ് സിമ്പിൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതേപോലെയാണ് കൊടുക്കുക. എ ടാഗിൻ്റെ ഉള്ളിൽ HREF കൊടുത്തു. അതിൻ്റെ എന്താണ് mail@gmail.com എന്നുള്ളത് SRT എന്ന് പറഞ്ഞിട്ട് എ ടാഗ് ക്ലോസ് ചെയ്തു. ഇത് എന്ത് ലിങ്കിങ്ങാ? എക്സ്റ്റേണൽ ആണ്. ഇപ്പൊ എന്ത് ചെയ്യും? നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പേജിൽ നിന്ന് എന്ത് ചെയ്യും? SRTയുടെ മെയിലിലോട്ട് എന്ത് ചെയ്യും? നമുക്ക് കണക്ട് ചെയ്യും. അപ്പോൾ വേറൊരു പേജിലോട്ട് നമ്മുടെ വെബ് പേജിൽ നിന്ന് മെയിലിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാഗ് ഇവിടെ കൊടുത്തേക്കുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇത് നമുക്ക് എന്ത് ചെയ്യാം? മ്യൂസിക്കോ വീഡിയോ അങ്ങനെയുള്ള കേസുകളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് എംബഡഡ് ടാഗ് എന്ന് പറയുന്നത്. ആഡ് മ്യൂസിക് ഓർ വീഡിയോ ടു വെബ് പേജ്. വെബ് പേജിലോട്ട് മ്യൂസിക്കോ വീഡിയോ ആഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എംബഡഡ് ടാഗ്. ഇൻ കേസ് ആ ഒരു വീഡിയോയോ മ്യൂസിക്കോ പ്ലേ വന്നില്ല, ആ ഒരു കേസിൽ നമുക്ക് എന്താണ് അവിടെ എന്തെങ്കിലുമൊക്കെ എഴുതി കാണിക്കണം. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് എന്ത്? നോ എംബഡഡ് ടാഗ് എന്ന് പറയുന്നത്. ഇനി വേറൊരു ടാഗ് കൂടെ ഉണ്ട്, BG സൗണ്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടാ? അതായത് ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് ചെയ്യും? മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ BG സൗണ്ട് യൂസ് ചെയ്യുന്നത്. ഇത്രയാണ് നമുക്ക് ലിങ്കിങ്ങിൽ വരുന്ന ടാഗുകൾ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ടേബിൾ ആണ്. ടേബിളിന്റെ സെക്ഷനിൽ നിന്നും അതുപോലെ തന്നെ ഫോംസിന്റെ സെക്ഷനിൽ നിന്നുമാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടുവന്നേക്കുന്നത്. ടേബിളിന്റെ സെക്ഷനിൽ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടേക്കുന്നത്. അപ്പോൾ ടേബിളിന്റെ സെക്ഷനിൽ നിന്ന് വന്നു കഴിയുമ്പോൾ ടേബിളിൽ നമുക്ക് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ടേബിൾ എന്തിനു വേണ്ട? ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ടേബിൾ ടാഗ് യൂസ് ചെയ്യുന്നത്. അതിനുള്ളത് ബോർഡർ ഉണ്ട്, ബോർഡർ കളർ ഉണ്ട്, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട്, സെൽ സ്പേസിങ്, സെൽ പാഡിങ്, ഇത്ര ഉണ്ട്. ബോർഡർ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടേബിളിന്റെ ബോർഡർ സെറ്റ് ചെയ്യാൻ, ബോർഡറിന്റെ കളർ സെറ്റ് ചെയ്യാൻ ബോർഡർ കളർ ഉണ്ട്. അതിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ അലൈൻ ചെയ്യണം, സെന്റർ അങ്ങനെയൊക്കെ അലൈൻ ചെയ്യാണ്ട് അലൈൻ ഉണ്ട്. ആൻഡ് ബാക്ക്ഗ്രൗണ്ടിന് കളർ സെറ്റ് ചെയ്യാനായിട്ട്, അതായത് ആ ഒരു ടേബിളിന്റെ ബാക്ക്ഗ്രൗണ്ടിന് മാത്രമായിട്ട്, ഇപ്പോൾ ഒരു ടേബിളിന്റെ ബാക്ക്ഗ്രൗണ്ടിന് മാത്രമായിട്ട് കളർ സെറ്റ് ചെയ്യണമെങ്കിൽ ആ കളർ സെറ്റ് ചെയ്യാണ്ട് BG കളർ കൊടുക്കുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് കയറ്റാണ്. ഒരു ടേബിളിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് ആഡ് ചെയ്യണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുക്കുക. അതിന് സെല്ലിന് സ്പേസിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ സെൽ സ്പേസിങ്ങും സെൽ പാഡിങ്ങും 2 കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ടേബിളിന്റെ ഉള്ളിലോട്ട് നിങ്ങൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തേക്കാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഒരു സ്പെസിഫൈ റോയിലോട്ടൊക്കെ വാല്യൂസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? TR ടാഗ് യൂസ് ചെയ്യുക. ഓക്കെ, എന്തായിരുന്നു ആപ്ലിക്കേഷന്റെ സെറ്റ് ബി മീൻസ് ആരാണ്? അഫ്ന ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല കേട്ടാ. ഓക്കെ, ആ സാധനം ഒന്നും കൊണ്ടിരുന്നേ, എന്താന്ന് മനസ്സിലായില്ല, കത്തിയില്ല. TR ടാഗിന്റെ കേസ് എന്ന് പറയുന്നതാണ് നമുക്ക് ഒരു ടേബിളിലോട്ട് റോ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ TR ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സർ, അടുത്ത അതിൽ തന്നെ ഹെഡിങ് കൊടുക്കണമെങ്കിൽ TH കൊടുക്കാം, ടു സ്പെസിഫൈ ചെയ്ത ഹെഡിങ് ഓഫ് എ സെല്ല്. TD എന്ന് പറയുന്നതാണ് ടു സ്പെസിഫൈ ചെയ്ത ഡാറ്റ ഇൻ എ സെല്ലാണ് TD എന്ന് പറയുന്നത്. പിന്നെ ക്യാപ്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? ക്യാപ്ഷൻ ടാഗുകളും നമ്മൾ കൊടുക്കുന്നു. ക്യാപ്ഷൻ ടു ഡിസ്ക്രൈബ് ദ ടെക്സ്റ്റ് ടു ടേബിൾ ഇൻ എ ക്യാപ്ഷൻ, അതിന് വേണ്ടിയാണ് നമ്മൾ ക്യാപ്ഷൻ ടാഗ് കൊടുക്കുന്നത്. ഇനിയുള്ള കേസ് ഫ്രെയിം ആണ് മക്കളെ. ഫ്രെയിം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫ്രെയിമിന്റെ കേസിൽ എന്തായാലും ക്വസ്റ്റ്യൻസ് വരും. നെക്സ്റ്റ് കേട്ടോ സാർ, ഫ്രെയിമിന് നമുക്ക് വരുന്നത് എന്താണ്? ഡിവൈഡിങ് ദ ബ്രൗസർ വിൻഡോ. അതായത് ഒരു ബ്രൗസറിന് ഒരു വെബ് പേജിന് നമുക്ക് കൂടുതൽ ഭംഗിയാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് എന്തോ കേസ് എന്ന് പറയുന്നതാണ് ഫ്രെയിം സെറ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ഫ്രെയിമുകൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫ്രെയിം സെറ്റ് എന്ന് പറയുന്നത്. HTML പ്രൊവൈഡ്സ് ഫ്രെയിം സെറ്റ് ടാഗ് ടു പാർട്ടീഷൻ ദ ബ്രൗസർ വിൻഡോ. ബ്രൗസർ വിൻഡോനെ പാർട്ടീഷൻ ചെയ്യാനാണ് നമ്മൾ ഫ്രെയിം സെറ്റ് യൂസ് ചെയ്യുന്നത്. അതിന് കുറെ ടാഗുകൾ ഉണ്ട്. ഫ്രെയിം സെറ്റ് ഉണ്ട്, ഫ്രെയിം ഉണ്ട്, നോ ഫ്രെയിം ഉണ്ട്. 3 ടാഗുകൾ നമുക്ക് വരുന്നുണ്ട് ഫ്രെയിമിന്റെ ഉള്ളിലായിട്ട്. ഫ്രെയിം സെറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് കേട്ടോ, ടു പാർട്ടീഷൻ ദ ബ്രൗസർ വിൻഡോ ഇൻ ടു ഡിഫറെന്റ് ഫ്രെയിം സെക്ഷൻ. പല സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ടാണ് ഫ്രെയിം സെറ്റ് യൂസ് ചെയ്യുന്നത്. ഫ്രെയിം എന്ന് പറയുന്നതിനുണ്ട് ടു ഡിഫൈൻ ദ ഫ്രെയിം ഫോർ ഇൻക്ലൂഡിങ് ദ വെബ് പേജ്. അതായത് ഓരോ ഫ്രെയിമിനെ ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. ആ വെബ് പേജിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഓരോ ഫ്രെയിമിനെ ഡിഫൈൻ ചെയ്യാനാണ് ഫ്രെയിം യൂസ് ചെയ്യുന്നത്. നോ ഫ്രെയിം എന്ന് പറയാൻ നിങ്ങളൊരു ഫ്രെയിമും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ആ ഒരു ഫ്രെയിം എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. ആ ഒരു സിറ്റുവേഷനിൽ അതിനെ മെൻഷൻ ചെയ്ത് കൊടുക്കാനായിട്ടാണ് എന്ത് പറയുക? നോ ഫ്രെയിം എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രെയിം സെറ്റിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് കോളംസ്, റോസ്, ബോർഡർ. ഓക്കെ, അതായത് ഓരോ ഫ്രെയിമിന്റെ ബോർഡർ സെറ്റ് ചെയ്യാനായിട്ട് ബോർഡേഴ്സ് യൂസ് ചെയ്യും. എത്ര കോളംസ് വരണം, എത്ര റോസ് വരണം എന്നുള്ളത് സെറ്റ് ചെയ്യാനായിട്ട് കോളംസും റോസ് യൂസ് ചെയ്യുന്നുണ്ട്. ഫ്രെയിം ഏതൊക്കെ ഇമേജോ കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ട് SRC യൂസ് ചെയ്യാൻ പറ്റും. ഏതിൽ HTML ഫയലിനൊക്കെ ലോഡ് ചെയ്യാനായിട്ട് SRC യൂസ് ചെയ്യാം. ആൻഡ് നെയിം എന്ന് പറയുന്നത് എന്തിനാ? ഓരോ ഇതിന് വേണ്ടി, അതായത് ഓരോ ഫ്രെയിമിന് വേണ്ടി നമ്മൾ ഓരോ നെയിമുകൾ കൊടുക്കുന്നുണ്ടാവും. ഇപ്പോൾ ഇവിടെ ഒരു ഫ്രെയിം ഉണ്ടാവും, അതിന് നെയിം ഉണ്ടാവും. സൈഡിലൊരു ഫ്രെയിം ഉണ്ടാവും, അതിന് നെയിം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? നെയിം കൊടുക്കുന്നത്. നോ ഫ്രെയിം എന്ന് പറയുന്നത് ഒന്നും വന്നില്ലെങ്കിൽ അവിടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോ ഫ്രെയിം കൊടുക്കുന്നത്.
ഇതെന്തായാലും പഠിച്ചിട്ടുണ്ടാവണം. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഫോംസ് ആണ്. നമുക്ക് മെയിൻ ആയിട്ടുള്ള ഫോമുകൾ, ഒരു വെബ് പേജിലുള്ള ഫോമുകൾ ഏതൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള ഫോംസ് ഏതൊക്കെയാണ്? പല ടൈപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടേബിൾസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന രീതിയിൽ ഫോമുകൾ സെറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ലോഗിൻ പേജുകൾ, അതുപോലെ തന്നെ സൈൻ ഔട്ട് പേജുകളൊക്കെ വരുമ്പോൾ അതൊരു ഫോമാണ്. യൂസർ നെയിം പാസ്വേഡൊക്കെ ചോദിക്കുന്ന അതൊരു ടൈപ്പ് ഓഫ് ഫോമാണ്. പിന്നെ അങ്ങനെ പല ഗൂഗിൾ ഫോം പോലെ രീതിയിലൊക്കെ പല ഫോമുകൾ നമുക്ക് വെബ് പേജിൽ കാണാൻ പറ്റും. അതായത് പല ടൈപ്പ് ഓഫ് ഫോംസ് നമ്മൾ വെബ് പേജുകളിൽ കാണാറുണ്ട്. അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോംസ് എന്ന് പറഞ്ഞ ടാഗ് പഠിക്കുന്നത്. ടെക്സ്റ്റ് കേട്ടോ. ഫോംസിൽ വരുന്ന കേസുകൾ, ഫോംസിൽ എന്താണ്? 2 മെത്തേഡ്സ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, മെത്തേഡ് ഉണ്ട്. 2 ടൈപ്സ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ് വരുന്നത്. അതായത് ഒരു ഫോമിലോട്ട് വാല്യൂസ് ആക്സെപ്റ്റ് ചെയ്യുന്ന രീതികളൊക്കെ വെച്ചിട്ടാണ് ആക്ഷനും മെത്തേഡും പറയുന്നത്. അത് രണ്ടും ഒന്ന് പഠിച്ചു വെച്ചേക്കുക. എന്താണ് ഫോംസിന്റെ ആട്രിബ്യൂട്ട്സ് എന്ന് വെച്ചാൽ ആക്ഷൻ ഉണ്ട്, മെത്തേഡ് ഉണ്ട്. പിന്നെ അതിലെ ഇൻപുട്ട് ടൈപ്പ് ആണ്. ഇൻപുട്ടിൽ കൊടുക്കുന്ന ഏതൊക്കെയാണ്? ടൈപ്പ് ഉണ്ട്, നെയിം, വാല്യൂ, സൈസ്, മാക്സിമം ലെങ്ത്. അതായത് നമുക്ക് ഓരോ ടൈപ്സ് ഓഫ് സാധനങ്ങൾ, നമുക്കിപ്പോൾ യൂസർ നെയിം പല രീതിയിലുള്ള കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ യൂസർ നെയിം ആയിരിക്കും, ചിലപ്പോൾ പാസ്വേഡ് ആയിരിക്കാം, ചിലപ്പോൾ സബ്മിറ്റ് ചെയ്യാനുള്ള ബട്ടൺ ആയിരിക്കാം, ചിലപ്പോൾ ലോഗ് ഔട്ട് എന്നായിരിക്കും. അപ്പൊ അങ്ങനത്തെ കേസുകൾക്കൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടൈപ്പ് എന്ന് പറയുന്ന ആള്. അതിൽ വരുന്ന വാല്യൂസ് ആണ്. ടെക്സ്റ്റ് ഉണ്ട്, ടെക്സ്റ്റ് ടൈപ്പ് ആണ് ടെക്സ്റ്റ്. പാസ്വേഡ്സ് ആണെങ്കിൽ പാസ്വേഡ് കൊടുക്കാം. റേഡിയോ, അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്യാനുള്ള ബട്ടൺസ് ആണെങ്കിൽ റേഡിയോ എന്ന് പറഞ്ഞു കൊടുക്കുക. സബ്മിറ്റ്, അതായത് നിങ്ങൾക്ക് ലോഗ് ഔട്ട് അല്ലെങ്കിൽ ലോഗിൻ, അങ്ങനെ സൈൻ ഔട്ട്, സൈൻ ഇൻ അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ സബ്മിറ്റ് ബട്ടൺ ആഡ് ചെയ്യാം. റീസെറ്റ് എന്ന് പറയുന്നത് ആ ഒരു എൻ്റർ ഫോമിന് പിന്നെയും കൊടുത്ത വാല്യൂസ് ഒക്കെ ക്ലിയർ ചെയ്ത് കളയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? റീസെറ്റ് ബട്ടൺ കൊടുക്കണം, റീസെറ്റ് ആഡ് ചെയ്യാം. പിന്നെ ഉള്ളതാണ് എന്ത്? ആട്രിബ്യൂട്ട് ആണ് നെയിം എന്ന് പറയുന്നത്. അതായത് ഓരോ നെയിം, അതായത് നിങ്ങളിപ്പോൾ ടെക്സ്റ്റ് ആണ് കൊടുക്കുന്നത്, ആ ടെക്സ്റ്റ് കൊടുക്കുന്ന ആ ഒരു ഫോമിന്റെ ആ ഒരു കോളത്തിന് നെയിം കൊടുക്കണം, പിന്നെ നെയിം അത് സെറ്റ് ചെയ്യാൻ നെയിം കൊടുക്കുക. വാല്യൂ എന്ന് പറയുന്നത് ഓരോ ഇൻഡിജർ വാല്യൂ കൊടുക്കുന്നത്, കൺട്രോൾ ചെയ്യാണ്ട് ഇൻഡിജർ വാല്യൂ കൊടുക്കുകയാണ് വാല്യൂ കൊടുക്കുന്നത്. സൈസ് എന്ന് പറയുന്നത് എത്ര ടെക്സ്റ്റുകൾ വേണം, ഒരു ടെക്സ്റ്റ് ആണെങ്കിൽ ഇപ്പോൾ ആ ഒരു ടെക്സ്റ്റുകൾ എത്ര വേണം, 10 മതിയോ അല്ലെങ്കിൽ 20 മതിയോ, അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ സൈസ് പറയുന്നത്. മാക്സിമം ലെങ്ത് എന്ന് പറയുന്നതാണ് അവിടെ ആഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ലെങ്ത് ഓഫ് ക്യാരക്ടറിനാണ് മാക്സിമം ലെങ്ത് കൊടുക്കുന്നത്. ഈ കേസുകളൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ള? കുഞ്ഞു ടെക്സ്റ്റുകളൊക്കെ വരുന്നത് ചെറിയൊരു ബോക്സിലൊക്കെയാണ് നമ്മൾ നേരത്തെ ഇൻപുട്ട് കൊടുക്കുക. അതേ സമയത്ത് നമുക്ക് എന്താണ്? ഒരു വലിയൊരു ബോക്സ് ആണ്, കൂടുതൽ കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാനൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരെ യൂസ് ചെയ്യും? ടെക്സ്റ്റ് ഏരിയനെ യൂസ് ചെയ്യും. ആരെ യൂസ് ചെയ്യണം മക്കളെ? ടെക്സ്റ്റ് ഏരിയ ആണ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതൽ ക്യാരക്ടേഴ്സും കാര്യങ്ങളും ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ സെലക്ട് എന്ന് പറയുന്നതാണ് ടു ക്രിയേറ്റ് എ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. അതായത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെ കുത്തി പോകില്ലേ, അതായത് ഇങ്ങനെ ജസ്റ്റ് ഡോട്ട് ചെയ്യുക, അങ്ങനത്തെ ഉള്ള കേസുകളൊക്കെ സെലക്ട് ചെയ്യാനാണ് സെലക്ട് കൊടുക്കുന്നത്. ആൻഡ് ഓപ്ഷൻ കൊടുക്കുന്നതിന് ടു സ്പെസിഫൈ ദ ഐറ്റം ഇൻ ദ സെലക്ടഡ് ഫയൽ. അതായത് ഓരോ സെലക്ടഡ് ഫയലിലുള്ള ഇന്നതാണ് സെലക്ട് ചെയ്തേക്കുന്നത് കൊടുക്കാൻ വേണ്ടിയാണ് ഓപ്ഷൻ വേണ്ടത്. ഫീൽഡ് സെറ്റ് എന്ന് പറയുന്നത് ഒരുപോലെയുള്ള കുറെ കൺട്രോൾസ് ഉണ്ട്. ഒരേ കാര്യം തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞേക്കുന്ന ആ ഒരു പോർഷനെ മാത്രം ഒരു സെറ്റ് ആയിട്ട് നിർത്താൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഫീൽഡ് സെറ്റ് എന്ന് പറയുന്നത്. ലെജൻഡ് എന്ന് പറയുന്നതാണ് ഈ ഫീൽഡ് സെറ്റിന് ഞാനിപ്പോൾ ഇവിടെ ഒരാളുടെ ഡീറ്റെയിൽസ് മാത്രമേ ഈ ഫോമിന്റെ ഉള്ളിൽ നിന്ന് ഇതൊരു ഫുൾ ഫോമാണ്. ഫോമിൽ കുറെ കാര്യങ്ങൾ പോയിട്ടുണ്ട്. അതിൽ ഈ ഒരു സെക്ഷനിൽ ഒരാളുടെ ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഫീൽഡ് സെറ്റ് ആയിട്ട് കൊടുക്കാം. ആ ഫീൽഡ് സെറ്റിന് വേണമെങ്കിൽ ഒരു നെയിം കൊടുക്കുന്നതിന് എന്ത് പറയാം? ലെജൻഡ് എന്ന് പറയാം. ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണോ? ഇത്രയും കേസുകളാണ് നമുക്ക് എന്ത് വരുന്നത്? ഈ ഒരു വെബ് ഡിസൈൻ യൂസിങ് HTML പറയുന്നത്. ഇതിൽ നിങ്ങൾ കൂടുതലായിട്ട് നോക്കി കറക്റ്റ് ആയിട്ട് കൂടുതൽ പഠിക്കേണ്ട കേസ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? നിങ്ങൾ എന്താണ് ഫോം എന്നുള്ള എന്താണ് ടേബിൾ ഉള്ളത് നോക്കുക. ടേബിൾ കുറച്ച് കൂടുതലായിട്ട് ശരിക്കും സ്ട്രെയിൻ ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ ഫോമിന്റെ സെക്ഷനും കൂടുതൽ പഠിക്കുക. ഈ 2 സെക്ഷനിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ഓക്കെ, ഫോമിന്റെയും ടേബിളിന്റെയും സെക്ഷനിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഓക്കെ അല്ലോ മക്കളെ? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കി ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റേ ചെയ്തിട്ട് ആ ഡൗട്ട് മുഴുവൻ ക്ലിയർ ചെയ്യുക. അതായത് ഇതുവരെ എടുത്ത ടോപ്പിക്കിൽ നിന്നുള്ള ഡൗട്ടുകളെല്ലാം ഇപ്പോൾ തന്നെ ക്ലിയർ ചെയ്തിട്ട് പോകാം കേട്ടോ. ഓക്കെ, ഡൗട്ട്സ് ഉള്ളവർ സ്റ്റേ ചെയ്യേ.